അപ്പോ ഇതാണ് നമ്മുടെ സിലബസ്. ഈ സിലബസിൽ പറഞ്ഞിരിക്കുന്ന 100 മാർക്കിനായിട്ട് ഈ സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ കാണാതെ പഠിച്ചു പോയി പരീക്ഷ എഴുതുക എന്ന് പറയുന്നത് ഇനി കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്ക് വേണ്ടത് കട്ട് ഓഫ് ക്ലിയർ ചെയ്യാനുള്ള മാർക്ക്. എത്രയായിരിക്കും ഏകദേശം ഒരു കട്ട് ഓഫ് എന്നാണ് നിങ്ങൾ കരുതുന്നത്? നിങ്ങൾ ഇതിനു മുമ്പ് ഈ PSC മേഖലകളിലൊക്കെ 65-70 പോകണ്ട. അതിന് ഒരു 55 to 60 കേട്ടോ, 55 മുതൽ 60 വരെ ആയിരിക്കും നമ്മുടെ കട്ട് ഓഫുകൾ എന്നുള്ളതാണ് ഏകദേശം ഒരു ധാരണ. 65-70 പോകാനുള്ള ചാൻസസ് ഇല്ല. ഒരു 55-നും 60-നും ഇടയിലൊക്കെ നിൽക്കുന്ന ഒരു കട്ട് ഓഫ് ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. രോഹിണി രാജു ശരിയാണ്, ഒരു 55-നും 60-നും. അപ്പൊ നമുക്കൊരു 60+, ഒരു 60+ എങ്ങനെയും സ്കോർ ചെയ്യുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഒരു 60+ സ്കോർ ചെയ്യുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഈ 60+ എങ്ങനെ സ്കോർ ചെയ്യാം? ഇതാണ് നമ്മൾ ഇപ്പൊ ആദ്യം നോക്കാൻ പോകുന്ന കാര്യം. ഈ 60+ മാർക്ക് ഈ നിശ്ചിത സമയത്തിനുള്ളിൽ നമുക്ക് എങ്ങനെ സ്കോർ ചെയ്യാം? അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ പറയാൻ പോവാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പലപ്പോഴും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും. ഇവിടെ പാർട്ട് 2, 3, 4 പാർട്ട് 2, 3, 4 അതായത് സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റി, ജനറൽ ഇംഗ്ലീഷ്, മലയാളം, ഈ 3 പാർട്ടിനും കൂടി 50 മാർക്കാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ശരിയല്ലേ? നിങ്ങൾ കണ്ടാൽ അറിയാം അല്ലെ? മാത്സിൽ നിന്ന് 20 മാർക്ക്, മാത്സും റീസണിങ്ങും 20 മാർക്ക്, ഇംഗ്ലീഷ് 20 മാർക്ക്, മലയാളം 10 മാർക്ക്. ഈ ഭാഗത്ത് നിന്നും 50 മാർക്കിന്റെ ചോദ്യങ്ങളാണ് നമുക്ക് വരിക. ഈ ഭാഗത്ത് നിന്നും 50 മാർക്കിന്റെ ചോദ്യങ്ങളാണ് നമുക്ക് വരിക. ഈ 50-ൽ നമുക്കൊരു പരമാവധി എത്ര മാർക്ക് മേടിക്കേണ്ടി വരുമായിരിക്കും? പ്രിലിംസ് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 50 ചോദ്യങ്ങളിൽ നിന്നും എത്ര എണ്ണം ശരിയാക്കേണ്ടി വരുമായിരിക്കും? ഈ 50 ചോദ്യങ്ങളിൽ നിന്നും 50 മാർക്കിൽ നിന്നും നമുക്ക് എത്ര മാർക്ക് വേണ്ടി വരുമായിരിക്കണം ഒരു പ്രിലിംസ് ക്ലിയർ ചെയ്യാനുള്ള ഒരു കംഫർട്ടബിൾ സ്റ്റേറ്റിലേക്ക് എത്തണമെങ്കിൽ? വെരി ഗുഡ് ഫൗസിയ. അതിന ഒരു 35 മുതൽ 40 മാർക്ക് വരെ പരമാവധി. ഓക്കെ, 30-ലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് റിസ്ക് ആവും. സോ 35 എന്നുള്ളത് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഏരിയ ആണ്. 35 എന്ന് പറയുന്നത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. 35 അതിന് മുകളിലോട്ട് വാങ്ങിക്കുന്നവർക്ക് നോ ഇഷ്യൂസ്, ധൈര്യമായിട്ട് വാങ്ങിക്കും. 35 മാർക്ക് ഈ 50 ചോദ്യങ്ങളിൽ നിന്നും നമുക്ക് കൃത്യമായി കിട്ടിയിരിക്കണം. നമ്മുടെ നെഗറ്റീവ് അതും ഇതും എല്ലാം കൂടെ മാറ്റി വെച്ചിട്ടുള്ള കാര്യം ഞാൻ പറയുന്നത് കേട്ടോ. ഒരു 35 മാർക്സ് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. 35 മാർക്സ് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ ഇതിനകത്ത് ഇത് വലിയ റിസ്ക് ഇല്ല. കാരണം മാത്സിൽ 10 ചോദ്യങ്ങളാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് വരുന്നത്. ബാക്കി 10 ചോദ്യങ്ങൾ റീസണിങ്ങിൽ നിന്നാണ്. അതായത് കലണ്ടർ, ക്ലോക്ക്, ഡയറക്ഷന്, ബ്ലഡ് റിലേഷന്, അനലോഗി, ഇത്തരത്തിലുള്ള കോഡിങ്, ഡീകോഡിങ്, സ്ഥാനനിർണയം, ഇത്തരത്തിലുള്ള റീസണിങ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്നാണ് 10 ചോദ്യങ്ങൾ. അതിനകത്ത് നിന്ന് ഈ സീരീസ് എന്ന് പറയുന്ന ഭാഗം ഒഴിച്ചിട്ട് ബാക്കി പരമാവധി ഒരു 7 ചോദ്യങ്ങൾ പരമാവധി നമുക്ക് ശരിയാക്കാനായിട്ട് പറ്റും എന്നുള്ളത് ഒരു അത്യാവശ്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുന്ന ഒരാൾക്ക് എന്താണെങ്കിലും പറ്റും. അതിൽ മാത്സിന്റെ ഭാഗത്ത് നിന്നും നമുക്ക് 10 എണ്ണത്തിൽ ഒരു 6 എണ്ണമെങ്കിലും, ഞാൻ ഒരുപാട് കൂടുതലൊന്നും പറയുന്നില്ല, ഒരു 6 എണ്ണമെങ്കിലും നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റിയാൽ 7, 6, 13 അതാണ് ഒരു 13, 14 ഈ ഒരു മാത്സിന്റെ 20 മാർക്കിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഡീസന്റ് സ്കോർ. എന്ന് പറയും ഒരു 12 മുതൽ 14 വരെ മാത്സിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഡീസന്റ് സ്കോർ അതാണ്. അതേസമയത്ത് ഇംഗ്ലീഷ് നമ്മൾ ഒരിക്കലും വിട്ടുകൊടുക്കാൻ പാടില്ല. ഇംഗ്ലീഷിൽ 15+ എങ്ങനെയും സ്കോർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. അതല്ലെങ്കിൽ ഒരു 15 നമുക്ക് ഇംഗ്ലീഷിൽ സ്കോർ ചെയ്യാൻ പറ്റണം. അതിന് മുൻവർഷ ചോദ്യങ്ങളെ വിശകലനം ചെയ്താൽ മാത്രം മതി. ഇനിയിപ്പോ നമ്മൾ പുതിയതായിട്ട് ഇംഗ്ലീഷ് ഒന്നും പഠിക്കാൻ പോകണ്ട. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ വിശകലനം ചെയ്ത് കണക്റ്റഡ് ഫാക്ട് മാത്രം നോക്കി പോയാലും ഇംഗ്ലീഷിൽ നിന്ന് ഒരു 15 ചോദ്യങ്ങളുടെ ഉത്തരം ഉറപ്പായിട്ട് നമുക്ക് കിട്ടും. അതിനകത്ത് ഒരു സംശയമില്ല. അപ്പൊ എത്രയായി? 15ഉം 12ഉം എത്രയായി? 15ഉം 12ഉം എത്രയായി? 27 മാർക്കായി അല്ലെ? 15ഉം 12ഉം 27 അല്ലെ? 27 എന്നുള്ളൊരു റേഞ്ചിലേക്ക് നമ്മൾ വന്നു. ഇനി 35 തികയണമെങ്കിൽ മലയാളത്തിന് നമ്മൾ എത്ര മാർക്ക് വാങ്ങണം? 35 തികയണമെങ്കിൽ മലയാളത്തിന് എത്ര മാർക്ക് കൂടെ വാങ്ങണം? 35 തികയണം എന്നുണ്ടെങ്കിൽ മലയാളത്തിന് എത്ര മാർക്ക് വാങ്ങണം നമ്മൾ? 8 മാർക്ക് കൂടി വാങ്ങണം. 35 തികയണമെന്നുണ്ടെങ്കിൽ മലയാളത്തിന് നമ്മൾ ഒരു 8 മാർക്ക് 8 മാർക്ക് വാങ്ങണം. ഡിഗ്രി പ്രിലിംസ് പരീക്ഷയുടെ മലയാളം ചോദ്യങ്ങൾ പലതും 10ൽ 10ഉം മേടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ്. ചില പരീക്ഷകൾക്ക് 10ൽ 10ഉം കിട്ടുന്ന രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്.
അതുകൊണ്ട് 8 കിട്ടുക എന്ന് പറയുന്നത് അത്യാവശ്യം മലയാളികളായിട്ടുള്ള അത്യാവശ്യം പഠിക്കുന്ന ആൾക്കാർക്ക് 8 കിട്ടുക എന്ന് പറയുന്നത് ഒരു നിസ്സാരമായ കാര്യമാണ്. കാരണം മലയാളത്തിൽ കൂടുതലും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. മുൻവർഷ ചോദ്യങ്ങൾ മനസ്സിലാക്കി പോകുന്ന ഏതൊരാൾക്കും ഒരു 7 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങൾ മലയാളത്തിൽ നിഷ്പ്രയാസം ശരിയാകാനായിട്ട് പറ്റുന്നതേ ഉള്ളൂ. സോ ഒരു 7 മുതൽ 8 വരെ മാർക്കുകൾ നമ്മൾ മലയാളത്തിലും സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ 50 മാർക്കിൽ ഒരു 34-35 മാർക്ക് നമ്മുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞു. നെഗറ്റീവ് ഒഴിവാക്കിയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. നെഗറ്റീവ് ഒഴിവാക്കിയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇനി എഫക്റ്റീവ് ആയിട്ട് ഒരു 32 താഴെ പോയാലും പ്രശ്നമൊന്നുമില്ല. നമുക്കത് ജനറൽ നോളജ് പിടിക്കാം, നോ ഇഷ്യൂസ്. അപ്പോൾ 30+ അല്ലെങ്കിൽ അറൌണ്ട് 35 എന്ന് പറയുന്ന ഒരു മാർക്ക് ഈ 2, 3, 4 ഭാഗങ്ങളിൽ നിന്നും സ്കോർ ചെയ്യാനായിട്ടുള്ള ഒരു അശ്രാന്ത പരിശ്രമം ഇനി വരാനിരിക്കുന്ന ഒരു 30 അല്ലെങ്കിൽ 28, 29, 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ചെയ്തിരിക്കണം. അതിന് എല്ലാ ദിവസവും ഇംഗ്ലീഷിന്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്ത് വെച്ച് നോക്കുക, കണക്റ്റഡ് ഫാക്ട് എടുക്കുക. എല്ലാ ദിവസവും മലയാളത്തിന്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്തിട്ട് കണക്റ്റഡ് ഫാക്ട് നോക്കുക. എല്ലാ ദിവസവും മാത്സിന്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്ത് വെച്ചിട്ട് 1-2 ചോദ്യങ്ങൾ ചെയ്ത് കണക്റ്റഡ് ഫാക്ട് എടുത്ത് വെക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. ഇനി ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് മാത്സിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ നിർബന്ധമായിട്ടും ചോദിക്കുമെന്ന് ഉറപ്പുള്ള കുറച്ച് മേഖലകളുണ്ട്. അത് വേണമെങ്കിൽ ജസ്റ്റ് നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. നിർബന്ധമായിട്ടും മാത്തമാറ്റിക്സിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കും എന്നുള്ള ഒന്നാമത്തെ മേഖലയാണ് ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്നൊരു കാര്യം. ഉറപ്പായിട്ടും ടൈം ആൻഡ് വർക്കിൽ നിന്ന് ചോദ്യം ചോദിക്കാത്ത ഡിഗ്രി പ്രിലിമിനറികൾ ഇല്ല. ടൈം ആൻഡ് വർക്ക്, ഒന്നാമത്തെ ചോദ്യം ടൈം ആൻഡ് വർക്ക്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ടൈം ആൻഡ് ഡിസ്റ്റൻസ് ആണ്. ഹോംസ്, വിൽ ദ ഇലക്ഷൻ ഡിക്ലറേഷൻ അഫക്ട് ദി എക്സാം ഡേറ്റ്? ഇതിനുള്ള ഉത്തരം നാളെ വൈകിട്ട് എനിക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇതിനുള്ള ഉത്തരം നാളെ വൈകിട്ട് ഇതേ സമയം ഈ ക്ലാസ്സിൽ വരുമ്പോൾ എനിക്ക് പറയാനായിട്ട് പറ്റും. സോ ഒരു ദിവസം കൂടി നിങ്ങൾ എനിക്ക് തരണം കേട്ടോ. ഒരു ദിവസം കൂടി നിങ്ങൾ എനിക്ക് തരണം. ഓക്കെ, ഏതായാലും നമ്മൾ വേഗോളം കാത്തു. ഇനി 6 കാക്കുന്നതിനകത്ത് പ്രശ്നമില്ലല്ലോ. അപ്പൊ നാളെ വൈകിട്ട് വരെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോ ഒന്നാമത്തെ മാത്സിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്താണ്? ടൈം ആൻഡ് വർക്ക്. ടൈം ആൻഡ് വർക്കിന്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ചോദ്യങ്ങൾ ഒന്ന് ചെയ്ത് പഠിക്കാൻ നല്ലതായിരിക്കും. ഒരു 50-50 ചാൻസ് ഉണ്ട് കേട്ടോ. ഇലക്ഷൻ അഫക്റ്റ് ചെയ്യാനും ചെയ്യാതിരിക്കാനും 50-50% ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. എനിവേ, നാളെ എന്താ സംഭവിക്കാന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അഫക്റ്റ് ചെയ്യുകയായിരുന്നെങ്കിൽ കുറച്ചുകൂടി സമയം നമുക്ക് കിട്ടിയേനെ എന്നുള്ളത് നോക്കാം. ഇനി ടൈം ആൻഡ് വർക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മസ്റ്റ് ആയിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നത് ടൈം ആൻഡ് ഡിസ്റ്റൻസ് ആണ്. ടൈം ആൻഡ് ഡിസ്റ്റൻസ്. ഈ 2 കാര്യങ്ങൾ നിർബന്ധമായിട്ടും നോക്കാതെ പരീക്ഷയ്ക്ക് പോകാൻ പറ്റില്ല. 2 കാര്യം. ഇനി മൂന്നാമത് മാത്സിൽ നിന്ന് നിർബന്ധമായിട്ടും ചോദിക്കുന്ന ഒരു കണ്ടന്റ് ആണ് റേഷ്യോ പ്രൊപ്പോർഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം മൂന്നാമതായിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. റേഷ്യോ പ്രൊപ്പോർഷൻ. ഇനി നാലാമതായിട്ട് മാത്സ് ക്വാണ്ടിൽ നിന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇൻട്രസ്റ്റ്, സിമ്പിൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഇത് നിർബന്ധമായിട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇനി അഞ്ചാമതായിട്ട് മാത്സിൽ നിന്നും നമുക്ക് ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, ലാഭം നഷ്ടക്കണക്കുകൾ. പ്രോഫിറ്റ് ലോസ്, ലാഭ നഷ്ടക്കണക്ക്, പ്രോഫിറ്റ് ആൻഡ് ലോസ്. എല്ലാ പ്രാവശ്യം എനിക്ക് 1ാം ഘട്ടം തന്നെയാണ് കിട്ടുക. അതിനാൽ സമയം എടുത്ത് എന്ന ടെൻഷനാണ്. ഏപ്രിൽ ആദ്യ റൗണ്ടിൽ എക്സാം വരും. ഷിജി, ഡോണ്ട് വറി, ബി ഹാപ്പി. നമുക്ക് ടെൻഷൻ അടിക്കണ്ട. ആദ്യ ഘട്ടത്തിൽ കിട്ടിയാൽ തന്നെ പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും നമ്മൾ ഇവിടെ റിവിഷൻസ് കൊണ്ടുപോകുക. സോ യു ഡോണ്ട് വറി. നാളെ നിങ്ങൾക്ക് തരുന്ന 100 ടോപ്പിക്കുകളിൽ ദിവസം ഒരു 4 വെച്ച് പഠിച്ചാലും 25 ദിവസത്തിനുള്ളിൽ നമുക്ക് തീർക്കാൻ പറ്റും. അതിൽ നിന്ന് ഉറപ്പായിട്ട് 60 ചോദ്യങ്ങൾ ക്ലിയർ ചെയ്യാൻ, ശരിയാക്കി മാർക്ക് സ്കോർ ചെയ്യാൻ ഷിജിക്ക് പറ്റും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. സോ ഷിജി ടെൻഷൻ അടിക്കണ്ട, നമുക്കത് ചെയ്യാം കേട്ടോ. ഡോണ്ട് വറി, നമുക്കത് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ എവിടെ വരെ എത്തിയായിരുന്നു ഞാൻ? 1, 2, 3, 4, 5 പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ലെ? പ്രോഫിറ്റിലും ലോസിലും എത്തി നിൽക്കുകയായിരുന്നു. ഇനി ക്വാണ്ടിറ്റേറ്റീവിൽ നിന്നും പ്രോഫിറ്റ് എല്ലാവർക്കും സാധിക്കട്ടെ. ഓക്കെ, ഇത്ര 5 കാര്യങ്ങൾ പറഞ്ഞു. ഇനി ആറാമതായിട്ട് നിർബന്ധമായിട്ടും മാത്സിനകത്തുനിന്ന്, അതായത് മാത്തമാറ്റിക്സിനകത്തുനിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ടോപ്പിക് എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ ട്രെയിനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ. അത് ടൈം ആൻഡ് വർക്കിനകത്ത് നമുക്ക് വരും.
ഇനി ചോദിക്കേണ്ടത് ഈ എക്സ്പോണൻസ് എന്നൊക്കെ പറയുന്ന ഭാഗം, എക്സ്പോണൻസ് എന്നൊക്കെ പറയുന്ന ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പക്ഷെ അത് ഉറപ്പില്ല, എല്ലാ പരീക്ഷകൾക്കും ചോദിക്കുന്ന ഉറപ്പില്ല. പക്ഷെ ആറാമതായിട്ട് ഇപ്പൊ 5 കാര്യങ്ങൾ പറഞ്ഞതില്ല, ഇനി ആറാമതായിട്ട് ഉറപ്പായിട്ടും നമ്മുടെ പ്രിലിമിനറിക്ക് ചോദിക്കുന്ന ഒരു മാത്സ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിൽ നിന്നാണ്. നമ്പേഴ്സ്, അതായത് ഈ ഡിവിസിബിലിറ്റി അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്പർ സീരീസിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്പേഴ്സ്. അത് ആദ്യം നമ്മുടെ മാത്സിന്റെ സിലബസിൽ ആദ്യം കൊടുത്തിരിക്കുന്ന സാധനമാണ് നമ്പേഴ്സ് എന്ന് പറഞ്ഞ ഭാഗം. അപ്പൊ ഇത്രയും ഭാഗം, ഈ ഒരു 6 ഭാഗങ്ങൾ ഞാൻ വേണമെങ്കിൽ അതൊന്നുകൂടി ആ സിലബസും കൂടെ ഒന്ന് കാണിച്ച് നിങ്ങളോടൊന്ന് പറഞ്ഞു തരാം. മാത്സിൽ നിന്ന് കൃത്യമായിട്ട് പഠിച്ചിരിക്കേണ്ട 6 ചോദ്യങ്ങൾ എന്തൊക്കെയാണ്. ഒന്ന് നമ്പേഴ്സ്, സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, ഒന്നാമത്തെ കാര്യം. രണ്ടാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പെർസെൻറ്റേജ്, ശതമാനം. മൂന്നാമത് ലാഭവും നഷ്ടവും, എല്ലാ തവണയും ചോദ്യം ചോദിക്കുന്ന. ഇനി നാലാമത് പലിശ, സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഇനി അഞ്ചാമത് റേഷ്യോ പ്രൊപ്പോർഷൻ, 1, 2, 3, 4, 5 എണ്ണം. ഇനി സമയവും ദൂരവും, സമയവും പ്രവൃത്തി, വർക്ക്. ഇനി ശരാശരി. ഇത്രയും കാര്യങ്ങൾ അത്യാവശ്യം നോക്കിപ്പോയാൽ നമുക്ക് ഒരു 7 മാർക്ക് മാത്സിന്റെ ഭാഗത്ത് നിന്ന് 7 മാർക്ക് ഉറപ്പിക്കാൻ പറ്റും. നമ്മൾ 10 മാർക്കിന് വേണ്ടി വാശി പിടിക്കരുത്. അത്യാവശ്യം മാത്സ് നല്ല ബേസ് ഉള്ളവർ മാത്രമേ 10 മേടിക്കുമെന്ന് വാശി പിടിക്കാവുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഈ 7 കൊണ്ട് എങ്ങനെയെങ്കിലും ഈ 7 മാർക്കിൽ എത്തിപ്പെടാനായിട്ട്, ഒരു നെഗറ്റീവ് ഒന്നും ഇല്ലാതെ എങ്ങനെയെങ്കിലും 7 മാർക്കിൽ എത്തിപ്പെടാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക എന്നുള്ളൂ. ഓക്കെ, ഒന്ന് നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻ, പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, റേഷ്യോ പ്രൊപ്പോർഷൻ, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക്, ആവറേജ്. ഇനി ഇത് ഒരു ദിവസം 5-6 മണിക്കൂറൊന്നും ഇരുന്ന് പഠിച്ചങ്ങ് കളയരുത്. മുൻവർഷ ചോദ്യങ്ങൾ മാത്രം ഒന്ന് ചെയ്ത് പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. മുൻവർഷങ്ങളിൽ ഈ മേഖലകളിൽ നിന്നും ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളെ ഒന്ന് എടുത്ത് ചെയ്ത് പരിശീലിക്കുക എന്ന് മാത്രമേ നിങ്ങൾ ഇനി ചെയ്യാവുള്ളൂ. ആദ്യം മുതൽ ഇതിന്റെ തിയറി അനുസരിച്ച് 5-6 ക്ലാസ്സുകളൊക്കെ യൂട്യൂബിൽ നിന്ന് അവിടെ നിന്നൊന്ന് കണ്ട് നിങ്ങൾ സമയം കളഞ്ഞേക്കരുത്. ഈ മേഖലകൾ, ഈ 7-8 മേഖലകളിൽ നിന്നും വന്ന മുൻവർഷ ചോദ്യങ്ങൾ, അതിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ചെയ്ത് പഠിക്കുക എന്ന് മാത്രമേ നിങ്ങൾ നോക്കാവുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് മാത്സിൽ നിന്നും പ്രധാനമായിട്ടും വരുന്ന ചോദ്യങ്ങൾ. ഇനി മെന്റൽ എബിലിറ്റിയിൽ നിന്ന് നമുക്ക് അത്യാവശ്യം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന 1-2 മേഖലകൾ നമ്മൾ പറഞ്ഞുതരാം. അതിലൊന്നാണ് അനലോഗി. അതായത് ബന്ധം, സമാനമായിട്ടുള്ള ബന്ധങ്ങൾ കണ്ടുപിടിക്കുക. ഇത് പലപ്പോഴും വളരെ സിമ്പിൾ ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി കുടുംബ ബന്ധങ്ങൾ, ഫാമിലി റിലേഷൻസ്, ഇതും വേണമെങ്കിൽ നമുക്ക് വരച്ചും പിടിച്ചും ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്നതുള്ളൂ. ഇനി വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ദിശാവബോധം, ഡയറക്ഷൻ കൊടുത്തിട്ട് ആ സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ. സജിന, ഇത് ക്ലാസിന്റെ ഭാഗം തന്നെയാണ് കേട്ടോ. അതായത് സജിന ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. കണ്ടന്റ് എടുക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്, ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്, മനസ്സിലാവുന്നില്ല. നിങ്ങളൊന്ന് ശാന്തമാവുക കേട്ടോ. നിങ്ങളെല്ലാവരും സിലബസ് എല്ലാം പഠിച്ച് തീർത്തിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് ഇങ്ങനെ വ്യഗ്രതപ്പെട്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. പക്ഷെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. നാളെ മുതൽ നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ ചെയ്യും കേട്ടോ. ഞാനിത് ജസ്റ്റ് ഒന്ന് ഇനിയും ഇതിനെപ്പറ്റി ഒരു ധാരണ കിട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കുന്നുള്ളൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, ഇത്രയും പെട്ടെന്ന് കണ്ടന്റിലേക്ക് വരാം കേട്ടോ. ഇനി റീസണിങ്ങിന് പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ക്ലോക്കിലെ സമയവും കോണളവും, ക്ലോക്കിലെ പ്രതിബിംബം, 2 ഭാഗത്തുനിന്ന് ഓരോ ചോദ്യങ്ങൾ വെച്ച് ചോദിക്കും. കലണ്ടറിനകത്തുനിന്ന് ഒരു ചോദ്യം ചോദിക്കും. എത്രയായി? 1, 2, 3, 4, 5, 6. അപ്പൊ ഇതിനകത്തുനിന്ന് 6, ഇതിനകത്തുനിന്ന് 7, അതല്ലെങ്കിൽ ഇതിനകത്തുനിന്ന് 7, ഇതിനകത്തുനിന്ന് 6. അങ്ങനെ ഒരു 7, 6, 13 മുതൽ 14 വരെ, 13 to 14 വരെ ചോദ്യങ്ങളാണ് കൺഫേം 100% ഉറപ്പായിട്ട് നമുക്ക് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയിൽ നിന്നും ചെയ്യാനായിട്ട് പറ്റുക. ഇനി അതിന് മുകളിലേക്ക് കിട്ടുന്നവർക്ക് അത് നേടിയെടുക്കാം. അതിന് മുകളിലേക്ക് കിട്ടുന്നവർ അത് ട്രൈ ചെയ്യുക. പക്ഷെ നമ്മളെ പോലെയൊക്കെ ഒരു ആവറേജ് ലെവലിൽ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും പ്രിലിംസ് ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവര് ഈ ഒരു 13 മേഖലകളെ ഫോക്കസ് ചെയ്യുക കേട്ടോ. ഈ ഒരു 13 മേഖലകളെ ഫോക്കസ് ചെയ്ത് ചോദ്യങ്ങൾ ചെയ്ത് പരിശീലിക്കുക. ഇതാണ് മാത്സിന്റെയും മെന്റൽ എബിലിറ്റിയുടെയും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇംഗ്ലീഷ് ഗ്രാമറിലേക്ക് വരുമ്പോൾ, ഇംഗ്ലീഷില് ഗ്രാമറിൽ നിന്ന് 10 ചോദ്യങ്ങൾ, വൊക്കാബുലറിയിൽ നിന്ന് 10 ചോദ്യങ്ങൾ എന്നുള്ളതാണ് സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു ട്രെൻഡ്. അതിനകത്തുനിന്ന് പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ട അത് കോൺകോഡ്, എഗ്രിമെന്റ് ഓഫ് സബ്ജക്ട് ആൻഡ് വെർബ്. കോൺകോഡിന്റെ ഒരു റൂള് ചോദിക്കാതിരുന്നിട്ടില്ല. കോൺകോഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു റൂള് ചോദിക്കാതിരുന്നിട്ടില്ല. പിന്നെ ആർട്ടിക്കിൾസ് ചോദിക്കാതിരുന്നിട്ടില്ല.
ക്വസ്റ്റ്യൻ ടാഗ് 100% ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ടാഗ് 100% ചോദിച്ചിട്ടുണ്ട്. പ്രൊപ്പോസിഷൻ 100% ചോദിച്ചിട്ടുണ്ട്. പ്രൊപ്പോസിഷൻ 100% ചോദിച്ചിട്ടുണ്ട്. പ്രൊപ്പോസിഷൻസ് 100% ചോദിക്കും. ദെൻ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്, അതായത് റിപ്പോർട്ടർ സ്പീച്ച് ഉറപ്പായിട്ടും ചോദിക്കും. ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് ഉറപ്പായിട്ടും ചോദിക്കും. ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ചോദിക്കാനുള്ള സാധ്യത. അതിനോടൊപ്പം ടൈപ്സ് ഓഫ് സെന്റൻസസും ചോദിക്കാൻ സാധ്യതയുണ്ട്. 1, 2, 3, 4, 5, 6, 7, 8 ഈ 8 ഭാഗത്തുനിന്നും ഉറപ്പായിട്ടും ഇംഗ്ലീഷ് ഗ്രാമറിൽ നിന്ന് ചോദ്യം ഉണ്ടാവും. ബാക്കി 2 ചോദ്യങ്ങളാണ് ഈ പാർട്സ് ഓഫ് സ്പീച്ചുമായിട്ടും ഓക്സിലറി വെർബുമായിട്ട് ബന്ധപ്പെട്ടും ഇൻഫിനിറ്റി ജെറൻഡ് ടെൻസസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ. ടെൻസസും കൂടെ ഒന്ന് ജസ്റ്റ് നോക്കി വെക്കുന്നല്ലേ. പക്ഷെ ടെൻസ് ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള ഒരു മേഖല ആയതുകൊണ്ട് റിസ്ക് എടുക്കാൻ നിൽക്കരുത്. ഈ 8 മേഖലകളിൽ നിന്നും നിർബന്ധമായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്ത് മനസ്സിലാക്കി വെച്ചോളുക. ടൈപ്സ് ഓഫ് സെന്റൻസ്, കോൺകോഡ്, ആർട്ടിക്കിൾ, ക്വസ്റ്റ്യൻ ടാഗ്, പ്രൊപ്പോസിഷൻ, റിപ്പോർട്ടർ സ്പീച്ച്, ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. ഈ 8 മേഖലകൾ കൺഫേം ആയിട്ടും ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളതാണ്. പ്ലസ് ഒരു 2 ചോദ്യങ്ങൾ ബാക്കിയുള്ള മിസ്സലേനിയസ് ആയിട്ടുള്ള മേഖലകളിൽ നിന്ന് എവിടെന്നെങ്കിലും അവര് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി അടുത്തത് വൊക്കാബുലറി. ഇതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു മേഖലയാണ് വൊക്കാബുലറി. ഇതിനകത്തുനിന്ന് കൺഫേം ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് സിനോണിംസ്, ആന്റോണിംസ്, ഇഡിയംസ്. ഇതെന്താണെന്ന് ചോദിക്കും. ഓക്കെ, അത് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇനി സ്പെല്ലിംഗ് ടെസ്റ്റ് നിർബന്ധമായിട്ടും ചോദിക്കും. ഇഡിയംസ് ആൻഡ് ദെയർ മീനിങ്സ് നിർബന്ധമായിട്ടും ചോദിക്കും. ഇനി സിംഗുലർ പ്ലൂറല് ഇടയ്ക്ക് ചോദിച്ച് കാണുന്നു. ഫ്രേസൽ വെർബും ചോദിച്ച് കാണുന്നതാണ്. അപ്പോൾ ഇത്രയും മേഖലകളെ ഒന്ന് ഫോക്കസ് ചെയ്തോളൂ കേട്ടോ. സിംഗുലർ പ്ലൂറൽ, സിനോണിംസ് ആൻഡ് ആന്റോണിംസ്, ഫ്രേസൽ വെർബ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്, സ്പെല്ലിംഗ് ടെസ്റ്റ്, ഇഡിയംസ്. ഇത്രയും മേഖലകൾ നമ്മളൊന്ന് ഫോക്കസ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ ഇംഗ്ലീഷ് ഒന്നും നിങ്ങൾ ഒരുപാട് റിസ്ക് എടുക്കൊന്നും വേണ്ട. മുൻവർഷ ചോദ്യങ്ങളുടെ ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ മുൻവർഷ ചോദ്യങ്ങൾ അവൈലബിൾ ആണ്. അതെടുത്തൊന്നും ചെയ്ത് നോക്കിയെങ്കിൽ തന്നെ പരമാവധി ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ. മാക്സിമം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് അതിന്റെ ഒരു ധാരണ. ഇനി മലയാളത്തിൽ നിന്നും ഒഴിവാക്കാനുള്ള ഒരു ഘടകങ്ങളും ഇല്ല. എല്ലാ മേഖലയിൽ നിന്നും അവർ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ മുൻവർഷ ചോദ്യങ്ങളെ പരിശോധിച്ച് കഴിഞ്ഞാൽ, മുൻവർഷ ചോദ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് മനസ്സിലാക്കാൻ പറ്റുന്നത് ഉള്ളതാണ്. മുൻവർഷ ചോദ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നമുക്ക് ആ ചോദ്യങ്ങളിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നതാണ് താൻ. അതുകൊണ്ട് മലയാളം നിങ്ങൾ വേറെ പുതിയതായിട്ടൊന്നും പഠിക്കാൻ പോകണ്ട. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, മുൻവർഷ ചോദ്യങ്ങൾ പരമാവധി ചെയ്യുക. നമ്മുടെ ക്ലാസ്സിൽ ചെയ്യിപ്പിക്കും. അതിന്റെ കണക്റ്റഡ് ഫാക്ടുകൾ നമ്മൾ പറഞ്ഞു തരും. അതിനനുസരിച്ച് നിങ്ങളൊന്ന് ഫോക്കസ്ഡ് ആയിട്ട് മലയാളത്തിന് ഇരുന്നാൽ മാത്രം മതി. പക്ഷെ ഓക്കെ, ഡിഗ്രി പ്രിലിംസ് PYക്ക് ഒന്ന് ഗ്രൂപ്പിൽ ഡിഗ്രി പ്രിലിംസിന്റെ മുൻവർഷ ചോദ്യങ്ങൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യണം. ഓക്കെ, നമ്മൾ ചെയ്യാം കേട്ടോ. കാരണം ഈ റാപ്പിഡ് റിവിഷന്റെ ഭാഗമായിട്ട് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ആ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ആ ചോദ്യങ്ങൾ മുൻകൂട്ടി ഗ്രൂപ്പിൽ വേണമെങ്കിൽ ഷെയർ ചെയ്യാം കേട്ടോ. ചോദ്യങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്യാം. അപ്പൊ ഇതാണ് ആദ്യത്തെ 50 മാർക്കിന്റെ ഏകദേശമായിട്ടുള്ള ഒരു ടാർഗറ്റ്. ഒരു 35 മാർക്കിലേക്ക് എത്താനായിട്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇനി ഒന്ന് വർക്ക് ചെയ്യണം. ഈ 2, 3, 4 പാർട്ടില് 50 ചോദ്യങ്ങൾ ഉള്ളതില് ഒരു 35 ചോദ്യങ്ങൾക്കെങ്കിലും ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ജനറൽ പാർട്ട് വളരെ ഡീസന്റ് ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത് ഒന്ന് നിങ്ങളുടെ മനസ്സിലൊന്ന് ഇരുന്നോളുക. എനിക്ക് തോന്നുന്നു സുബിൻ സാർ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. കുറച്ച് കാര്യങ്ങൾ സാറ് കൂടി ഏകദേശം നമ്മുടെ റാപ്പിഡ് റിവിഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി സാറ് നിങ്ങൾക്ക് പറഞ്ഞു തരും. അതിനുശേഷം നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ കൂടി പരിചയപ്പെടണം. അതിനുശേഷം നമ്മൾ കണ്ടന്റ് ടോപ്പിക് ഡിസ്കഷനിലേക്ക് പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ തുടർന്നുള്ള റാപ്പിഡ് റിവിഷൻ കോഴ്സ് പോവുക. അപ്പം സുബിൻ സാർ, ഞാൻ സാറിനെ ഹോസ്റ്റ് ആക്കുന്നതാണ്. സാർ നിങ്ങളോട് സംസാരിക്കും കേട്ടോ. ഓക്കെ, നിങ്ങൾ കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഗുഡ് ഈവനിങ് എല്ലാവർക്കും. നല്ലൊരു ദിനാശംസിക്കുകയാണ്. ഓക്കെ, അതായത് നമ്മളിന്ന് ഈ ഒരു പ്രോഗ്രാമിലേക്ക് വന്ന എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അശ്വിൻ സാർ അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സിലബസ് അദ്ദേഹം വളരെ എഫിഷ്യന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തു. ഇനിയിപ്പോ ഞാൻ വീണ്ടും സിലബസിലെ ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ പറഞ്ഞ് സമയം കളയുന്നില്ല. ഓക്കെ, ഇതില് ഒരു സന്തോഷ വാർത്ത എനിക്ക് നിങ്ങളെ അറിയിക്കാനുള്ളത്, ആദ്യ ഡിഗ്രി പ്രിലിംസ് നടന്നത് 2021-ലാണ്. അന്ന് ആ ഡിഗ്രി പ്രിലിംസിൽ, ഓക്കെ പ്രജിത താങ്ക് യു. ഓക്കെ, ഞാൻ അതിലേക്കാണ് വരുന്നത്. അന്ന് ആ ഡിഗ്രി പ്രിലിംസ് നടന്നു. ആദ്യമായിട്ടാണ് അന്നൊരു ചേഞ്ച് വന്നത്. കാരണം അതുവരെ
ഡിഗ്രി ലെവൽ ആണെങ്കിലും ഏത് കേരള PSC എക്സാം ആണെങ്കിലും ഉണ്ടായിരുന്നത്. ഓക്കെ, ഞാൻ കുറെ പേര് കൺഗ്രാറ്റ്സ് പറയുന്നു. ഹണിമോൺ എല്ലാ താങ്ക്സ് കേട്ടോ. ഞാൻ സൗമ്യ താങ്ക്സ്. ഞാൻ അതിലേക്ക് വരാം. ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നതിന് മുന്നേ ഞാൻ ഇക്കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. ഓക്കെ, അതായത് അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ഒരു കൊറോണ സമയത്താണ്, കൊറോണയ്ക്ക് തൊട്ട് കഴിഞ്ഞ ശേഷമാണ് ഈ ഡിഗ്രി പ്രിലിംസ് വരുന്നത്. അപ്പൊ വളരെ അവിചാരിതമായിട്ടാണ് ഈ PSC അങ്ങനെ ഒരു അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു ഒരു ചോദ്യ പാറ്റേണിൽ വ്യത്യാസം ഉണ്ടാവുന്നത്. അന്ന് എല്ലാവരും പഠിച്ചിട്ട് പോയ റാങ്ക് ഫയൽ തന്നെയായിരുന്നു. ഞാനും കുറച്ചൊക്കെ റാങ്ക് ഫയൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, പക്ഷെ അന്ന് ഞാനന്ന് പ്രിലിംസ് എഴുതി. അന്ന് പ്രിലിംസ് എഴുതാൻ പോയപ്പം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കോഴിക്കോട് ഒരു മാനാഞ്ചിറ സ്കൂളിൽ വെച്ചാണ് ഞാൻ എഴുതുന്നത്. കാരണം എന്റെ സ്വദേശം കോഴിക്കോട് ആയതുകൊണ്ട്. ഓക്കെ, ഇപ്പൊ ഞാൻ തിരുവനന്തപുരത്താണ്, കാരണം ഈ സ്ഥാപനത്തിന്റെ ഓഫീസ് തിരുവനന്തപുരത്താണ്. ഓക്കെ, അപ്പൊ അന്ന് എഴുതിയപ്പം ആ പേപ്പർ കണ്ടപ്പം ഞാനടക്കം എല്ലാവരും ഞെട്ടിപ്പോയി. അത് നിങ്ങൾ ഓർക്കുക, 2021 ഡിഗ്രി പ്രിലിംസ് ആണ്. ആദ്യത്തെ ഡിഗ്രി ലെവലിലെ പ്രിലിംസ് ആണ്. ഈ ഒരു പ്രിലിംസ് മെയിൻസ് ഇന്റർവ്യൂ എന്നുള്ള ഒരു ഘട്ടം ആദ്യമായിട്ട് നടപ്പാക്കിയ ശേഷം നടന്ന ഒരു എക്സാം ആയിരുന്നു. ആ ഞെട്ടൽ വന്നത് ഇതുകൊണ്ടാണ്, ചോദ്യങ്ങളുടെ ഘടന പാടെ മാറി. അതായത് മുഴുവൻ വൺ വേർഡ് എന്നുള്ള ചോദ്യം അതിൻ്റെ അത് കാണാനില്ല, മുഴുവൻ സ്റ്റേറ്റ്മെന്റ് ചോദ്യം. അത് എനിക്കൊരു ഭയങ്കര അമ്പരപ്പായിരുന്നു. കാരണം നമ്മളൊരു PSC എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് പോകുമ്പോൾ അങ്ങനെ ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇതിന്റെ മുന്നേ ഉള്ള ഒരു ഡിഗ്രി ലെവൽ പരീക്ഷകൾ എഴുതാൻ പോകുന്നത് നമ്മൾ ഏത് രീതിയിലായിരിക്കും ചോദ്യ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ അത് വൺ വേർഡ് ആയിരുന്നു. അപ്പൊ ആ രീതിയിലുള്ള ഒരു ചോദ്യമാണ് പ്രതീക്ഷിച്ച് പോയതെങ്കിലും നമ്മൾ അപ്രതീക്ഷിതമായിട്ടൊരു ഒരു ഈ ചോദ്യത്തിലെ ഒരു പാറ്റേൺ എല്ലാവർക്കും വലിയൊരു ഞെട്ടലായിരുന്നു. എനിക്കത് ഞെട്ടൽ തന്നെയായിരുന്നു. പക്ഷേ അതിനെ ഒരു മനസ്സാനത്തോടെ തരണം ചെയ്യാൻ, മനസ്സാനത്തോടെ അത് എഴുതാൻ എനിക്ക് സാധിച്ചു. അപ്പൊ അന്ന് എനിക്ക് സഹായമായ കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അതാണ് ഒരു കാര്യം, എന്റെ അനുഭവം മാത്രം. നിങ്ങളിപ്പോ ഞാൻ വലിയ വിശകലനത്തിലേക്കൊന്നും പോകുന്നില്ല, എന്റെ ഒരു അനുഭവം പറയാം. അന്ന് നടന്ന ഡിഗ്രി പ്രിലിംസിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട കുറേയധികം പോസ്റ്റുകൾ ഉണ്ടായിരുന്നു. ആ പോസ്റ്റുകൾക്കെല്ലാം മെയിൻസ് നടന്നു. അന്ന് ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട പോസ്റ്റ് എന്ന് പറയുന്നത് അസിസ്റ്റന്റ് ഡയറക്ടർ നാഷണൽ സേവിംഗ് ആണ്, 2 സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണ്, SBCID, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ് 4 പോസ്റ്റിലേക്കാണ് പ്രിലിംസ് നടന്നത്. ഇതിനെല്ലാം വ്യത്യസ്തമായിട്ടുള്ള മെയിൻസ് നടന്നു. മെയിൻസ് പറയുമ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടർ നാഷണൽ സേവിംഗിന് മെയിൻസ് നടന്നു, സെക്രട്ടറി അസിസ്റ്റന്റ് സെപ്പറേറ്റ് മെയിൻസ് നടന്നു, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അസിസ്റ്റന്റ് മെയിൻസ് നടന്നു, SIയുടെ മെയിൻസ് നടന്നു, എക്സൈസിന് മെയിൻസ് നടന്നു. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള മെയിൻസുകൾ നടന്നു. അതിനുശേഷം ഇതിൽ ഭൂരിഭാഗത്തിനും ഇന്റർവ്യൂ നടന്നു. അപ്പൊ ഈ ഒരു എക്സാമുകളെല്ലാം പ്രിലിംസ് ക്ലിയർ ചെയ്തു, മെയിൻസ് ക്ലിയർ ചെയ്തു, അവസാനം ഇന്റർവ്യൂ കഴിഞ്ഞ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് എത്താൻ പറ്റുന്നതാണ് ഞാൻ നിങ്ങളെ അറിയിച്ച ഒരു സന്തോഷ വാർത്ത. നിലവിൽ ഇപ്പോൾ ഒരു 12ഓളം റാങ്ക് ലിസ്റ്റുകൾ, PSC റാങ്ക് ലിസ്റ്റുകളിൽ ഇടം നേടാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ ഭൂരിഭാഗം ഡിഗ്രി ലെവൽ റാങ്ക് ലിസ്റ്റുകൾ തന്നെയാണ്. അതില് ഏറ്റവും പ്രധാനപ്പെട്ടത് ഓക്കെ, എനിക്ക് തോന്നുന്നു മൈക്ക് ഓൺ ആണ്. മൈക്ക് ഒന്ന് ഓഫ് ആക്കാം, ഞാനത് ഓഫ് ആക്കാം. ഓക്കെ, മ്യൂട്ടോ. ഓക്കെ, എനിക്ക് ഞാൻ മ്യൂട്ട് ആക്കിയിട്ടുണ്ട്. അത് ഓക്കെ, അപ്പൊ ഇത് മാത്രമാണ്. അപ്പൊ ഇതിന്റെ തൊട്ട് മുന്നേ നടന്ന, അതുകൊണ്ട് ഒരു എക്സ്റ്റേണൽ സൗണ്ട് വന്നുകൊണ്ടാണ് ഞാൻ ഇതാക്കിയത്. ഇതിന്റെ തൊട്ട് മുന്നേ മിനിഞ്ഞാന്ന് വന്ന റിസൾട്ടാണ്. നിങ്ങൾ കുറെ പേര് കണ്ടു കാണും. വേറെ നല്ല അസിസ്റ്റന്റ് ഡയറക്ടർ നാഷണൽ സേവിംഗിന്റെ റിസൾട്ട് വന്നു. അന്ന് ഇതുവരെ നടന്ന ഡിഗ്രി പരീക്ഷകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട തസ്തി അത് തന്നെയാണ്. കാരണം അസിസ്റ്റന്റ് ഡയറക്ടർ നാഷണൽ സേവിംഗ് ഏറ്റവും ഹയസ്റ്റ് പോസ്റ്റുകൾ ഒന്നാണ്. അതിനുവേണ്ടി അന്ന് പ്രിലിംസിന് അപ്ലൈ ചെയ്ത 1.5 ലക്ഷം പേര് പ്രിലിംസ് അന്ന് അതിനുവേണ്ടി തന്നെ എഴുതി. അത് മെയിൻസ് എഴുതിയതും അതേപോലെ തന്നെ ഒരു 2000-3000 പേരാണ്. ഇന്റർവ്യൂ നടന്നത് കഴിഞ്ഞ ഡിസംബറിലാണ്. 150 പേര് ഇന്റർവ്യൂവിൽ പങ്കെടുത്തു. അവസാനം ഒരു റാങ്ക് ലിസ്റ്റ് ഇട്ട് 48 പേരെ റാങ്ക് ലിസ്റ്റ് ആണ് മിനിഞ്ഞാന്ന് വന്നത്. അതില് ദൈവാനുഗ്രഹത്താൽ 23ാം റാങ്ക് നേടാൻ എനിക്ക് സാധിച്ചു. അതൊരു സന്തോഷമുള്ള അവസരമാണ്. കാരണം അത് എനിക്ക് മാത്രമല്ല, ഈ സ്ഥാപനത്തിനും എൻ്റെ കൂടെയുള്ള എല്ലാവർക്കും, പിന്നെ എൻ്റെ ക്ലാസ്സിൽ പങ്കെടുത്തവർക്കും അവർക്കും ഒരു അഭിമാനമുള്ള കാര്യമാണ്. കാരണം ഞാൻ എന്ത് പഠിച്ചോ, ഞാൻ എന്താണ് എങ്ങനെ പഠിച്ചോ ആ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ക്ലാസ്സിൽ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ ഡിഗ്രി ലെവൽ പറഞ്ഞു കഴിഞ്ഞാൽ SPCID അതിൽ 20 റാങ്ക് ആയിരുന്നു. സെക്രട്ടറി അസിസ്റ്റന്റ് 140 ആണ്. അതുപോലെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ റാങ്ക് ലിസ്റ്റിലുണ്ട്. അതുപോലെ തന്നെ മറ്റ് റാങ്ക് ലിസ്റ്റുകൾ, കുറേയധികം റാങ്ക് ലിസ്റ്റ് ഒക്കെ എല്ലാം ഞാൻ എടുത്ത് പറയുന്നില്ല. അപ്പൊ ഞാൻ ഇത്രയാ പറഞ്ഞത്. എനിക്ക് ഇത് നേടാൻ സാധിച്ചെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സാധിക്കും. കാരണം ഞാൻ അമാനുഷ്യനാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജാലവിദ്യ ഉപയോഗിച്ചല്ല ചെയ്തത്.
അപ്പൊ ഞാൻ ചെയ്ത 1-2 കാര്യങ്ങൾ ഞാൻ വ്യക്തമായിട്ട് പറയാം. നിങ്ങൾ ഡിഗ്രി പ്രിലിംസ് ഇനി 1 മാസം മുന്നിൽ നിൽക്കുകയാണ്. അല്ല ഇനി അത് നീണ്ടുപോയാൽ തന്നെ 1.5 മാസമൊക്കെ ഉണ്ടാവുമായിരിക്കും. എന്തായാലും അത്രയും മുന്നിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കേണ്ട ഒരേ ഒരു കാര്യം, ആദ്യം നിങ്ങൾ ഉപയോഗിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ട് പഠിക്കരുത്. ഓക്കെ. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും അനാവശ്യമായിട്ട് പഠിക്കരുത്. അനാവശ്യമായിട്ട് പഠിക്കരുതെന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ട് പഠിക്കരുത്. അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. മറ്റൊന്നല്ല, നിങ്ങൾ ആ മാർക്ക് നോക്കി പഠിക്കുക. അതാണ്. അത് എനിക്ക് തോന്നുന്നു അശ്വിൻ സാർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവും. ഞാൻ ഇപ്പോഴാണ് 9 മണിയായപ്പോഴാണ് കയറിയത്. അശ്വിൻ സാർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ജോഗ്രഫിയിൽ നിങ്ങൾ ഉദാഹരണം പറഞ്ഞാൽ ജോഗ്രഫിക്ക് മൊത്തത്തിൽ 5 മാർക്കേ ഉള്ളൂ. 5 മാർക്ക്. ഈ 5 മാർക്കിൽ നിങ്ങൾക്ക് ഒരു 2 മാർക്ക് കേരള ജോഗ്രഫി ഉണ്ടാവും, 2 മാർക്ക് ഇന്ത്യൻ ജോഗ്രഫി ഉണ്ടാവും, 1 മാർക്ക് മാത്രമാണ് ഫിസിക്കൽ ജോഗ്രഫി വരിക. അത് വിൻസ്, ഓഷ്യൻസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് വരിക. ഈ 1 മാർക്കിന് വേണ്ടി നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ട് അവിടെ പഠിക്കണം? അതിന്റെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഓക്കെ. അതായത് നിങ്ങൾ സിലബസിലെ മാർക്ക് അനുസരിച്ച് മാത്രമേ പഠിക്കാവുള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, അനാവശ്യമായിട്ട് പഠിക്കുക. സിലബസിലെ മാർക്ക് അനുസരിച്ച് മാത്രം പഠിക്കുക. ഇമ്പോർട്ടന്റ് ഏരിയ സാറ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ അത് കേട്ടപ്പോൾ ഞാൻ 8-9 കയറിയപ്പോൾ ഞാൻ കേട്ടായിരുന്നു. അപ്പൊ അത് അദ്ദേഹം പറയുന്നത് വളരെ, അദ്ദേഹം മാത്രമല്ല, അദ്ദേഹം ഇതുപോലെ തന്നെ വിവിധ റാങ്ക് ലിസ്റ്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റിലുള്ള വ്യക്തിയാണ്. ഇതിന്റെ മുന്നിലുള്ള SI മെയിൻസ് ക്ലിയർ ചെയ്ത വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ലെവലിൽ ക്ലാരിറ്റിയുള്ള വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് അനാവശ്യമായിട്ട് ഞാൻ അന്ന് ഇതേപോലെ തന്നെ പ്ലിംസ് കഴിഞ്ഞ് മെയിൻസിന് വേണ്ടി അധികം സമയമൊന്നുമില്ല. ഞാൻ അനാവശ്യമായിട്ടൊന്നും പഠിച്ചില്ല. വ്യക്തമായിട്ട് സിലബസ് അനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതാണ് അനാവശ്യമായിട്ടൊന്നും പഠിക്കരുത്. സിലബസ് അനുസരിച്ച് മാത്രം പഠിക്കുക. സിലബസിന് മാർക്ക് കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം. മാർക്ക് കുറഞ്ഞതിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. ഓക്കെ. അപ്പൊ ആദ്യം ഞാനത് ക്ലിയർ ആകട്ടെ. ഇനി ഇത് നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിരിക്കും. ഇനി രണ്ടാമത്തെ ഒരു കാര്യമാണ് നമ്മൾ എവിടെ നിന്ന് പഠിക്കണം എന്നുള്ളത്. എവിടെ നിന്ന് പഠിക്കണം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സിലേക്ക്, പ്രത്യേകിച്ച് PSC ലെവലിലുള്ള ഉദ്യോഗാർത്ഥികളുടെ മനസ്സിലേക്ക് വരുന്നത് റാങ്ക് ഫയലുകളായിരിക്കാം. റാങ്ക് ഫയലിനെ കുറ്റം പറയാനോ കത്തിക്കാനോ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, റാങ്ക് ഫയൽ എന്നുള്ള റെഫറൻസ് ടെക്സ്റ്റിലായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങൾക്ക് മലയാളം മനസ്സിലാകുന്നവരാണെന്നുണ്ടെങ്കിൽ, മലയാളമാണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SCERT ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിക്കാം. സിലബസ് നോക്കുക, SCERT ടെക്സ്റ്റ് ബുക്ക് എടുക്കുമ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ലോകചരിത്രം, SCERT ടെക്സ്റ്റ് ബുക്ക് ഉള്ളത് ധാരാളം മതിയാവും. കാരണം ലോകചരിത്രമൊക്കെ അത്രേ ചോദിക്കുള്ളൂ. ഓക്കെ. SCERT ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് ചോദിച്ചത്. അന്ന് ഞാൻ ഡിഗ്രി പ്രിലിംസിൽ 2ാം ലോകമഹായുദ്ധത്തെ സംബന്ധിച്ച് ഒരു യുദ്ധം ഉണ്ടായിരുന്നു. അത് ഏത് ലോക മഹായുദ്ധമായിട്ട് ബന്ധപ്പെട്ടാണ് എന്നുള്ള ചോദിച്ചത്. അതായത് ആ ഒരു പർട്ടിക്കുലർ വാർ, അത് SCERT തന്നെയാണ്. ആ ബോക്സ് ഉണ്ടായിരുന്ന ഒരു ചോദ്യമായിരുന്നു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് മലയാളം താല്പര്യപ്പെടുന്നവർ SCERT വായിച്ചു നോക്കുക. SCERT ഡിഗ്രി ലെവലിന് വേണ്ടി വായിക്കുമ്പോൾ ഹൈസ്കൂൾ ലെവലിലുള്ള കാര്യങ്ങൾ വായിച്ചാൽ മതിയാവും. ഇനി കുറച്ചുകൂടെ കടന്ന് ഒരു ഇംഗ്ലീഷ് ലെവലിൽ ഉള്ള ആളുകൾ, അതായത് കുറച്ച് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒക്കെ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടില്ലെന്നുണ്ടെങ്കിൽ NCERT വായിക്കുക. അതായത് 10-11 ക്ലാസ്സിലെ NCERT സിലബസ് അനുസരിച്ച് ധാരാളം മതിയാവും. ഓക്കെ. അതായത് ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. ഓക്കെ. സിലബസ് അനുസരിച്ച് വ്യക്തമായിട്ട് SCERT NCERT നോക്കുക. ഓക്കെ. ഇത് പുതിയ അറിവുള്ള കാര്യമല്ല. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ റിവൈസ് ചെയ്യണം. റിവിഷൻ നടത്തും. അതായത് തിങ്കൾ മുതൽ വെള്ളി വരെ പഠിച്ചു, അല്ല തിങ്കൾ മുതൽ ശനി വരെ പഠിച്ചു, ഞായറാഴ്ച നിങ്ങൾ നിർബന്ധമായിട്ട് റിവൈസ് ചെയ്യണം. ഇല്ലെങ്കിൽ ഒരു കാര്യം ഓർമ്മ ഉണ്ടാവില്ല, പുക പോലെ ഉണ്ടാവും. ഓക്കെ. എത്ര പഠിച്ചിട്ടും ഇത് എനിക്ക് അറിയാമെന്ന് നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ. ഒരു ചോദ്യം വായിച്ചു, ആ ചോദ്യം എനിക്കറിയാം, പക്ഷെ ആ ചോദ്യത്തിന് ഓപ്ഷൻ ഏതാണ് ശരിയെന്ന് എനിക്കറിയാം. ആ ഒരു പ്രശ്നം നിങ്ങളെ സംബന്ധിച്ച് എന്തായാലും വരും. അത് നിങ്ങൾ നോക്കിയോ, നിങ്ങൾ ഈ കുറെ ഘോരം പഠിച്ചു, റിവൈഷൻ ഇല്ലാണ്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇനി അടുത്ത ഈ റിവൈസ് ചെയ്യാന്നുള്ള നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. എല്ലാ ആഴ്ചയും റിവൈസ് ചെയ്യണം. എല്ലാ ആഴ്ചയും റിവൈസ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം. ഓക്കെ. പിന്നെ എക്സാമിന് ഐഡിയൽ ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ സാറിന് ഇതിൽ പറയാം, ഒരു എക്സാം 13-ാം തീയതിയാണ് എക്സാം എന്ന് വിചാരിക്കും. ഏപ്രിൽ 13 എക്സാം ഉണ്ട്. നിങ്ങൾ എന്ന് വരെ പഠിക്കും? ഏപ്രിൽ 13 എക്സാം ഉണ്ടെങ്കിൽ ഏപ്രിൽ 13-ാം തീയതി വരെ പഠിക്കുക. അങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഞാൻ ഈ റാങ്ക് ലിസ്റ്റിലുള്ള എന്റെ കൂടെ ഇപ്പൊ ഉദാഹരണം പറയാൻ എന്റെ കൂടെ ധർമ്മേഷ് സാറുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ്. ഓക്കെ. അദ്ദേഹത്തിനും 12ാം റാങ്ക്. അപ്പൊ ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട മറ്റൊരു കാര്യമാണ്, നിങ്ങൾ ഒരു കാരണവശാലും എക്സാമിന്റെ ദിവസം വരെ പഠിക്കരുത്. എക്സാമിന്റെ ദിവസം വരെ പഠിക്കരുത്. ഒരു ഉപകാരമില്ലാത്ത കാര്യം. എക്സാം ദിവസം വരെ പഠിക്കരുത്. നിങ്ങൾ പഠിക്കേണ്ടത് എക്സാമിന് 2-3 ദിവസം മുന്നേ പഠിത്തം നിർത്തണം. നിർബന്ധമായിട്ട് പുതിയ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ നിർത്തണം. പിന്നെ എന്ത് ചെയ്യണം? റിവൈസ് ചെയ്യണം. റിവിഷൻ ആണ് ഒരു പ്രധാനം. റിവിഷൻ. ഈ റിവിഷൻ, അതായത് നിങ്ങൾ ഓർത്ത് നോക്കുക, നിങ്ങൾ ഒരു മുറിയെ സങ്കല്പിക്കുക. നമ്മുടെ ബുദ്ധിശക്തി ആണ്ട് ഒരു മുറി പോലെയാണ്. നമ്മൾ മുറിയെ സങ്കല്പിച്ച കുറേ ബുക്കുകൾ അവിടെ നിങ്ങൾ പഠിക്കുന്നു, ബുക്കുകൾ വലിച്ചു വാരി ഇടുന്നു.
അതായത് കുറെ ഒരു ബുക്ക് എടുക്കുന്നു, അത് പഠിക്കുന്നു, അത് അതിന്റെ സൈഡിലേക്ക് അങ്ങനെ ഇടുന്നു, അങ്ങനെ വലിച്ചു വരിടുന്നു. റിവിഷൻ എന്ന് പറയാൻ എന്താണ്? അത് കറക്റ്റായിട്ട് അടുക്കി വെക്കുകയാണ്, അടുക്കും ചിട്ടയോടെ വെക്കുകയാണ്. പരീക്ഷയ്ക്ക് ഒരു 3 ദിവസം മുന്നേ അതൊന്ന് പഠനം നിർത്തി, കാരണം അത്രയൊക്കെ പഠിക്കാനേ പറ്റുള്ളൂ, അത്ര പഠിച്ച് പഠനം നിർത്തി റിവിഷനിലേക്ക് കിടക്കുക. കംപ്ലീറ്റ് റിവിഷൻ, പുതിയൊരു കാര്യം അവിടെ കുത്തിക്കയറ്റുന്നത്. ഇനി പെട്ടെന്ന് യൂട്യൂബിൽ നോക്കുമ്പോഴാണ് ഡിഗ്രി പ്രിലിംസ് പരീക്ഷയ്ക്ക് ഇത് പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ തോൽക്കുമെന്ന് ഉറപ്പ് എന്നൊക്കെ പറഞ്ഞ് കുറെ വീഡിയോ കാണും. അതിന്റെ പുറകെ ഒന്നും പോയി സമയം കളയരുത്. സിലബസ് നിങ്ങളുടെ കയ്യിലുണ്ട്, കണ്ടന്റ് നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം. അപ്പോൾ അത് വെച്ച് പഠിക്കുക, റിവൈസ് ചെയ്യുക. ഇത് മാത്രം ചെയ്താൽ മതിയാവും, നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. ഇനി അവസാനം നാലാമത്തെ ഒരു കാര്യം കൂടി ഞാൻ പറയണം. അപ്പൊ ഞാൻ പറഞ്ഞതാണ്, അത് ഞാൻ ഒന്ന് ക്രോഡീകരിക്കുകയാണ്. എന്ത് ചെയ്യണം? ഒന്ന്, നിങ്ങൾ സിലബസ് അനുസരിച്ചാണ്, മാർക്ക് അനുസരിച്ചാണ് അനാവശ്യമായിട്ട് പഠനം ഒഴിവാക്കുക. 2, അത് SCERT NCERT നിങ്ങളുടെ പഠനം കൂടുതൽ ഒതുക്കുക എന്നുള്ളതാണ്. 3, നിങ്ങൾ റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി നാലാമത്തെ കാര്യമാണ് സ്മാർട്ടായിട്ട് എക്സാം ക്ലാസ് റൂമിൽ പെരുമാറുന്നത്. സ്മാർട്ടായിട്ട് പെരുമാറുക. ഞാൻ ആ സ്മാർട്ടായിട്ടുള്ള പെരുമാറുന്നത്, ഞാൻ എങ്ങനെയാണ് എക്സാം എഴുതുന്നത് എന്നുള്ള കാര്യം ഞാൻ ഇവിടെ പറയാം. ഓരോരുത്തർക്കും ഓരോ ശൈലികൾ ഉണ്ടാവും. വ്യത്യസ്തമായ ശൈലികൾ പരീക്ഷിച്ച് നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടേതായ ശൈലികൾ ഉണ്ടാവും. പക്ഷെ നിങ്ങളുടെ ശൈലികൾ എക്സാമിൽ വിജയിക്കുന്നുണ്ട്, റിസൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം, തെറ്റൊന്നുമില്ല. മറ്റാരെങ്കിലും പറയുന്ന ശൈലികൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം, തെറ്റൊന്നുമില്ല. പക്ഷെ ഒരു പരാജയപ്പെട്ട ഒരു ശൈലി വീണ്ടും നിങ്ങൾ ഉപയോഗിച്ച് അതിൽ കുടുങ്ങിപ്പോകരുത്, അത് മാത്രമേ ഉള്ളൂ. ഇതിൽ ഞാൻ ഉപയോഗിക്കുന്ന ഒരു ശൈലിയാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഇത് ഇത്ര മാത്രമാണ്. ഞാൻ എക്സാം എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ നല്ല രീതിയിൽ സിലബസ് നോക്കി പഠിച്ചു, SCERT പഠിച്ചു, റിവൈസ് ചെയ്തു, ഒക്കെ ചെയ്തു. പക്ഷെ എങ്കിൽ പോലും നമുക്കിവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമുക്ക് എത്ര സമയം മാത്രമേ ഉള്ളൂ. നമുക്കുള്ള സമയം നമ്മൾ എത്ര ഒരു വർഷം പഠിച്ചാലും ശരി. ചിലരിപ്പോ ആഗ്രഹിക്കുന്ന, ഇപ്പം എന്നോട് കുറച്ച് ആളുകൾ എന്നെ വിളിച്ചു ചോദിക്കുന്നുണ്ട്, സാർ ഇതിന്റെ സമയം മാറ്റി വെക്കോ, അല്ലാതെ ഡേറ്റ് മാറ്റി വെക്കോ, പഠിക്കാനുണ്ടായിരുന്നു, 2 മാസം മാറ്റി വെച്ചാൽ നല്ലതാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആലോചിച്ച് നോക്കാൻ, നിങ്ങൾക്ക് ചിലപ്പം ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ മാറ്റി വെക്കാം. പക്ഷെ അത് പ്രതീക്ഷിച്ചിരിക്കരുത്. നമ്മൾ എത്ര പഠിച്ചാലും, എത്ര കുറഞ്ഞ പഠിച്ചാലും ശരി, നിങ്ങൾ സ്മാർട്ടായിട്ട് പഠിക്കുക. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലാണ് ഈ 75 മിനിറ്റ് 100 ചോദ്യം 100 ചോദ്യം 75 മിനിറ്റ്, 1.25 മണിക്കൂർ. നമ്മൾ ഒരു വർഷം പഠിച്ചാലും 1 മാസം പഠിച്ചാലും ഈ 1.25 മണിക്കൂർ മാത്രമേ നമുക്ക് സമയമുള്ളൂ. ഈ സമയം വളരെ സ്മാർട്ടായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ കാര്യം. ഇപ്പൊ ഇവിടെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, 2 റൗണ്ടിൽ ഈ എക്സാം എഴുതാനുള്ളതാണ്. 2 റൗണ്ടിൽ ഈ എക്സാമിന് 2 റൗണ്ട്, സെക്കൻഡ് 2 റൗണ്ട്സ് ആയിട്ട് ഞാൻ കാണും. 2 റൗണ്ടിൽ എക്സാം എഴുതും. അതങ്ങനെ 2 റൗണ്ടിൽ എക്സാം എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ 1.25 മണിക്കൂർ, അല്ലെങ്കിൽ 75 മിനിറ്റ്. 75 മിനിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ എക്സാം സാറിന് ആരംഭിക്കുന്നത് രാവിലെ ആണെന്ന് വിചാരിക്കാം. രാവിലെ ആണെന്നെങ്കിൽ 1.25 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഒരു 10 മണി മുതൽ 11:15 വരെയുള്ള സമയം. നമ്മൾ 9:30 ക്ലാസ്സിൽ അവിടെ ചെല്ലണം. 9:30 ഒരു 9 മണിയാകുമ്പോൾ ചെല്ലണം. 9:30 ഒരു ഗേറ്റ് അടയ്ക്കുന്നു. 9 മണിയാകുമ്പോൾ 9:30 പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറ്റുന്നു. നമുക്ക് എന്ത് തരുന്നു? ഹാൾ ടിക്കറ്റ്, അതായത് OMR ഷീറ്റ് ആദ്യം തരുന്നു. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, OMR ഷീറ്റ് കറക്റ്റ് ആയിട്ട് അത് ഫില്ല് ചെയ്യാനുള്ള കാര്യം നിങ്ങൾ അത് ശരിക്കും പ്രാക്ടീസ് ചെയ്യണം. പിന്നെ മിക്ക PSC ഇൻവിജിലേറ്റേഴ്സ് മാറ്റി തരത്തില്ല. എൻ്റെ ഒരു അടുത്ത സുഹൃത്തിന്, അദ്ദേഹം ഇപ്പോഴും എനിക്ക് കഷ്ടം തോന്നാറുണ്ട്. സെക്രട്ടറി അസിസ്റ്റന്റിന്റെ എക്സാം എഴുതാൻ പോയി, അദ്ദേഹം മെയിൻസ് ആണെന്ന് ഓർക്കണം, അതില് ഇത് ബബിൾ ചെയ്ത് മാറിപ്പോയി. പക്ഷെ അദ്ദേഹത്തിന് മാറ്റി കൊടുത്തില്ല. പുറത്തു വന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിന് അന്ന് ഇന്നും സെക്രട്ടറി അസിസ്റ്റന്റ് ലിസ്റ്റിൽ വരാനുള്ള എല്ലാവിധ മാർക്കുണ്ട്. പക്ഷെ കഷ്ടകാലത്തിന് അത് ഇൻവാലിഡ് ആണ്, റാങ്ക് ലിസ്റ്റ് അതേയില്ല. ഓക്കെ, അപ്പൊ ഇത് സംഭവിക്കാം. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ അത് ഓർക്കണം. സ്കെയിലൊക്കെ വെച്ച് കൊണ്ടുപോയി, സ്കെയിൽ വെച്ച് വേണമെങ്കിൽ നോക്കി അത് അടയാളപ്പെടുത്തുക. വളരെ നിർബന്ധപൂർവ്വം ആലോചിക്കേണ്ട കാര്യമാണ്. എന്തായാലും നമ്മൾ 10 മണിക്ക് പരീക്ഷ തുടങ്ങി. 10 മണിക്ക് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി. ഈ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ നിങ്ങൾ എത്ര പഠിച്ചിട്ട് പോയ ആൾക്കാരാണെങ്കിലും 100 ചോദ്യം ഉണ്ടെങ്കിൽ 100 ചോദ്യം 50 ചോദ്യം മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുള്ളൂ. 50 മാക്സിമം 50 ചോദ്യം മാക്സിമം ഉള്ള കാര്യം ഞാൻ പറയുന്നത്. 50 ചോദ്യം, അതിന്റെ മുകളിലേക്ക് നിങ്ങൾക്ക് അറിയാനുള്ള സാധ്യതയില്ല. 50 ചോദ്യം, 100 ചോദ്യത്തിൽ 50 ചോദ്യം നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം വെച്ചാൽ ഇത് എളുപ്പമുള്ള ഒരു പേപ്പറാണെന്നാണ്. 100 ചോദ്യത്തിൽ 50 ചോദ്യമൊക്കെ നിങ്ങൾക്ക് അറിയാം, ഒരിക്കലും സാധ്യതയില്ലാത്ത കാര്യമാണ്. 50 ചോദ്യം അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമുള്ള പേപ്പറാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. 10 മണിക്ക് പരീക്ഷ തുടങ്ങും. പരീക്ഷ തുടങ്ങുമ്പോൾ ആദ്യം ഒന്നാമത്തെ ചോദ്യം എടുത്തു. അതില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഓക്കെ, ഒന്നാമത്തെ ചോദ്യത്തിന് അറിയാമെന്ന് നോക്കി, എനിക്കറിയില്ല. അങ്ങനെ ഞാനത് അവിടെ ജസ്റ്റ് റൗണ്ട് ചെയ്യും, ഞാൻ വിട്ടുപോകും. രണ്ടാമത്തെ ചോദ്യം
അറിയില്ലെങ്കിൽ ഞാൻ റൗണ്ട് ചെയ്യും. ഇങ്ങനെ ചിലപ്പം നമ്മുടെ ഭാഗ്യം പോലെ അല്ലെങ്കിൽ നിർഭാഗ്യം പോലെ ചിലപ്പം ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കോഡിൽ 1 മുതൽ 10 വരെയുള്ള ചോദ്യം നമുക്ക് അറിയാത്തായിരിക്കും. കാരണം എന്താണ്, ആദ്യത്തെ 10 ചോദ്യം അറിയാത്ത വരാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ കാരണം വിഷമമുള്ള ചോദ്യങ്ങൾ ആദ്യം കയറി വരാം. ഇപ്പൊ ഡി കോഡിൽ ചിലപ്പോൾ വിഷമമുള്ള ചോദ്യം ആദ്യം കയറി, എ കോഡിൽ എളുപ്പമുള്ള ചോദ്യങ്ങളാവാം. ഇതൊക്കെ സംഭവിക്കാം. അങ്ങനെ നമ്മൾ അറിയാത്തത് ഞാൻ എന്ത് ചെയ്യുന്നത്, 10 മണി മുതൽ ഒരു 10:30 വരെയുള്ള സമയം കൊണ്ട് അരമണിക്കൂറാണ്ട് ഞാൻ ആദ്യം കാണാം. 10:30 അല്ലെ 10 മാക്സിമം ഒരു 10:35. ഈ ഒരു സമയം കൊണ്ട് ഞാൻ പെട്ടെന്ന് ഇതിലൂടെ പോകും, ക്വസ്റ്റ്യൻസിലൂടെ പോകും. അതായത് 1 മുതൽ 100 വരെയുള്ള ചോദ്യങ്ങൾ ഞാൻ കംപ്ലീറ്റ് ചെയ്യും. കംപ്ലീറ്റ് ചെയ്യും എന്ന് പറയുമ്പോൾ ഞാൻ ഒന്നാമത്തെ ചോദ്യം നോക്കി എനിക്കറിയില്ല, ഞാൻ അത് ജസ്റ്റ് റൗണ്ട് ചെയ്യും. രണ്ടാമത്തെ ചോദ്യം നോക്കി എനിക്കറിയില്ല, റൗണ്ട് ചെയ്യും. മൂന്നാമത്തെ ചോദ്യം നോക്കി എനിക്കറിയില്ല, റൗണ്ട് ചെയ്യും. ചിലപ്പോൾ അഞ്ചാമത്തെ ചോദ്യം എനിക്ക് അറിയാമെന്നായിരിക്കും. അത് കൃത്യമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ ഇതെനിക്കറിയാം. അഞ്ചാമത്തെ ചോദ്യം ഞാൻ പഠിച്ചതാണ്. നമ്മളിതെല്ലാം പഠിച്ചിട്ട് പോകുന്നല്ലേ. STAT പഠിച്ചാൽ നമുക്ക് കുറച്ച് ചോദ്യം എന്തായാലും അറിയാമല്ലോ. അഞ്ചാമത്തെ ഞാൻ മാർക്ക് ചെയ്തു, ബബിൾ ചെയ്തു. ആറാമത്തെ ഞാൻ ചെയ്തു. ആറാമത്തെ ഞാൻ നോക്കി എനിക്കറിയാം, മാർക്ക് ചെയ്തു. അങ്ങനെ അറിയാവുന്ന മാത്രം മാർക്ക് ചെയ്യാൻ 100-ലെത്തി. അപ്പൊ അങ്ങനെ ഇത് ഒരു ചോദ്യം വായിച്ചു നോക്കാൻ വേണ്ടി ഉള്ള സമയം കൂടിയാണ് നമുക്കൊരു 35 മിനിറ്റ് ഞാൻ പറഞ്ഞത്. ആദ്യത്തെ 35 മാക്സിമം 40 മിനിറ്റ്, അതിന്റെ അപ്പുറത്തേക്കൊന്നും പോരുത്. അതായത് ഫസ്റ്റ് റൗണ്ട് ഞാൻ ഈ ചോദ്യപേപ്പറിൽ ചെയ്യുന്നത് 2 റൗണ്ടായിട്ട് തിരിക്കും. ഇത് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡുകളൊന്നാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് ആദ്യത്തെ 35 മിനിറ്റ്. 35 മിനിറ്റിൽ ഞാൻ അറിയാവുന്ന മാത്രം ചെയ്യും. അറിയാവുന്നതെന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് വായിച്ചു നോക്കി എനിക്കറിയാവുന്ന മാത്രം. അതോടുകൂടി എനിക്ക് 1 മുതൽ 100 വരെയുള്ള ചോദ്യങ്ങളോട് പോകുമ്പോൾ അറിയാവുന്ന മാത്രം ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ചോദ്യപേപ്പറിൽ ഒരു പൾസ് പിടികിട്ടും. ഓക്കെ, ഇത് വിഷമമുള്ളൊരു പേപ്പറാണ്, അല്ലെങ്കിൽ ഇത് എളുപ്പമുള്ള പേപ്പറാണ്. അതെങ്ങനെ പിടികിട്ടും? അതൊന്ന് എനിക്കിപ്പോ ആ ഒരു OMR ഷീറ്റിലേക്ക് നോക്കിയാൽ മതി. OMR ഷീറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഒരു 50 എണ്ണം അല്ലെങ്കിൽ ജസ്റ്റ് ഒരു 30ന്റെ മുകളിൽ ഒരു 40-50 എണ്ണം ഉണ്ടെങ്കിൽ എനിക്ക് അറിയാവുന്നുണ്ടെങ്കിൽ അത് എളുപ്പമുള്ള പേപ്പറാണ്. ഓക്കെ, നമ്മളെല്ലാവരും ഒരേ വിവരവും ബുദ്ധിയുള്ളവരാണ്. അപ്പൊ ഞാൻ സിലബസ് അനുസരിച്ച് SCRT പഠിച്ചിട്ട് പോയി. അതിൽ നിന്ന് വന്ന ചോദ്യങ്ങൾ കുറച്ചധികം ഉണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരു 40-50 എണ്ണം ഉണ്ട്, എനിക്ക് തന്നെ അറിയാം. അതിനർത്ഥം ചെയ്ത് എളുപ്പമുള്ള പേപ്പറാണ്. പക്ഷെ നമ്മളൊരു ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ചെയ്ത് നോക്കി ആകെ നമുക്കറിയാവുന്ന 25-30 ചോദ്യങ്ങൾ, ബാക്കിയെല്ലാം കട്ടി ചോദ്യങ്ങളാണ്. അതിനർത്ഥം അതിനർത്ഥം അതെന്താണ്, ടഫ് പേപ്പറാണ്. അപ്പൊ ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ എന്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ, അറിയാവുന്നത് മാത്രമേ എഴുതുന്നുള്ളൂ. ഓക്കെ, അറിയാവുന്നത് മാത്രമേ എഴുതുന്നുള്ളൂ. ഈ അറിയാവുന്ന മാത്രം എഴുതി കഴിയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? ഒന്ന് ഈ പേപ്പറിന്റെ ടഫ്നെസ്, ടഫ് ആണോ അതുപോലെ തന്നെ ഇത് ഈസി ആണോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. ടഫ് ഓർ ഈസി എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ആണ് സെക്കൻഡ് റൗണ്ടിലേക്ക് വരുമ്പോൾ നമ്മൾ അത് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ടഫ് അല്ലെങ്കിൽ ഈസി ആണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കണം? ഈസി പേപ്പർ ആണ് കട്ട് ഓഫ് എന്ത് ചെയ്യും, ഉയരും. ഈസി പേപ്പറാണ് കട്ട് ഓഫ് ഉയരും. സ്വാഭാവികമാണ്. എളുപ്പമുള്ള പേപ്പറാണ്, നിങ്ങൾക്കറിയാം, നിങ്ങൾ അമ്പാടും ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബാക്കി നിങ്ങളുടെ കൂടെയുള്ള SCRT പഠിച്ച എല്ലാവരും വരുന്നുണ്ട്, അവരും ചെയ്യും 50 എണ്ണം. അപ്പം സ്വാഭാവികമായിട്ട് അമ്പാടും ചെയ്യേണ്ട അവരെല്ലാവരും കുറച്ച് കയറ്റി ചെയ്യും, കട്ട് ഓഫ് കൂടും. സ്വാഭാവികമായ കാര്യമാണ്. ടഫ് ആയിട്ടുള്ള പേപ്പറാണ് എന്ത് ചെയ്യും, കട്ട് ഓഫ് കുറയും. അല്ലെ, അങ്ങനെയല്ലേ? കട്ട് ഓഫിന്റെ കാര്യം അങ്ങനെയല്ലേ? അതായത് 55 മാർക്ക് ഫിക്സ്ഡ് അല്ലല്ലോ. ഏറ്റവും ഇപ്പൊ കേരള PSC എടുക്കുന്ന ഏത് മത്സര പരീക്ഷ ആണെങ്കിലും ആദ്യം വരുന്ന കുറച്ച് പേരാണ് എടുക്കുക. ആദ്യം വരുന്ന കുറച്ച് പേര് പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ അവർ കുറച്ച് പേരിൽ ആദ്യം വരുന്ന ഇത്ര പേര്, ആദ്യം വരുന്ന 5000 പേര്, അങ്ങനെയായിരിക്കും. 5000 വരുന്നവന്റെ മാർക്ക് കട്ട് ഓഫ് ആയിട്ട് വരും. അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ 2ാം റൗണ്ടിലേക്ക് പോകണം. 2ാം റൗണ്ടിൽ ഇവിടെ നിങ്ങൾ എത്ര എണ്ണം ചെയ്തിട്ടുണ്ടാവും? ഫസ്റ്റ് റൗണ്ടിൽ എത്ര എണ്ണം ചെയ്തിട്ടുള്ളൂ? 50 എണ്ണേ ചെയ്തിട്ടുള്ളൂ എന്ന് കൂട്ടുക. 50 എണ്ണേ ചെയ്തുള്ളൂ. അങ്ങനെ 50 എണ്ണം ചെയ്യാനൊക്കെ അതായത് 50 എണ്ണം അറിയാന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ ചുരുങ്ങിയ പരീക്ഷകളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. എങ്കിൽ നിങ്ങൾ അങ്ങനെ വിചാരിക്കുക, 50 എണ്ണം ചെയ്യുമെന്ന് വിചാരിക്കുക. ഈ 50 എണ്ണം മാത്രം, പലരും ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, അറിയാവുന്ന മാത്രമേ ചെയ്യാവുള്ളൂ, അറിയാവുന്ന മാത്രം ചെയ്തില്ലെങ്കിൽ പറഞ്ഞ നെഗറ്റീവ് ചെയ്യണം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ 50 എണ്ണം നിങ്ങൾ വേണ്ട. ഞാൻ ഈ പറയുന്നത് സത്യമാണെന്ന് അറിയാൻ വേണ്ടി 2021-ലും 2022-ലും 2023-ലും 3 ഡിഗ്രി പ്രിലിംസ് ഇപ്പൊ നടന്നിട്ടുണ്ട്. നിങ്ങൾ ചോദ്യപേപ്പർ എടുത്ത് ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞാൽ പഠിച്ചിട്ട് എത്ര മാർക്ക് കിട്ടുന്നുണ്ട്, എത്ര എണ്ണം നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന നിങ്ങൾ നോക്കുക. 50 എണ്ണത്തിന് മുകളിലൊന്നും ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല. ഇനി അങ്ങനെ 50 എണ്ണം മാത്രം ചെയ്തു കഴിഞ്ഞാൽ എന്നെങ്കിലും ഈ പരീക്ഷ ക്ലിയർ ആകും? ഇല്ല. 50 എണ്ണം വെച്ചിട്ട് ഒരു കട്ട് ഓഫും. കാരണം ഈ 50 എണ്ണം ചെയ്താൽ തന്നെ നമ്മളാണ് 50 എണ്ണം ശരിയാണെന്ന് വിചാരിക്കുന്നത്. ഒരു 10 എണ്ണം നെഗറ്റീവും കൂടെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ 40-ന്റെ താഴെ പോയി മാർക്ക് കിട്ടും. ഇത് ക്ലിയർ ആവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിനാണ് നമ്മൾ 2ാം റൗണ്ടിലേക്ക് വരുന്നത്. 2ാം റൗണ്ടിൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യണം. 2ാം റൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 റൗണ്ട് ഇവിടെ എടുക്കാവുള്ളൂ. നമുക്ക് 3ാം റൗണ്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വേണമെങ്കിൽ ചെയ്യാം അവസാനത്തെ ഒരു 5 മിനിറ്റ്. അത് വളരെ റിസ്കി കാര്യമാണ്. അപ്പൊ ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ അറിയാവുന്ന മാത്രം ചെയ്തു. 2ാം റൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യണം?
ഇവിടെയാണ് നമ്മൾ ഇന്റലിജന്റ് എലിമിനേഷൻ ടെക്നിക്കുകൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഇന്റലിജന്റ് ഓപ്ഷൻ എലിമിനേഷൻ ടെക്നിക്കുകൾ. അതല്ലെന്നുണ്ടെങ്കിൽ ലോജിക്കൽ സോൾവിങ്, ഈ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഇവിടാണ് അതിന്റെ പ്രസക്തി. അതെന്തെന്ന് ഞാൻ പറയാം. നിങ്ങൾ രണ്ടാം റൗണ്ടിൽ വീണ്ടും നമ്മൾ എവിടെ നിന്ന് തുടങ്ങും? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നാമത്തെ ചോദ്യം ഞാൻ വായിച്ചു നോക്കി, അവിടെ റൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ ചോദ്യം ഞാൻ വായിച്ചു നോക്കി, മൂന്നാമത്തെ ചോദ്യം ഞാൻ വായിച്ചു നോക്കി, എനിക്ക് മനസ്സിലായിട്ടില്ല, ഞാൻ റൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ എനിക്ക് അറിയാത്തത് കൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോയത്, കാരണം എനിക്ക് കൺഫ്യൂഷൻ ആയിരുന്നു. പക്ഷെ അവിടെ നിങ്ങൾ നോക്കുമ്പോൾ A, B, C, D. ഓക്കെ, ഇവിടെ അറിയാവുന്ന ഉദ്ദേശിച്ചതാണ്. ഞാൻ ചോദ്യം വായിച്ചു, ചോദ്യം നോക്കുമ്പോൾ എനിക്ക് അതിൽ C ആണ് ഓപ്ഷൻ എന്ന് അറിയാം എന്നുണ്ടെങ്കിൽ അതാണ് എനിക്ക് അറിയാവുന്ന ചോദ്യം. പക്ഷേ എപ്പോഴും നമ്മൾ അറിയാവുന്നത് മാത്രം വെച്ച് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ നിർബന്ധമില്ല. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ സെറ്റിംഗ് പാറ്റേണെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുക. ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുന്ന പാറ്റേൺ, ക്വസ്റ്റ്യൻ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്? ഒരു ക്വസ്റ്റ്യൻ PSC ആണ്, ഏത് മത്സര പരീക്ഷയാണെങ്കിലും ക്വസ്റ്റ്യൻ എങ്ങനെ സെറ്റ് ചെയ്യുന്നു? ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു പ്രൊഫസർ ആവാം, ടീച്ചർ ആവാം, പ്രൊഫസർ ആവാം, ആരെങ്കിലും ആട്ടെ, അവരുടെ അടുത്തേക്ക് കേരള PSC സിലബസ് അയക്കുന്നു. സാറേ ഈ ചോദ്യം സെറ്റ് ചെയ്യണം. അങ്ങനെ സിലബസ് അയക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് എവിടുന്നെങ്കിലും എടുത്തൊരു ചോദ്യം ഇടാൻ പറ്റില്ല. സിലബസ് അയച്ചിട്ട് ആ സിലബസ് അടിസ്ഥാനത്തിൽ ഒരു വ്യക്തമായിട്ടുള്ള ടെക്സ്റ്റിൽ നിന്ന് വേണം ആ ചോദ്യം ഉണ്ടാക്കാൻ. വ്യക്തമായിട്ടുള്ള ടെക്സ്റ്റിൽ എന്ന് പറയുമ്പോൾ എന്നാ പിന്നെ ഏതെങ്കിലും ഗൈഡ് എടുത്ത് വാങ്ങിക്കാം എന്ന് അത് ഉദ്ദേശിക്കില്ല. വ്യക്തമായിട്ടുള്ള ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് പ്രസിദ്ധീകരണമായിരിക്കണം. അത് NCERT ആയിരിക്കാം, SCERT ആയിരിക്കാം, അതല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകളായിരിക്കാം. അവിടെ നിന്ന് മാത്രമേ ഡാറ്റ എടുക്കാൻ പാടുള്ളൂ. കാരണം അതും കൂടെ ഇങ്ങോട്ട് കോട്ട് ചെയ്ത് കൊടുക്കണം, കേരള PSCയിലേക്ക് കോട്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെയെങ്കിൽ അങ്ങനെ നമ്മൾ നോക്കുകയാണ്, അദ്ദേഹം എക്കണോമിക്സിന്റെ ഒരു പ്രൊഫസറാണ്. അദ്ദേഹം ചോദ്യം ഉണ്ടാക്കാൻ വേണ്ടി അവർ NCERT ടെക്സ്റ്റ് ബുക്ക് എടുത്തു, അതിൽ നിന്ന് ഒരു ചോദ്യം ഉണ്ടാക്കി. ചോദ്യം അവിടെ എങ്ങനെ അദ്ദേഹം എഴുതി. ഈ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന് ഒരു ശരി ഉത്തരമുണ്ട്. ശരി ഉത്തരം എന്നുള്ളത് അദ്ദേഹം വിചാരിച്ചു, ഓക്കെ ശരി ഉത്തരം എന്നുള്ളത് അദ്ദേഹം ഓൾറെഡി ഉണ്ട്. ആ ശരി ഉത്തരം എന്നുള്ളത് B എന്നുള്ളതും അദ്ദേഹത്തിന് ആ ബുക്കിൽ നിന്ന് തന്നെ കിട്ടി, ഉത്തരം കിട്ടി. പക്ഷെ ഈ ചോദ്യകർത്താവിന്റെ സൃഷ്ടിയാണ് ബാക്കിയുള്ള 3 ഓപ്ഷൻ, അല്ലെ? ബാക്കിയുള്ള 3 ഓപ്ഷൻ ചോദ്യകർത്താവിന്റെ സൃഷ്ടിയാണ്. ഈ ചോദ്യം എന്റെ ഉത്തരം ചോദ്യകർത്താവിന്റെ സൃഷ്ടിയല്ല. അത് ഏതെങ്കിലും അക്കാഡമിക് ടെക്സ്റ്റുകളിൽ നിന്ന് അത് എടുത്തായിരിക്കണം, അല്ലെങ്കിൽ അത് വ്യക്തമായിട്ടുള്ള പ്രസിദ്ധീകരണം നിന്ന് എടുത്തായിരിക്കണം. കറണ്ട് അഫയേഴ്സ് ആണെങ്കിൽ പോലും വ്യക്തമായിട്ടുള്ള ഇതിൽ നിന്ന് എടുത്തായിരിക്കണം. അല്ലാതെ ആ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആകും. അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആകുന്നത്. ഓക്കെ, അപ്പൊ അതായത് ഈ ചോദ്യകർത്താവിന്റെ സൃഷ്ടിയാണ് ഇത് ACD എന്നുള്ള തെറ്റായ 3 ഓപ്ഷൻസ്. ഇങ്ങനെയുള്ള ഓപ്ഷൻസ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം ആലോചിക്കും, ഓക്കെ ഇത് യവന്മാരെങ്ങനെയും കുഴക്കണം. പണ്ടുള്ള ചോദ്യങ്ങളാണെങ്കിൽ ഈ ഒരു 2021 ഡിഗ്രി പ്രിലിംസിന് മുന്നുള്ള ചോദ്യങ്ങളാണെങ്കിൽ 1947 എന്നുള്ള ഒരു ഡേറ്റ് ഉണ്ടെങ്കിൽ ജൂൺ 17 എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ഉത്തരമെങ്കിൽ വീണ്ടും എന്താണ് ജൂൺ 18, 19 എന്ന് പറഞ്ഞ് മാറ്റിയിടും. പക്ഷെ ഇപ്പൊ അത് നടക്കത്തില്ല. ഇപ്പൊ അത് സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ അവിടെ നമുക്ക് 2 രീതിയിൽ ലോജിക്കൽ ഇൻവേഷൻ ഉപയോഗിക്കാം. ഇവിടെ ACD എന്നുള്ളത് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പൊ അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം ആദ്യം അത് നല്ല ഷാർപ്പായിട്ട് തന്നെ തെറ്റായിട്ടുള്ള 3 ഓപ്ഷൻസ് ഇടും. പക്ഷെ കുറച്ചങ്ങോട്ടേക്ക് പോയി കഴിയുമ്പോൾ ഈ ലാക്സിറ്റി, അതായത് അദ്ദേഹത്തിന്റെ ആ ഒരു ഏത് മനുഷ്യ ഇതാണെങ്കിലും ഉണ്ടാവും, കുറെ ലൂപ്പ് ഹോൾസ് അതിലേക്ക് ഇടാൻ തുടങ്ങും. അതായത് അദ്ദേഹം ഉണ്ടാക്കുന്ന ആ ഒരു തെറ്റായ 3 ഓപ്ഷൻസ് ഉണ്ടാവും. ആ തെറ്റായ 3 ഓപ്ഷൻസ് നമ്മൾ കണ്ടാൽ മനസ്സിലാവും ഇത് തെറ്റാണ്. അതായത് നമുക്ക് ഒരു കുറ്റാന്വേഷണന്റെ മനസ്ഥിതിയോട് നമ്മൾ പോയാൽ മതി. കുറ്റാന്വേഷണ മനസ്ഥിതിയോട് അതായത് നമ്മൾ അതെങ്ങനെ നമുക്ക് ആർജിക്ക് എടുക്കാന്ന് പറഞ്ഞാൽ PSCയുടെ ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയാൽ മാത്രം മതി. ഒരു കുറ്റാന്വേഷണ ചിന്താഗതിയോടുകൂടി നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇയാൾ ഇത് കള്ളം പറയാണ് എന്ന് കറക്റ്റ് ആയിട്ട് ആ ക്വസ്റ്റ്യന്റെ ആ ഒരു വേർഡ് വെച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഉദാഹരണം പറഞ്ഞാൽ, ഞാനിപ്പോ ഒരു കാര്യം പറയാണ്, ഒരു കാര്യം പറയുന്നത് നുണയാണെന്നുണ്ടെങ്കിൽ അതിനെ സ്ഥാപിക്കാൻ വേണ്ടി ഞാൻ കുറേയധികം എക്സ്പ്ലെയിൻ ചെയ്യും, ഇല്ലേ? നിങ്ങൾ ആലോചിച്ചൊക്കെ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളൊരു സത്യമല്ലാത്ത ഒരു കാര്യം നിങ്ങൾ വീട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്യാണ്. അപ്പൊ അത് സത്യമാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഇതേപോലെ തന്നെ ഒരു എക്സാമിനർ അദ്ദേഹം ഒരു തെറ്റായ ഓപ്ഷൻ ഇട്ടു, അത് സത്യമാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഞാൻ കുറേയധികം കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പൊ അതായത് വലിയ സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് വലിയ സ്റ്റേറ്റ്മെന്റ്സ് അതുണ്ടെങ്കിൽ, വലിയ സ്റ്റേറ്റ്മെന്റ്സ് ആണ് നിങ്ങൾ അതിൽ കാണുന്നതെങ്കിൽ അത് ഭൂരിഭാഗം തെറ്റായിരിക്കും. ഓക്കെ, നിങ്ങൾ ആദ്യം ഇത് പറയുന്നത് നിങ്ങൾക്ക് അത്ഭുതമായിട്ടും തോന്നുക, പക്ഷെ നിങ്ങൾ ഇത് എടുത്ത് ചെയ്തു പോകുന്നത് പ്രാക്ടീസ് കൂടി മാത്രമേ കിട്ടുള്ളൂ. അത് സ്വാഭാവികമായിട്ട് അത് തെറ്റ് തന്നെയായിരിക്കും. രണ്ടാമത്തത് എക്സ്ട്രീം ആയിട്ടുള്ള കാര്യങ്ങൾ. എക്സ്ട്രീം എന്ന് പറയുമ്പോൾ എന്താണ്? ദിസ് ഈസ് ഫൗണ്ട് ഒൺലി ഇൻ കേരള. അങ്ങനെ കേരളത്തിൽ മാത്രമായിട്ട് കാണപ്പെടുന്ന വളരെ ചുരുക്കം കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ അത് ഉദാഹരണം പറഞ്ഞാൽ അന്നത്തെ ഒരു ഡിഗ്രി പ്രിലിംസിൽ വന്ന ചോദ്യം എന്റെ ഇപ്പൊ ഓർമ്മ വരുന്നത്, നീലഗിരി ലയൺ ടെയിൽ മക്കാക്കു ഈസ് ഫൗണ്ട് ഒൺലി ഇൻ കേരള.
അതായത് സിംഹവാലൻ കുരങ്ങ് കേരളത്തിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. ഈ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. സിംഹവാലൻ കുരങ്ങ് കേരളത്തിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. അത് നമ്മള് ഇനി കാരണം നമുക്കറിയാം സിംഹവാലൻ കുരങ്ങ് എന്നുള്ളത് പാലക്കാട് സൈലന്റ് വാലി നാഷണൽ പാർക്കിലാണ് കാണപ്പെടുന്നത്. അപ്പൊ നമ്മളോട് എന്താ ഈ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? സിംഹവാലൻ കുരങ്ങ് കേരളത്തിൽ മാത്രമേ കാണപ്പെടൂ. നിങ്ങൾ ലോജിക്കലായിട്ട് ചിന്തിച്ചു നോക്കുക. ഈ പാലക്കാട് സൈലന്റ് വാലി എന്ന് പറയുന്ന ഒരു സ്ഥലം ഏതാണ്? അട്ടപ്പാടി ഒരു ഏരിയയിലാണ്. അത് പാലക്കാട് തൊട്ടപ്പുറത്ത് തമിഴ്നാടുണ്ട്. അപ്പൊ സിംഹവാലൻ കുരങ്ങിന് കേരളത്തിൽ മാത്രമായിട്ടൊരു ജീവന് സാധ്യമാണോ? കാരണം ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഫോറസ്റ്റുകളാണ്. നീലഗിരി ബയോസ്ഫിയർ റിസർവ്, നീലഗിരി ആവാസ വ്യവസ്ഥയുടെ ഭാഗമായിട്ട് ഇവിടെ നിന്ന് അട്ടപ്പാടി മുതൽ അപ്പുറത്തേക്ക് ഊട്ടി, കൊടൈക്കനാൽ, ഊട്ടി സൈഡിലേക്കും കോയമ്പത്തൂർ സൈഡിലേക്കൊക്കെ വനങ്ങൾ അങ്ങനെ കിടക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ ബുദ്ധി തന്നെ, അതായത് നമ്മൾ ലോജിക്കായിട്ട് കുറച്ച് ഉപയോഗിച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ബേലൂർ മഗ്ന എന്നുള്ളൊരു ആന വയനാട്ടിലൊരു കർഷകനെ കൊന്നു. പക്ഷെ അത് ഏതാണ്? അവിടെ കർണാടകയിലാണ്. കാരണം വനങ്ങൾ അതേപോലെ കിടക്കാണ്. അതേപോലെ തന്നെ ഈ അരിക്കൊമ്പൻ ഇതേപോലെ തന്നെയാണ്. അതായത് കേരളത്തിൽ മാത്രമായിട്ട് സിംഹവാലൻ കുരങ്ങ് എന്നുള്ളത് തെറ്റായ ഒരു പ്രസ്താവനയാണ്. തെറ്റായ ഒരു പ്രസ്താവന. ഒൺലി ഫൗണ്ട് ഇൻ കേരള. അത് തീർച്ചയായിട്ടും നമുക്കത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് രണ്ടാമത്തെ ഒരു കാര്യം. എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ അവോയ്ഡ് ചെയ്യാന്നുള്ളത്. അത് തെറ്റാണെന്ന് സ്ഥാപിക്കാറുണ്ട്. ഇത് നമ്മൾ പ്രാക്ടീസിലൂടെ വരും. മൂന്നാമത്തെ ഒരു കാര്യമാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇങ്ങനെയുള്ള സംഖ്യകൾ ഉണ്ടെങ്കിൽ, അതായത് 1,20,000 രൂപയാണ് ഇന്ന ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഖ്യയാണ് ഒരു സ്വാഭാവികമായിട്ടും 90% അത് തെറ്റായിരിക്കും. ഓക്കെ, ഇത് നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ട് മാത്രമേ പോകാവുള്ളൂ. ഇത് കൂടാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ 1 and 2, 2 and 3 ഇപ്പൊ ഇവിടെ ആയിരിക്കുക 2, 3 എന്നുള്ളതാണ് അടുത്ത ഓപ്ഷൻ ആയിരിക്കുക. അല്ലെങ്കിൽ 1, 2, 3 എന്നായിരിക്കുക. ഇതിൽ നമുക്കറിയാം സെക്കൻഡ് ഓപ്ഷൻ തെറ്റാണ്. അപ്പൊ അതുപോലെ 1 only എന്നുള്ളതും കൂടി ആയിരിക്കും. 1 only, 1 and 3 only. 4 ഓപ്ഷൻ ആണല്ലോ. 4 ഓപ്ഷന്റെ 1 and 3 only. ഇതിൽ സെക്കൻഡ് ഓപ്ഷൻ തെറ്റാണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ബാക്കിയുള്ളത് നിങ്ങൾക്ക് വായിച്ചു നോക്കുക പോലും വേണ്ട. നിങ്ങളുടെ കുറെ അധികം ചോദ്യങ്ങളുണ്ട്. സെക്കൻഡ് ഇത് തെറ്റി, ഇവിടെയും സെക്കൻഡ്, ഇവിടെയും തെറ്റ്, ഇവിടെയും തെറ്റ്. അപ്പൊ ആൻസർ എന്തായിരിക്കും? ഇതായിരിക്കും. അപ്പൊ അതായത് ആ രീതിയിൽ നിങ്ങൾക്ക് ലോജിക്കലി കാര്യങ്ങൾ എലിമിനേറ്റ് ചെയ്ത് ആൻസറിലേക്ക് എത്താം. ഓക്കെ, അപ്പൊ ഇതാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പൊ ഇത് നമ്മൾ എവിടെ ചെയ്യണം? ഈ രണ്ടാമത്തെ റൗണ്ടിൽ ചെയ്യണം. ഈ രണ്ടാമത്തെ റൗണ്ടിൽ അങ്ങനെ നമ്മൾ ഓൾറെഡി എത്ര ചെയ്തിട്ടുണ്ട്? ഒരു 40-50 എണ്ണം ചെയ്തിട്ടുണ്ട്. 50 എണ്ണം ചെയ്തിട്ടുണ്ട്. 50 എണ്ണം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു 40ന്റെ മുകളിൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ അങ്ങനെ എത്ര എണ്ണം ഇവിടെ അധികം ചെയ്യണം? ഒരു 35 എണ്ണമെങ്കിലും ഇതേപോലെ ചെയ്യണം. ഇല്ലെങ്കിൽ റിസ്ക് ആണ്. കാരണം എന്താണ്? ഈ റിസ്ക് നിങ്ങൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ പരീക്ഷ ക്ലിയർ ആയി. പരീക്ഷയെ റിസ്ക് ആണ്, ജീവിതമേ റിസ്ക് ആണ്. അപ്പൊ അതുകൊണ്ട് റിസ്ക് എടുക്കാതെ ഡിഗ്രി ലെവൽ എക്സാംസ് ഞാൻ പറയുന്നില്ല, ഡിഗ്രി ലെവൽ എക്സാംസ് ക്ലിയർ ചെയ്യാം എന്ന് നിങ്ങൾ വിചാരിക്കും. റിസ്ക് എടുക്കണം. അതായത് റിസ്ക് എടുത്താൽ പിന്നെ 100 ചോദ്യം ചെയ്യാന്നുള്ളതല്ല. പേപ്പർ എളുപ്പമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ചെയ്യാം. പേപ്പർ എളുപ്പമാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് പേപ്പർ എളുപ്പമാണെങ്കിൽ നമ്മൾ കൂടി ചെയ്യണം. കാരണം കട്ട് ഓഫ് കൂടും. പേപ്പർ എളുപ്പമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 90-95 എണ്ണം ചെയ്യണം. 90-95 എണ്ണം. പേപ്പർ വിഷമാണെന്നുണ്ടെങ്കിൽ 80-85 എണ്ണം ചെയ്താൽ മതി. കാരണം കട്ട് ഓഫ് അത്രേ വരുള്ളൂ. അപ്പൊ ഇവിടെ എത്രയാണ്? ഇവിടെ ഒരു 40 എണ്ണം ചെയ്തു. ഇപ്പൊ 40-50 ചെയ്തു. 40 പ്ലസ് 35 അല്ലെ, 50 പ്ലസ് 35 85 എണ്ണം. രണ്ടാം റൗണ്ടിൽ 85 എണ്ണം. ഈ രണ്ടാം റൗണ്ട് നമ്മൾ എവിടെ അവസാനിപ്പിക്കണം? നമ്മളൊരു 11:15 10 മണിക്ക് തുടങ്ങി 11:15 പരീക്ഷ. 11:10 ഒക്കെ ആകുമ്പോഴത്തേക്ക്, അത് ലാസ്റ്റ് വാണിംഗ് ബെല്ല് വരും. അപ്പോഴത്തേക്കും നമ്മൾ ഈ രണ്ടാം റൗണ്ട് അവസാനിപ്പിച്ചിട്ടുണ്ടാകും. ഓക്കെ, അതായത് ഇതിന് സ്പീഡ് നന്നായിട്ട് വേണമെന്നുള്ളതാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം ഞാൻ വീണ്ടും പറയാണ്. മാത്സ് ഇവിടെ 20 മാർക്ക്, 10 മാർക്ക് മാത്സും 10 മാർക്ക് മെന്റലബിലിറ്റി ഉണ്ട് എന്ന് വിചാരിച്ച് മാത്സിലേക്ക് കുറെ സമയം ഇരിക്കരുത്. ഡിഗ്രി ലെവൽ പേപ്പേഴ്സ് എടുത്തു നോക്കി കഴിഞ്ഞാൽ മാത്സ് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ലെവൽ. നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അത് വിട്ട് മുന്നോട്ട് പോകുക. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഇറങ്ങി കഴിയുമ്പോൾ സമയം കിട്ടില്ല. മാത്സിൽ അത് ഞാൻ ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഞാൻ പഠിച്ചിട്ട് പോയാണ്. പക്ഷെ പ്രോബ്ലം വന്നത് ഒരു മൂന്ന് അതായത് ടൈം ആൻഡ് വർക്ക് ആണെങ്കിൽ, ഇപ്പൊ നമ്മൾ പഠിച്ചിട്ട് 3 ആളുകൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതായിരിക്കാം. അല്ലെങ്കിൽ അതിന്റെ ഇടയ്ക്ക് ഒരാൾ എൻ്റർ ചെയ്യുന്നു, ഒരാൾ എക്സിറ്റ് ചെയ്യുന്നു, നിങ്ങളെ കുറേ പ്രോബ്ലംസ് ഉണ്ട്. ഇതിൽ 3 ആൾ എൻ്റർ ചെയ്യുന്നു, അതുപോലെ തന്നെ 3 ആൾ എക്സിറ്റ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാം. സമയമെടുത്ത് ചിലപ്പോൾ ഉത്തരം കിട്ടും. പക്ഷെ മാത്സിന്റെ ഒരു ചോദ്യം 3 മിനിറ്റ് എടുത്ത് ചെയ്താൽ, അല്ലെങ്കിൽ 5 മിനിറ്റ് എടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരേ ഒരു മാർക്കാണ്. അതേസമയം നിങ്ങൾ അപ്പുറത്ത് മലയാളത്തിന്റെ ഒരു 4 ചോദ്യം ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന 4 മാർക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മാത്സിന്റെ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കണം.
ഓക്കെ. ഈ രണ്ടാമത്തെ കാര്യം, മാത്സിലെ പ്രധാന പ്രശ്നങ്ങളൊന്നാണ് അതിലെ ക്വസ്റ്റ്യനിൽ കുറേയധികം ക്യാൻസലേഷൻ വരും, അതായത് ഒരു ഡിലീഷൻ വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ വെറുതെ മണ്ടന്മാരായി തരും. കഴിഞ്ഞ യൂണിവേഴ്സിറ്റി പ്രിലിംസിലാണെങ്കിലും അതിലെ ആളുകള് പറ്റിയതാണ്. അവർ വലിയ കാര്യമായിട്ട് ആ ചോദ്യം ചെയ്ത് 10 മിനിറ്റ് ഒക്കെ അതെടുത്ത് ചെയ്തു. അവസാനം ആ ഉത്തരം അതിൻ്റെ അകത്തില്ല. അവസാനം PSC അത് ക്യാൻസൽ ചെയ്തു. അപ്പൊ അതിൽ മൂലം സമയം കളഞ്ഞവരോടും മണ്ടന്മാരായി. പരാതി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ ഞാൻ ഈ 2 റൗണ്ടിനെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, ഒന്നാമത്തെ റൗണ്ട് എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഫസ്റ്റ് റൗണ്ട് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഈ സെക്കൻഡ് റൗണ്ട് ഞാൻ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് ഒരു തേർഡ് റൗണ്ട് ഉണ്ട്. തേർഡ് റൗണ്ട് എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് ആണുള്ളത്. അതിൽ നിങ്ങൾക്ക് വളരെ ഗട്സ് തോന്നുന്ന, നിങ്ങൾക്ക് ഒരു ഇന്നർ ഫീലിംഗ് ഉണ്ടാവും. ഈ 5 മിനിറ്റിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന 5 മിനിറ്റ് അവസാനത്തെ 5 മിനിറ്റ് ആണ്. 5 മിനിറ്റിൽ നിങ്ങൾക്ക് ഒരു മാക്സിമം ഒരു 10 ചോദ്യം ചെയ്യാം. 10 ചോദ്യം അധികം പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഇന്നർ ഗട്സ് ഉണ്ടാവും. ഇത് ശരിയാണെന്നുള്ള ഇന്നർ ഗട്സ്. ആ ഇന്നർ ഗട്സ് വരുന്നത് എങ്ങനെയാ വെച്ചാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അത്യാവശ്യം നിങ്ങൾ റിവൈസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ഇന്നർ ഗട്സ് ഉണ്ട്. ഓക്കെ, അതായത് ആ ഇന്നർ ഗട്സിനെയാണ് നമ്മൾ ഗോഡ്സ് വോയിസ് എന്നൊക്കെ പറയാം. ഇപ്പോ മർഡോണൊക്കെ പറയുന്ന പോലെ ദൈവത്തിന്റെ കൈ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് നിങ്ങൾക്ക് ആ എക്സാമുകളിൽ ഇരുമ്പോൾ അത് വരും. ഇതാണ് അതിന്റെ ഉത്തരം എന്ന് തോന്നുന്നു. അത് നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തോളൂ. ഓക്കെ, അത് നിങ്ങൾ ചെയ്തോളൂ. ചെയ്യാതിരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾ അറിയാവുന്ന മാത്രം ചെയ്തിട്ട് വന്നു. 50 എണ്ണം ചെയ്തു, എന്തായാലും പാസ്സാവില്ല. ഇനി അറിയാവുന്ന കൂടി ഒരു 10 എണ്ണം ചെയ്ത് 60 എണ്ണം ചെയ്തിട്ട് വന്നു, കാര്യമില്ല. അപ്പൊ റിസ്ക് എടുത്ത് കുറച്ചധികം കയറിയാൽ മാത്രമേ ഡിഗ്രി ലെവലിൽ നിങ്ങൾക്ക് അറിയാലോ, ഹൈലി കോമ്പറ്റീറ്റീവ് ആണ്. എൻ്റെ ഒപ്പം പഠിച്ചിട്ട് നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് നല്ല രീതിയിൽ പഠിച്ച് നല്ല രീതിയിൽ വേണ്ട അറിയാവുന്ന മാത്രം എഴുതിയ പലരും ഇന്ന് റാങ്ക് ലിസ്റ്റില്ല. പലരും ഒരാളില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അറിയാവുന്ന മാത്രം എഴുതാനാണെങ്കിൽ ഇതിലേക്ക് നിൽക്കരുത്, പ്രത്യേകിച്ച് ഡിഗ്രി ലെവലിൽ നിൽക്കരുത്. ഇത് വേറൊരു ഗെയിമാണ്. അപ്പൊ ഇതെന്ത് ചെയ്യണം, ആ ഒരു ഗട്ട്സ് ഇന്നർ ഫീലിംഗ് ഉണ്ട്, ഇന്നർ ഫീലിംഗ്, ആ 10 എണ്ണം നിങ്ങൾ ചെയ്തേ പറ്റൂ. ആ 10 എണ്ണം ഈ 10 എണ്ണം ചെയ്താൽ നിങ്ങൾക്ക് എന്താ മെച്ചം ഞാൻ പറയാം. ആ 10 ക്വസ്റ്റ്യന് അവസാന നിമിഷം നമ്മളങ്ങ് ചെയ്യാണ്. നമ്മളെ ഗട്ട്സാണ് എന്ന് വിചാരിച്ച് നമ്മൾ വലിച്ചു വരച്ചരുത്. ഇത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയാവുന്ന മേലെ ചെയ്യുള്ളൂ. മാത്സിൽ കരുതി ചെയ്ത് കളയും. ഓക്കെ, ചിലതിൽ ചെയ്ത് ഇപ്പം 10 എണ്ണത്തിൽ നിങ്ങൾ ചെയ്തു. 10 എണ്ണത്തിൽ നമുക്ക് 4 എണ്ണേ ശരിയാണ്. 4 ക്വസ്റ്റ്യൻ ശരിയാണ്. 4 ക്വസ്റ്റ്യൻ ശരിയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? 10 എണ്ണത്തിലെ കാര്യമാട്ടെ പറഞ്ഞ അവസാനം 10 4 മാർക്ക് കിട്ടും. ഓക്കെ, ബാക്കി എത്ര തെറ്റിപ്പോയി? 6 ക്വസ്റ്റ്യൻ തെറ്റിപ്പോയി. 6 ക്വസ്റ്റ്യൻ തെറ്റിയാൽ 1/3 നെറ്റി 6/3. അപ്പൊ എത്രയാണ്? അപ്പൊ 2 മാർക്ക് പോകും അല്ലെ? 1/3 അല്ലേ? 2 മാർക്ക് പോയി. നെറ്റായിട്ട് നിങ്ങൾക്ക് ഇവിടെ എത്ര അധികം കിട്ടും? 2 മാർക്ക് അധികം കിട്ടും. ഓക്കെ, 2 മാർക്ക് അധികം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് എനിക്ക് 23 റാങ്ക്, 1 റാങ്കാരും ഞാൻ തമ്മിലുള്ള വ്യത്യാസം വെറും 3-4 മാർക്കാണ്. മനസ്സിലായില്ലേ? ഞാനുള്ള 23 റാങ്കാരും ഈ ലിസ്റ്റിൽ അവസാനം നിൽക്കുന്ന 48ാം റാങ്കുള്ള ആളുകൾ തമ്മിലുള്ള വ്യത്യാസം ഇത് തന്നെയാണ്. മനസ്സിലായില്ലേ? ഈ 2 മാർക്ക് നിങ്ങൾക്ക് ഇവിടെ എക്സ്ട്രാ കിട്ടും. ഇവിടെ 1. ഇനി ഇതേപോലെ തന്നെ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ കയറണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ചിലപ്പോൾ ഈ 2 മാർക്ക്. ഈ 2 മാർക്കാണ് നിങ്ങൾ പേടി മൂലം ഭയം മൂലം നശിപ്പിച്ചിട്ട് പോയത്. ഓക്കെ, ഇതൊന്നും നിങ്ങൾ ഒരു PSC അധ്യാപകനും പറയില്ല. പക്ഷെ ഞാൻ പറയാ, അല്ല എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന എനിക്ക് ഇത്രയും റാങ്ക് ലിസ്റ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാം, ഈ റിസ്ക് എടുത്തുകൊണ്ട് മാത്രമാണ് ഞാൻ റാങ്ക് ലിസ്റ്റ് ഉള്ളത്. റിസ്ക് എടുക്കാത്ത ഒറ്റ ആള് റാങ്ക് ലിസ്റ്റ് കയറിയിട്ടില്ല. റിസ്ക് എടുത്തേ മതിയാവും, അതിന് സംശയമില്ല. അപ്പൊ ഞാൻ ഈ കാര്യം ക്രോഡീകരിക്കുകയാണ്. ഇത്ര മാത്രമാണ് ഞാൻ പറഞ്ഞതിന്റെ ഒരു കാര്യം. ഇത്ര പൊരുള് നിങ്ങൾക്ക് മനസ്സിലാക്കി. ഒന്ന് സിലബസ് അനുസരിച്ച് പഠിക്കാം. ഓക്കെ, രണ്ടാമത്തെ കാര്യം SCERT NCERT ടെക്സ്റ്റ് ബുക്കുകൾ നോക്കുക. 3 റിവൈസ് ചെയ്യുക. പരീക്ഷ വരെ പഠിക്കരുത്, ഒരു 3 ദിവസം തന്നെ നിർത്തി റിവൈസ് ചെയ്യുക. 4 സ്മാർട്ടായിട്ട് ഈ എക്സാമിനെ സമീപിക്കുക. അതായത് ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട്, തേർഡ് റൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കിട്ടും. ഇനി ഒപ്പം തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഈ സ്മാർട്ട്നെസിന്റെ ഒപ്പം നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒന്നാണ് നമ്പർ കൗണ്ട് എന്ന് പറയുന്ന ഒരു കാര്യം. നമ്പർ കൗണ്ട് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടോ? ഓക്കെ. അപ്പൊ ഈ ഒരു എക്സാമിന്റെ ഒരു അനാലിസിസ് ആണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇതിന്റെ ഒപ്പം തന്നെ ഒരു നമ്പർ കൗണ്ട് എന്നുള്ളൊരു ആശയം ഞാൻ നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ടാണ് ഞാൻ പറയാണ്. എനിക്ക് ഓക്കെ, അതിന്റെ ഒരു അശ്വിൻ സാർ ഇവിടെ വെയിറ്റ് ചെയ്യാൻ തോന്നുന്നു. ഞാൻ അതിന് മുന്നേ ഈ പ്രോഗ്രാമിനെ കുറിച്ചൊന്ന് പറഞ്ഞിട്ട് അതിലേക്ക് വരാം, അതായിരിക്കും നല്ലത്. അപ്പൊ ഈ ഒരു പ്രോഗ്രാം എന്നുള്ളത് നമ്മളൊരു 1 മാസം മുന്നിൽ കണ്ട്, ഡിഗ്രി പ്രിലിംസിന് 1 മാസം മുന്നിൽ കണ്ട്, ഏതാണ്ട് 1 മാസം കൊണ്ട് നമ്മൾ വിചാരിക്കുന്നു മുന്നിൽ കണ്ട് നടത്തുന്നതാണ്. ഇതിൽ നമ്മൾ 8:30 ആരംഭിക്കും. 8:30 മുതൽ ഏതാണ്ട് അടുത്തൊരു 1 മണിക്കൂറിലേക്ക്, 1 മണിക്കൂർ ഉണ്ടായാൽ ഒരു 45 മിനിറ്റ്സ് വിചാരിക്കാം. 45 മിനിറ്റ്സിലേക്ക് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യും. ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ എക്കണോമിക്സിന്റെ ക്വസ്റ്റ്യൻ,
ആണെങ്കിൽ എക്കണോമിക്സ് ആണ് അന്നത്തെ വിഷയം എന്ന് വിചാരിക്കാം. ഉദാഹരണം പറഞ്ഞാൽ മാർച്ച് 16 എക്കണോമിക്സ് ആണ് വിഷയമെങ്കിൽ അന്ന് 45 മിനിറ്റ് നമ്മൾ എക്കണോമിക്സിന്റെ എന്ത് ക്വസ്റ്റ്യൻ ചെയ്യും? ഈ നടന്ന ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. 2021 മുതൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ എക്കണോമിക്സ് ചോദ്യം ചെയ്യും. മനസ്സിലായോ? അത് കഴിഞ്ഞ് ഒരു 9:15 അല്ലെ 9:30 ആ ടീച്ചറുടെ ഗീതമായ 9:30 മുതൽ പിന്നീടുള്ള 1 മണിക്കൂറിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഈ എക്കണോമിക്സിലെ ചോദ്യങ്ങൾ വന്ന ഇമ്പോർട്ടന്റ് മേഖലയുണ്ട്. എക്കണോമിക്സിലാണെങ്കിൽ സാർ പറഞ്ഞിട്ടുണ്ടാവല്ലോ 5 ഇയർ പ്ലാന്, ആ GST, പിന്നെ അതുപോലെ നീതി ആയോഗ്, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പഠിക്കും. ഓക്കെ. ഇനി അടുത്ത മാർച്ച് 17 ഇതേപോലെ തന്നെ. അപ്പൊ അതിന്റെ ഷെഡ്യൂൾ ഞാൻ റിലീസ് ചെയ്യാം. ഷെഡ്യൂൾ ഞാൻ നമ്മൾ ഇടാത്തത് പിന്നെ ഇത് പറഞ്ഞിട്ട് ഇടാതെ ആദ്യം ഷെഡ്യൂൾ ഇട്ടാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പൊ അത് 45 മിനിറ്റ് നമ്മൾ എക്സാക്ട് 45 മിനിറ്റ് നമ്മൾ കട്ട് ചെയ്യുന്നുള്ളതല്ല. ആ ടീച്ചർ ഇപ്പോൾ ഒരാൾ ഒരു ചോദ്യം പറയാൻ കുറച്ച് സമയം എടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ അതനുസരിച്ച്. ഓക്കെ. ആ 45 മിനിറ്റ് പിന്നെ അവര് ഇപ്പൊ മലയാളത്തിന്റെ ചോദ്യം ചെയ്യിപ്പിക്കും. ഡിഗ്രി ലെവൽ മുൻവർഷ ചോദ്യം ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെയുള്ള സമയം എന്ത് ചെയ്യും? ആ കാര്യത്തെ സംബന്ധിച്ച് അല്ലെ ഇമ്പോർട്ടന്റ് ഏരിയ വെച്ച് ഒരു ക്ലാസ് എടുക്കും. ഇതാണ് നമ്മുടെ ഒരു പ്രോഗ്രാം. ഇത് നമ്മൾ നടത്തുന്നത് മൺഡേ ടു സാറ്റർഡേ ആണ്. ഇനി ഞായറാഴ്ചകളിൽ ഇതിന്റെ ടെസ്റ്റും ഉണ്ടാവും. സൺഡേസ്. ഓക്കെ. സൺഡേസിലെ ടെസ്റ്റ് നിങ്ങൾക്ക് ഗൂഗിൾ ഫോം വഴിയാണ് ചെയ്യുക. അത് നിങ്ങളുടെ ടെലിഗ്രാം ചാനൽ തന്നെ ഉണ്ടാവും. ഇതാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ സ്ട്രക്ചർ. ഇതൊക്കെ മനസ്സിലാക്കി വിചാരിക്കും. അപ്പം ഒരു പ്രധാനപ്പെട്ട ആശയം കൂടെ പറഞ്ഞു. അപ്പൊ ഇന്നിപ്പോ സാറാണ് ക്വാളിറ്റി സാറാണ് ക്ലാസ് എടുക്കേണ്ടത്. ഓക്കെ സാർ, ഞാനൊരു 10 മിനിറ്റ് കൊണ്ട് വൈൻഡപ്പ് ചെയ്യാം. സാറ് ലൈനിലുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ ഉണ്ടോ? ലൈനിലുണ്ടോ? ഹലോ സാർ, സാറ് ലൈനിലുണ്ടോ? ഓക്കെ. ഓക്കെ കോ ഹോസ്റ്റ് ആക്കണം അതായത്. ഓക്കെ ഓക്കെ, ഞാൻ എന്തായാലും ഈ ഒരു കാര്യം കൂടെ പറഞ്ഞ് സാറിന്റെ കൈകളിലേക്ക് കൈമാറാം. അതായത് അദ്ദേഹം എടുക്കുക ഇന്ത്യൻ ഭരണഘടനയായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം എടുക്കുക. ഓക്കെ. അദ്ദേഹം ക്വസ്റ്റ്യൻസ് ചെയ്യും. ഇതിന് മുന്നേ ഞാൻ നിങ്ങളോട് ഒരു കഥ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ആ കഥയെക്കുറിച്ച് നിങ്ങൾ ഇന്നും നാളെയും മറ്റന്നാളൊക്കെ ചിന്തിച്ചു നോക്കുക. ആ കഥ നിങ്ങളുടെ ജീവിതത്തില് വലിയ പ്രത്യേകിച്ച് മത്സര പരീക്ഷ രംഗത്ത് വലിയ വലിയ നേട്ടങ്ങളിലേക്ക് നയിക്കും. ഓക്കെ. കഥ ഇതാണ്. ഓക്കെ. അനൂപ് എന്നുള്ള നിങ്ങളുടെ ഒരു സുഹൃത്താന്നിരിക്കാം, നിങ്ങളൊരു വ്യക്തിയാന്നിരിക്കാം. അങ്ങനെ അനൂപ് ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തു. ഓക്കെ. അവന് ഇത് കണ്ടായിരുന്നു. ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തു. കൺഫർമേഷൻ വന്നു. കൺഫർമേഷൻ കൊടുത്തു. അങ്ങനെ അപേക്ഷിച്ചു. അപേക്ഷ കഴിഞ്ഞിട്ട് നമ്മളെല്ലാം വിചാരിക്കുന്ന പോലെ പഠിക്കണം എന്ന് വിചാരിച്ചു. ഓക്കെ. പഠിക്കണം എന്ന് അദ്ദേഹം വിചാരിച്ചു. പക്ഷെ പഠിച്ചില്ല. നമ്മൾ ഭൂരിഭാഗം പേര് ചെയ്യുന്ന പോലെയാണ്. നന്നായിട്ട് പഠിക്കുന്ന വെച്ചാൽ പഠിച്ചില്ല. അങ്ങനെ പരീക്ഷയുടെ ദിവസം രാവിലെ അവന് രാവിലെ പ്രാർത്ഥിച്ച് അമ്പലത്തിൽ പോയി പള്ളിയിൽ പോയി അല്ലെങ്കിൽ നിസ്കരിച്ച് എങ്ങനെയായാലും പുള്ളി രാവിലെ എണീറ്റ് നല്ല രീതിയിൽ പ്രാർത്ഥിച്ചു. ഇനിയിപ്പോ എന്താ ചെയ്യുക? അപ്പൊ രാവിലെ ഇനി പരീക്ഷാ ദിവസമാണ്. ഇനി എന്തെങ്കിലും എനിക്ക് പോയിട്ട് ചെയ്യണം. ഓക്കെ. പരീക്ഷയുടെ ദിവസം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ വലിയ ആഗ്രഹത്തോടെ ഇനിയിപ്പോ അടുത്ത പ്രാവശ്യം എഴുതാൻ പറ്റുമെന്ന് അറിയില്ല. വലിയ ആഗ്രഹത്തോടെയാണ് ഈ പരീക്ഷ വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? അവൻ രാവിലെ എണീറ്റു. ടെൻഷനൊക്കെ ഉണ്ട്. അപ്ലൈ ചെയ്താണ്. വീട്ടിൽ നിന്ന് അപ്പനും അമ്മയൊക്കെ ചോദിക്കും. അപ്പൊ എന്തായാലും പരീക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങി. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പരീക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങി. ഒരക്ഷരം പഠിച്ചിട്ടില്ല. മനസ്സിലോടെയാണ് മൂപ്പര് പരീക്ഷയ്ക്ക് വരുന്നത്. പക്ഷെ പഠിച്ചിട്ടില്ല. കാരണം വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ വീട്ടുകാർ ഓടിക്കും. അപ്പൊ അതുകൊണ്ട് പരീക്ഷയ്ക്ക് പോയി. അങ്ങനെ എക്സാം ഹാളിൽ അവിടെ നിങ്ങൾക്കറിയാം, എക്സാം ഹാളിൽ ഒരു ചെന്ന് കഴിയുമ്പോൾ ഉള്ള സ്ഥിതി, കുറെ പേര് ബുക്ക് നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. വേറെ കുറെ പേര് അത് പഠിച്ചു ഇത് പഠിച്ചു എന്ന് ചോദിക്കുന്നു. അയ്യോ, ആ വീഡിയോ കണ്ടില്ലേ? അയ്യോ, ഈ നോട്ട് പഠിക്കാണ്ടാണോ വന്നേ? അങ്ങനെയൊക്കെ ചോദിക്കുന്നു. ഇതൊക്കെ അനൂപ് കണ്ട് മുകളോട്ട് നോക്കിക്കുന്നു. കാരണം അവൻ പഠിച്ചിട്ട് പോയിട്ട് ബുക്ക് ഏതാണെന്ന് പോലും കണ്ടില്ല. സിലബസ് കാണാണ്ടാ വന്നേക്കുന്നത്. അങ്ങനെ അനൂപ് എക്സാം ഹാളിലേക്ക് കയറി. അവൻ തീരുമാനിച്ചു അവൻ എക്സാം ഹാളിലേക്ക് 9:30 ആകുമ്പോൾ എക്സാം ഹാളിൽ കയറണം. 10 മണിയാകുമ്പോൾ പരീക്ഷ തുടങ്ങും. അപ്പൊ എന്തായാലും ഒന്നും പഠിച്ചിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? അപ്പൊ എന്തായാലും പഠിക്കാത്തതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് കറുപ്പിച്ച് വെക്കണം. അപ്പം ആദ്യം OMR ഷീറ്റ് കിട്ടി. OMR ഷീറ്റിൽ വൃത്തിയായിട്ട് അവന്റെ കാര്യങ്ങളൊക്കെ കറുപ്പിച്ചു. അതായത് അവന്റെ റോൾ നമ്പർ കറുപ്പിച്ചു. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്തു. അതിനുശേഷം 10 മണിയായപ്പം ട്രിങ് അടിച്ചു. 2 ട്രിങ് അടിച്ചപ്പോഴത്തേക്കും അവിടെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നു. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സീല് പൊട്ടിച്ചു. സാധാരണ PSC പരീക്ഷയ്ക്ക് വന്നത്.
അപ്പൊ അവൻ എന്തായാലും തീരുമാനിച്ചു എന്തായാലും ഒന്നും അറിയില്ല. അതുകൊണ്ട് 1 മുതൽ 100 വരെ എല്ലാ ചോദ്യത്തിനും സി എന്ന് കറുപ്പിക്കും. ഓക്കെ, അവന്റെ ഇതായിരുന്നു 1 മുതൽ 100 വരെ എല്ലാ ചോദ്യത്തിനും സി എന്ന് കറുപ്പിക്കാം. അങ്ങനെ അവന് ചോദ്യപേപ്പർ കിട്ടി. ഇനി ചോദ്യം വായിച്ചിട്ട് കാര്യമില്ല, കാരണം സിലബസ് നോക്കണ്ട വന്നേക്കുന്നു, ഒന്നും പഠിച്ചിട്ടുമില്ല, എവിടെയും കോച്ചിങ്ങിന് ഒരു അല്ലെങ്കിൽ സ്വന്തമായിട്ട് പഠിക്കും ഒന്നും ചെയ്തിട്ടില്ല, NCERT നോക്കില്ല. 1 മുതൽ 100 വരെ സി കറുപ്പിച്ചു വെച്ചു. 1 മുതൽ 100 വരെ സി കറുപ്പിച്ചു. പെട്ടെന്ന് തന്നെ അത് മനസ്സിലായി. ഒക്കെ 100 വരെ. അങ്ങനെ ആശാൻ പുറത്തിറങ്ങി, പരീക്ഷ കഴിഞ്ഞു പുറത്തിറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെയാണ് നാട്ടിലുള്ള കോച്ചിങ് സെന്ററുകാർ മുഴുവൻ ആൻസർ കീ പബ്ലിഷ് ചെയ്യും. ഇല്ലെന്നുണ്ടെങ്കിൽ ഉച്ച കഴിയുമ്പോൾ തന്നെ കേരള PSC തന്നെ ആൻസർ കീ പ്രൊവിഷണൽ ആൻസർ കീ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞപ്പോൾ ആണ് അവന്റെ കണ്ണ് തള്ളിപ്പോയത്. 100-ൽ 80 എണ്ണത്തിന്റെ ആൻസർ സി. ഓക്കെ, അവന് മനസ്സിൽ ലഡു പൊട്ടുമോ ഇല്ലയോ? അതായത് ഇവനൊന്നും പഠിച്ചിട്ടില്ല, ഇവന് അത് കറുപ്പിച്ചു വെച്ചത് മുഴുവൻ 1 മുതൽ 100 വരെ സി, 80 എണ്ണ. അങ്ങനെ അവൻ പുറത്തിറങ്ങി പിന്നീട് പ്രൊവിഷണൽ ആൻസർ കീ വന്നപ്പോൾ 100-ൽ 80 എണ്ണത്തിന് ആൻസർ സി. ഓക്കെ, അപ്പോ അങ്ങനെ അവൻ ആ ഡിഗ്രി പ്രിലിംസ് ക്ലിയർ ചെയ്തു. അങ്ങനെ അല്ലെങ്കിൽ അവൻ ഒരു എക്സാം ക്ലിയർ ചെയ്തു, ഒരു വലിയ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായി, ഗസറ്റഡ് റാങ്കിൽ ഉദ്യോഗസ്ഥനായി. ഓക്കെ, കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ? നല്ല രസമുള്ള കഥ. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് വേറൊരു ടെക്നിക്കിന്റെ ആരംഭമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അതായത് ഇത്ര മാത്രമാണ്. 1 മുതൽ 100 വരെ ഞാൻ അനൂപ് സി കറുപ്പിച്ചു. അങ്ങനെ സി എന്നുള്ളത് അനൂപിന്റെ ഭാഗ്യത്തിന് 100-ൽ 80 സി ആയതുകൊണ്ട് അനൂപ് എന്തായി മാറി? സർക്കാർ ഉദ്യോഗസ്ഥനായി മാറി. അത് ആ ഒരു സിസ്റ്റത്തോട് കാണിക്കുന്ന നീതിയാണ്. ഒന്നും പഠിക്കാതെ വരുന്ന അനൂപിന് അത് കൊടുക്കുന്നത് ബാക്കിയുള്ള പഠിച്ചു വന്ന ഉദ്യോഗാർത്ഥികളോട് കാണിക്കുന്ന അനീതിയാണ്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. എന്നാൽ അങ്ങനെ അങ്ങനെ വരുമ്പോഴാണ് ആ മത്സര പരീക്ഷയുള്ള ഭാഗ്യത്തിന്റെ പുറത്താവും. അങ്ങനെ മത്സര പരീക്ഷ നടത്താൻ പാടുണ്ടോ? ഒരിക്കലും പാടില്ല. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? അവിടെ അങ്ങനെ 1 മുതൽ 100 വരെ കറുപ്പിക്കുന്നവനെ അവനെ മൈനസ് അടിപ്പിച്ച് ഇല്ലാതാക്കണം. ഇല്ല, അങ്ങനെയുള്ള അങ്ങനെ ഒരു കാര്യം ഇല്ലാതാക്കണം. അപ്പൊ അതിനു വേണ്ടി അവർ ചെയ്യുന്നതാണ്, നിങ്ങൾ ഏത് മത്സര പരീക്ഷയുടെ പേപ്പർ എടുത്ത് നോക്കിക്കോ, ഏത് മത്സര പരീക്ഷ, ലോകത്തുള്ള ഏത് മത്സര പരീക്ഷ, ഇനി PSC അല്ല, ഏത് മത്സര പരീക്ഷ ABCD ഈ ആൻസേഴ്സ്, അതായത് ഇതിന്റെ എണ്ണം തുല്യ അനുപാതത്തിലായിരിക്കും. 25 ± 3, അതായത് 25 എണ്ണം ആയിരിക്കും ±3. 25 ± 3, 25 ± 3. ഇതിനാണ് നമ്പർ കൗണ്ട് എന്ന് നമ്മൾ വിളിക്കുക. ഓക്കെ, അതായത് 25 ± അത് 25 എന്നുള്ളതായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോ എങ്ങനെയാണ്? അനൂപ് 1 മുതൽ 100 വരെ സി എന്ന് കുത്തിയിട്ടുണ്ടെങ്കിൽ അവന് നെഗറ്റീവ് ആയിരിക്കും. 25 ശരിയുള്ളൂ, ബാക്കി 25 തെറ്റാ, അവൻ അടിച്ചു കിട്ടും. പക്ഷെ ഇത് നമുക്ക് എക്സാമിന് എങ്ങനെ ഉപയോഗിക്കാം? അത് ഉപയോഗിക്കാം. അതാണ് അവിടുത്തെ കാര്യം. അതിനാണ് അവിടുത്തെ കഥ പറഞ്ഞത്. ഞാൻ ഇവിടെ പറഞ്ഞിരുന്നു ഈ 2 റൗണ്ടായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. ആദ്യത്തെ റൗണ്ട് അറിഞ്ഞാൽ മാത്രമേ ചെയ്തുള്ളൂ. 2ാം റൗണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ലോജിക്കൽ സോൾവിങ് കാര്യങ്ങൾക്ക് ഉപയോഗിക്കും. അങ്ങനെ ലോജിക്കൽ സോൾവിങ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചു. അങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് അവിടെ വന്ന് നിൽക്കാണ്. A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്, D ഉണ്ട്. ഓക്കെ, ലോജിക്കൽ സോൾവിങ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മൾ C എലിമിനേറ്റ് ചെയ്തു, A എലിമിനേറ്റ് ചെയ്തു. ഇനി Bയും Dയും തമ്മിൽ ഭയങ്കര ബുദ്ധിമുട്ട്, ഒരു രക്ഷയില്ല. പക്ഷെ ഇത് ചെയ്തില്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് ചെയ്തില്ലെങ്കിൽ വലിയ കഥയൊന്നുമില്ല. കാരണം എന്താണ്? കണ്ടിട്ട് പോരാന്നേ ഉള്ളൂ, ചെയ്യേ വേണം. മാത്രമല്ല ഇവിടെ ഞാൻ പറഞ്ഞു റിസ്ക് എടുത്തിട്ട് 10 എണ്ണം ചെയ്യണം എന്ന് പറഞ്ഞു. ഇനി 3rd റൗണ്ടിലാണെങ്കിൽ റിസ്ക് എടുത്ത് ചെയ്യണം. Bയും Dയും തമ്മിൽ വലിയ കൺഫ്യൂഷൻ. അപ്പൊ നിങ്ങൾ നോക്കുക, നിങ്ങളുടെ OMR-ലേക്ക് നോക്കുക. OMR-ലേക്ക് നോക്കുമ്പോൾ B കാരണം 1ാമത്തെ റൗണ്ട് നമ്മൾ അറിയാവുന്ന മാത്രമല്ല ചെയ്തത്. B അധികമായിട്ടുണ്ട്, D അധികമില്ല. ഇങ്ങനെ ആൻസർ ഏതാവാനാണ് സാധ്യത? D ആവാനാണ് സാധ്യത. അത് കറുപ്പിച്ചാൽ മതി. മനസ്സിലായല്ലോ? അത് കറുപ്പിച്ചാൽ അതായിരിക്കും ആൻസർ, അതായിരിക്കും ഉത്തരം. ഇതാണ് ഇന്റലിജന്റ് ആയിട്ട് നിങ്ങൾ ഇത് ചെയ്യാന്നുള്ളത്. ഇത് നമ്മൾ കേരള PSC-യിൽ ഒക്കെ വളരെ കുറവായിട്ട് ഉപയോഗിക്കുന്നു. IIT JEE അതുപോലെ മറ്റ് CAT എക്സാമുകൾക്കൊക്കെ പണ്ട് ഉപയോഗിക്കായിരുന്നു. അത് ഓൺലൈനായിട്ട് മാറി, ഇപ്പോഴും ഉപയോഗിക്കാറുണ്ട്. CAT എക്സാമ്പിൾ, IIT JEE ഇന്ത്യയിലെ നമ്പർ 1 എക്സാമുകൾക്ക് ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ടെക്നിക്കുകളാണ്. ഇത് പറയുമ്പോൾ തീർച്ചയായിട്ടും എന്റെ മറ്റ് പ്രൊഫൈലോട്ട് പറയണം. കേരള PSC-യിൽ 12 റാങ്ക് ലിസ്റ്റിൽ മാത്രമല്ല, 5 വട്ടം അടുപ്പിച്ച്
UPSC പ്രിലിംസ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിന്റെ പ്രിലിംസ് ഏറ്റവും ഹയസ്റ്റ് കട്ട് ഓഫ് ആണ്, 200 150 മാർക്കൊക്കെ വരാറുള്ളതാണ്. അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതുകൂടെ UGC നെറ്റ് ഹിസ്റ്ററി ക്ലിയർ ചെയ്തിട്ടുണ്ട്. സെബി നബാർഡ് എക്സാമുകൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. RBI എക്സാമുകൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊക്കെ ഈ ഒറ്റ ടെക്നിക്കൽ ഉപയോഗിച്ചാണ്. ഈ ഒറ്റ ടെക്നിക്കൽ ഇതുപോലെ ടെക്നിക്കൽ ഉപയോഗിച്ചാണ്. ഇതുപോലെ തന്നെ മറ്റൊരു ടെക്നിക്കാണ് OMR എക്സാമുകൾ അറിയാവുന്നത്. OMR നിങ്ങൾ എത്ര പഠിച്ചിട്ട് പോയാലും കോരം നിങ്ങൾ പഠിച്ചു, എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ റിവൈസ് ചെയ്താലും ഇല്ലെങ്കിലും അവിടെ അവസാനം നിങ്ങളുടെ പേപ്പർ നിങ്ങൾ ശരിയാണോ, നിങ്ങൾ എഴുതിയത് ശരിയാണോ, നിങ്ങളെ മാർക്ക് ഇടുന്നത് അവസാനം റാങ്ക് ലിസ്റ്റ് വരുത്താനുള്ള പ്രധാന അവിടെ ഒരു എക്സാമിനർ എന്ന് പറയുന്നത് ഒരു അധ്യാപകൻ, ഒരു മനുഷ്യനല്ല, ഒരു മെഷീനാണ്. OMR മെഷീനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ OMR മെഷീനെയും OMR റീഡറിനെയും അറിയാന്നുള്ളത് വളരെ പ്രധാനമുള്ള കാര്യമാണ്. വളരെ പ്രധാനമുള്ള കാര്യമാണ്. അത് ഞാൻ ABCD എന്നുള്ളത് നിങ്ങൾ കറപ്പിച്ച് നോക്കുമ്പോൾ നിങ്ങൾ അറിയണം OMR മെഷീനെ എങ്ങനെ അറിയാമെന്ന്. വളരെ പ്രധാനമാണ്. ഞാൻ അതിനെക്കുറിച്ച് അടുത്ത ദിവസം ക്ലാസ്സിൽ പറയാം. അതായത് OMR മെഷീൻ നിങ്ങൾ QR കോഡ് സ്കാൻ ചെയ്യുന്നതിനാണ് സ്കാൻ ചെയ്യുക. പക്ഷെ ഒരു പ്രത്യേക രീതിയിലാണ് സ്കാൻ ചെയ്യുക. ഒരു സംശയം വേണ്ട, പ്രത്യേക രീതിയിലാണ് സ്കാൻ ചെയ്യുക. അങ്ങനെ സ്കാൻ ചെയ്യുന്ന അതിന്റെ OMR മെഷീൻ OMR റീഡറിനെ അറിഞ്ഞു തന്നെ IIT ജയില് വലിയ റാങ്ക് നേടിയ ബീഹാറുകാരനുണ്ടായിരുന്നു. പക്ഷെ അത് പിന്നീട് പിടിക്കപ്പെട്ടു. അപ്പൊ അത് ഇങ്ങനെയുള്ള ടെക്നിക്കൽ ഇന്നും ഇന്ത്യൻ മത്സര പരീക്ഷ രംഗത്തുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇനിയും തെളിവാണ്. ഞാൻ എന്റെ പ്രൊഫൈൽ കാണിക്കാം. അതിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ഇടാം. ആശയതല്ല അത് എനിക്ക് ഇന്നും ഉറപ്പാണ്. ഇന്നിപ്പം ഞാൻ ഈ ക്ലാസ് അവസാനം 10:30 ക്വസ്റ്റ്യൻ പേപ്പർ തന്നാൽ അത് എഴുതി ഞാൻ കാണിച്ചു തരാം. അത് ക്ലിയർ ഉണ്ടാവും. അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ആയിരിക്കണം. അതായത് ഒരു ചോദ്യം 4 ഓപ്ഷൻ. ആ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്കത് അറിയാമെന്നുണ്ടെങ്കിൽ നേരെ ഉത്തരം B ആണെന്ന് അറിയാം. ഇല്ലെന്നുണ്ടെങ്കിൽ എന്താണ് 3 ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് ആൻസർ ഇതായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റും. എന്തായാലും ആ ചോദ്യം ക്ലിയർ ചെയ്യാൻ എനിക്ക് പറ്റും. അതെനിക്ക് മാത്രമല്ല, അത് ഈ സ്കില്ലുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ആളുകൾക്ക് ആർക്കാണ്. ഞാനത് അധികം തീർപ്പിക്കുന്നില്ല. ഓക്കെ, ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അശ്വിൻ സാറിലേക്ക് ഞാൻ എന്റെ മൈക്കാരാണ് കൈമാറാണ്. അശ്വിൻ സാറിനെ ഞാൻ ഹോസ്റ്റ് ആയിക്കൊണ്ട് നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ കാണാം. അടുത്ത വരുന്ന ദിവസം ക്ലാസ്സുകളിൽ നമുക്ക് ഇങ്ങനെയുള്ള ടെക്നിക്കുകൾ കൂടുതൽ ഡെവലപ്പ് ചെയ്യാം. ഇങ്ങനെയുള്ള ടെക്നിക്കിലൂടെ മാത്രമാണ് മികച്ച പരീക്ഷകൾ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അത് വളരെ പ്രധാനമാണ്. ഓക്കെ, അശ്വിൻ സാറ് ഇവിടെ ഉണ്ട്. അശ്വിൻ സാർ, ഇപ്പോൾ താങ്കൾക്ക് കേൾക്കാലോ അല്ലേ? കേൾക്കാം. ഓക്കെ, അപ്പൊ ഞാൻ സ്ക്രീൻ ഷെയറിംഗ് ഓഫ് ആക്കാണ്. ഓക്കെ, ശരി സാർ. ഞങ്ങളെ ഹോസ്റ്റ് ആക്കാം. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു. ഓക്കെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്റെ ഭാഗത്ത് നിന്ന് അവസാനിപ്പിക്കുകയാണ്. അശ്വിൻ സാറിന് ഹാൻഡ് ഓവർ ചെയ്യും. ഓക്കെ, അശ്വിൻ സാർ, ഞാൻ ഹോസ്റ്റ് ആക്കാം. ഓക്കെ സാർ. ഓക്കെ, താങ്ക്സ്. ഓക്കെ, അപ്പോ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? കഴിഞ്ഞ ഒരു 1/4 മണിക്കൂർ സമയം ഇവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളത് എല്ലാവർക്കും ഒരു ധാരണയായല്ലോ അല്ലേ? ശരിയല്ലേ? ഓക്കെ, ഒരു വെടിയും പോയാൽ മാത്രമേ ഉള്ളൂ തലയ്ക്കകത്ത്, അതോ എന്താണ് കാര്യം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായില്ലേ? സാർ പറഞ്ഞത് വളരെ ശാന്തമായിട്ട് വളരെ സമയമെടുത്താണ് സാർ അത് പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. എന്ത് തോന്നുന്നു? ചെറിയൊരു സന്തോഷമൊക്കെ തോന്നില്ലേ? അല്ലേ? ഉണ്ട് അല്ലെ? ചെറിയൊരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. അപ്പൊ സാറ് പറഞ്ഞ ഈ ഒരു തിയറി നമ്മൾ പ്രാക്ടിക്കൽ ആക്കാൻ പോവുകയാണ് ഈ വരാനിരിക്കുന്ന ഏതാനും ദിവസങ്ങൾ കേട്ടോ. സാറിപ്പോ നിങ്ങളുമായിട്ട് പങ്കുവച്ച ഈ ഒരു തിയറിയെ എങ്ങനെ ചോദ്യ പേപ്പറുകളിലേക്ക് പ്രാക്ടിക്കലായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാം എന്നാണ് ഇനി വരാൻ പോകുന്ന ഏതാനും ദിവസങ്ങളിൽ നമ്മൾ നോക്കുന്നത്. അപ്പൊ ഞാൻ ഒരുപാട് സമയം കളയുന്നില്ല. ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി നമ്മുടെ സിലബസിലേക്ക് ഒന്ന് പോവാണ്. നമ്മൾ 2, 3, 4 ഭാഗങ്ങൾ മാത്രമാണ് കണ്ടത്. ഇനി ഫസ്റ്റ് പാർട്ടിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മേഖലകൾ കൂടി നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതുകൂടി ഒന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ ഈ ടോപ്പിക്കുകളുടെ ലിസ്റ്റ് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുമ്പോൾ അങ്ങനെ റെഫർ ചെയ്താലും മതി. അപ്പൊ നിങ്ങൾക്ക് സിലബസ് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹിസ്റ്ററി, ചരിത്രത്തിൽ നിന്ന് 10 ചോദ്യങ്ങളാണ് ഡിഗ്രി പ്രിലിമിനറി പരീക്ഷയ്ക്ക് ചോദിക്കുക. ഓക്കെ, ഹിസ്റ്ററി പാർട്ടിൽ നിന്നും 10 ചോദ്യങ്ങളാണ് ചോദിക്കുക. അതിൽ കേരള ഹിസ്റ്ററിയിൽ നിന്ന് ഒരു 4 ചോദ്യം, ഇന്ത്യ ചരിത്രത്തിൽ നിന്ന് ഒരു 4 ചോദ്യം, ലോക ചരിത്രത്തിൽ നിന്ന് ഒരു 2 ചോദ്യം. ഇങ്ങനെ ഒരു പ്രൊപ്പോർഷനിലായിരിക്കും അവർ കൂടുതലും ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യുക. കേരള ചരിത്രത്തിൽ നിന്ന് ഒരു 4 ചോദ്യം, ഇന്ത്യ ചരിത്രത്തിൽ നിന്ന് ഒരു 4 ചോദ്യം, ലോക ചരിത്രത്തിൽ നിന്ന് ഒരു 2 ചോദ്യം. ഈ ഒരു പാറ്റേണിലായിരിക്കും അവർ ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യുക. അപ്പോ കേരള ചരിത്രത്തിനകത്ത് നമ്മൾ 18ാം നൂറ്റാണ്ട് മുതൽ ഇന്ന് വരെയുള്ള എല്ലാ ചരിത്രങ്ങളും പഠിക്കേണ്ടതായിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം.
അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്? അത് ഞാൻ ഒന്ന് പറയാണ് കേട്ടോ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസ് ആണ്. അതായത് ഏതാണ്, പോർച്ചുഗീസുകാരായിക്കോട്ടെ, അല്ലെങ്കിൽ ഡച്ചുകാരായിക്കോട്ടെ, ബ്രിട്ടീഷുകാരായിക്കോട്ടെ, ഫ്രഞ്ചുകാരായിക്കോട്ടെ, ഇത്തരത്തില് വന്ന നമ്മുടെ വിദേശത്തു നിന്ന് വന്ന യൂറോപ്യൻസിന്റെ സംഭാവനകൾ, ഓരോ വ്യക്തികളുടെ സംഭാവനയായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും മിഷണറി സൊസൈറ്റികളുടെ സംഭാവനയായിരിക്കാം, അല്ലെങ്കിൽ കമ്പനിയുടെ സംഭാവനയായിരിക്കാം. ഇവര് എന്ത് സംഭാവനയാണ്, എന്ത് മാറ്റമാണ് നമ്മുടെ കേരളത്തിൽ കൊണ്ടുവന്നത് എന്ന ചില കാര്യങ്ങളൊക്കെ SCERT പുസ്തകത്തിൽ പറയുന്നുണ്ട്. അത് ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അതിൽ നിന്ന് ചിലപ്പോൾ ഒരു ചോദ്യം വരും. രണ്ടാമതായിട്ടൊരു ചോദ്യം വരുന്നത് തിരുവിതാംകൂർ രാജവംശത്തിലെ പ്രധാനപ്പെട്ട രാജാക്കന്മാരും അവരുടെ ഭരണകാലത്തുണ്ടായിരുന്ന സംഭവങ്ങൾ. ഇതിനകത്തുനിന്ന് ഒരു ചോദ്യം ഉറപ്പായിട്ടും വരും. തിരുവിതാംകൂറിന്റെ രാജവംശത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഭരണാധികാരികളും അവര് ഭരിച്ചിരുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങൾ. ഇതിനകത്തുനിന്ന് ഒരു ചോദ്യം ഉറപ്പായിട്ടും ചോദിക്കും. മാർത്താണ്ഡവർമ്മയെങ്കിൽ മാർത്താണ്ഡവർമ്മ, സ്വാതി തിരുനാളെങ്കിൽ സ്വാതി തിരുനാൾ, ചിത്തിര തിരുനാളെങ്കിൽ ചിത്തിര തിരുനാള്, പാർവതിബായി എങ്കിൽ പാർവതിബായി, ഇത്തരത്തില് പ്രധാനപ്പെട്ട ഭരണാധികാരികളും അവരുടെ ഭരണ സമയത്ത് നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ നിന്നും ഒരു ചോദ്യം ചോദിക്കും. ഇനി അടുത്ത ചോദ്യം കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം. ഇതിനകത്തുനിന്ന് ചോദിക്കുന്ന കാര്യം ഇതായിരിക്കും: നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ അല്ലെ, നിങ്ങൾക്കറിയാം, ശ്രീനാരായണ ഗുരുവ്, അയ്യങ്കാളിയെ, സഹോദരൻ അയ്യപ്പന്, വാഗ്ഭടാനന്ദന്, പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവന്, തൈക്കാടയ്യ തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താക്കൾ അവരെഴുതിയ പുസ്തകങ്ങൾ, അവര് തുടങ്ങിയ പ്രസ്ഥാനങ്ങൾ. ഈ മൂന്ന് കാര്യത്തിൽ നിന്ന് ഒരു ചോദ്യം ചോദിക്കും. സോഷ്യൽ റിലീജിയസ് റിഫോം മൂവ്മെന്റ്. ഈ സോഷ്യൽ റിലീജിയസ് റിഫോം മൂവ്മെന്റ് അത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയും നോക്കിയാൽ മതി. പ്രധാനപ്പെട്ട വ്യക്തികൾ, അവരെഴുതിയ പുസ്തകം, അവര് തുടങ്ങിയ പ്രസ്ഥാനം. ഇതിനകത്തുനിന്നേ ചോദിക്കുള്ളൂ. പ്രധാനപ്പെട്ട വ്യക്തികൾ, അവരെഴുതിയ പുസ്തകം, അവര് തുടങ്ങിയ പ്രസ്ഥാനം. പിന്നെ ചോദിക്കുന്നത് കേരളത്തിലെ ദേശീയ പ്രസ്ഥാനം. കേരളത്തിലെ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാനപ്പെട്ട സമ്മേളനങ്ങൾ, കോൺഗ്രസിന്റെ സമ്മേളനങ്ങൾ എവിടെയാണ് നടന്നത്, അതിന് അധ്യക്ഷത വഹിച്ചത് ആരാണ്, പ്രധാനപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാണ്, നാഷണൽ മൂവ്മെന്റ് ഇൻ കേരളം. ഇതിനകത്തുനിന്ന് ഒരു ചോദ്യം. ഇതൊക്കെ SCERT കണ്ടന്റ്. ഇനി എങ്ങാനും ഒരു ചോദ്യം കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു പുസ്തകത്തെ പറ്റി ചോദിച്ചാൽ ആയി. കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ, പ്രാചീനമായിട്ടുള്ള ഏതെങ്കിലും ഒരു പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടി വന്നാലേ. ഈ ഐക്യ കേരള പ്രസ്ഥാനം, അതിനുശേഷമുള്ള പൊളിറ്റിക്കൽ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ വന്ന് കണ്ടിട്ടില്ല. ഫോക്കസ് ഏരിയ ഇതൊക്കെയാണ്: യൂറോപ്യന്മാരുടെ സംഭാവന, തിരുവിതാംകൂറിലെ പ്രധാനപ്പെട്ട രാജാക്കന്മാരും അവരുടെ ഭരണകാലത്തുണ്ടായ സംഭവ വികാസങ്ങൾ, കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ, അവരെഴുതിയ പുസ്തകം, അവർ തുടങ്ങിയ പ്രസ്ഥാനം, കേരളത്തിലെ സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം. ഇതാണ് കേരള ഹിസ്റ്ററിയിൽ നിന്നും പ്രധാനമായിട്ടും നോക്കേണ്ട കാര്യം. ഇതിനകത്തുനിന്ന് ഉറപ്പായിട്ട് ചോദ്യം ചോദിക്കും. ഇനി ഇന്ത്യ ചരിത്രത്തിൽ നിന്നും നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇട്ട് കഷ്ടപ്പെടണ്ട. ഇന്ത്യ ചരിത്രം മുഴുവനൊന്നും അരച്ചു കലക്കി കുടിക്കണ്ട. SCERT നോളജിന്റെ കൂടെ നിങ്ങൾ എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ട പോയിന്റുകൾ ഇത്രേ ഉള്ളൂ. ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട സമരങ്ങൾ, അതായത് സ്വദേശി മൂവ്മെന്റ്, അതുപോലെ സിവിൽ ഡിസൊബീഡിയൻസ്, ഗാന്ധിജിയുടെ കാലത്ത് നടന്ന ഉപ്പ് സത്യാഗ്രഹം, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്, നിസ്സഹകരണ പ്രസ്ഥാനം, നോൺ കോപ്പറേഷൻ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ. അത് നമുക്ക് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ആ സമയത്ത് ഉണ്ടായിട്ടുള്ള സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ചില സമരങ്ങളെ കുറിച്ചും പഠിക്കാം. പിന്നീട് നിർബന്ധമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ് ചില സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. ഇപ്പൊ രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ഏത്, അല്ലെങ്കിൽ ആത്മാറാം പാണ്ഡുറാങ് സ്ഥാപിച്ച പ്രസ്ഥാനം ഏത്, ജ്യോതിറാവ് ഫൂലെ സ്ഥാപിച്ച പ്രസ്ഥാനം ഏത്. ഇത്തരത്തില് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അത് സ്ഥാപിച്ചത് ആരാണെന്നും ഉള്ളൊരു ചോദ്യം ചോദിച്ചേ. സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അത് സ്ഥാപിച്ചത് ആരാണെന്നുള്ള ചോദ്യം ചോദിച്ചേ. പിന്നീട് റീസെന്റ് ആയിട്ട് കണ്ടുവരുന്ന ഒരു ചോദ്യമാണ് പത്രങ്ങളും സ്ഥാപകരും. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തില് ഇന്ത്യയിൽ ആരംഭിച്ച പ്രധാനപ്പെട്ട പത്രങ്ങളും സ്ഥാപകരും. ഇതാണ് ഇന്ത്യ ചരിത്രത്തിൽ നിന്നും പ്രധാനമായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള ചില ചോദ്യങ്ങൾ. പിന്നെ മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ഒഴിവാക്കാൻ കഴിയാത്ത ഒരു പോയിന്റ്, ഒരു മേഖലയാണ്. ഏകദേശം 1-2 SCERT കൂടാതെ ഗാന്ധിജിയെ കുറിച്ചുള്ള ഏതാനും ചില പോയിന്റുകൾ കൂടി നോക്കി വെക്കുന്നത് നന്നായിരിക്കും എന്ന് ഓർക്കണം.
അപ്പൊ ഇതാണ് പ്രധാനമായിട്ടും എന്താണ് ഈ ഇന്ത്യ ചരിത്രത്തിൽ നിന്നും ചോദിച്ച് കണ്ടിട്ടുള്ള മേഖലകൾ. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച്, ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനങ്ങൾ, അതിന്റെ വേദികൾ, അവര് നേതൃത്വം കൊടുത്ത സമരങ്ങൾ, സ്വദേശി ആയിക്കോട്ടെ, നോൺ കോർപ്പറേഷൻ ആയിക്കോട്ടെ, സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റ് ആയിക്കോട്ടെ, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ആയിക്കോട്ടെ, ഇത്തരം സമരങ്ങൾ. പിന്നെയുള്ളത് സോഷ്യൽ റിഫോം മൂവ്മെന്റും അതിന്റെ സ്ഥാപകരും. പിന്നെയുള്ളത് പ്രധാനപ്പെട്ട പത്രങ്ങൾ, മാഗസിനുകൾ, അതിന്റെ സ്ഥാപകരും. പിന്നെയുള്ളത് മഹാത്മാഗാന്ധി. ഇത്രയും കാര്യങ്ങളിൽ ഒന്ന് റിവോൾവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിരിക്കും എന്നുള്ളതാണ് ഒരു സജഷൻ. ലോക ചരിത്രത്തിനകത്ത് ഈ 4 കാര്യങ്ങൾ, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് റവല്യൂഷൻ, റഷ്യൻ റവല്യൂഷൻ, ചൈനീസ് റവല്യൂഷൻ, ഇതിനകത്തു നിന്നാണ് സാധാരണയായിട്ട് ചോദ്യങ്ങൾ കണ്ടിട്ടുള്ളത്. ഇതിനകത്ത് വേറെ ഒരു കണ്ടന്റും തപ്പിപ്പോകേണ്ട. SCERT പുസ്തകങ്ങളിൽ കൊടുത്തിരിക്കുന്ന കണ്ടന്റ് മാത്രം വായിച്ചാൽ മതി കേട്ടോ. പുറത്തേക്ക് ഒരു കണ്ടന്റും തപ്പിപ്പോകരുത്. SCERT പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന കണ്ടന്റ് മാത്രം വായിക്കുക. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫ്രഞ്ച് റവല്യൂഷന്, റഷ്യൻ റവല്യൂഷന്, ചൈനീസ് റവല്യൂഷന്, ഗ്രേറ്റ് റവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട്, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. SCERT മാത്രം വായിക്കാവും. SCERT മാത്രം വായിക്കാവും. പിന്നീട് ഇടയ്ക്കിനും മുട്ടിനും ഓരോ ചോദ്യ പേപ്പർ അത് പുട്ടിന് പീര പോലെ കണ്ടിട്ടുള്ള ഒരു ഭാഗമാണ് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ, UN-ഉമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം. അപ്പോൾ ഈ വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് 2 അല്ലെങ്കിൽ 3 ചോദ്യങ്ങൾ, സാധാരണ 2 ചോദ്യങ്ങളാണ് ചോദിക്കുക. ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു റെവല്യൂഷനെ കുറിച്ചും UN-നെ കുറിച്ചും ആയിരിക്കും. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എന്താണ് 2 റെവല്യൂഷൻസിനെ പറ്റിയായിരിക്കും ചോദ്യം. അതല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ട്രീറ്റീസിനെ പറ്റി, എന്തെങ്കിലും പേരോ, ഈ പേര് എന്തുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും ചോദ്യം. സോ ഈ 1, 2, 3, 4, 5, 6 പോയിന്റുകൾ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്തോളൂ. നമ്മുടെ ആ 100 ടോപ്പിക്കിനകത്ത് ഇതെല്ലാം വരുന്ന കേട്ടോ. ഞാനൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തന്നോളാം. അതിനനുസരിച്ച് നിങ്ങൾ ഓരോ ദിവസവും ഒരു 4 എണ്ണം വെച്ചങ്ങ് പഠിച്ചാൽ മതി. ഇനി ജോഗ്രഫിക്കകത്ത് 5 ചോദ്യങ്ങളാണ് ചോദിക്കുന്നതെങ്കിലും ഇത് ഇത്രയും ഭാഗം ജോഗ്രഫിയുടെ സിലബസാണ്. വേൾഡ് ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി, കേരള ജോഗ്രഫി. വേൾഡ് ജോഗ്രഫിയുടെ സിലബസ് കണ്ടോ? ഇത്രയും ഭാഗം വേൾഡ് ജോഗ്രഫിയുടെ സിലബസാണ്. പക്ഷെ ആകെ ഒറ്റ ചോദ്യമൊക്കെ ഇതിനകത്ത് ചോദിക്കാറുള്ളൂ. ഇത്രയും ഭാഗം, ഈ ബേസിക് ഓഫ് ജോഗ്രഫി മുതൽ സ്പെസിഫിക് ഫീച്ചേഴ്സ്, ഇത്രയും വലിയൊരു ഭാഗം വേൾഡ് ജോഗ്രഫിയുടെ സിലബസാണ്. പക്ഷെ ആകെ ഒരു ചോദ്യങ്ങളൊക്കെയാണ് ഈ മേഖലയിൽ നിന്ന് ചോദിക്കാറുള്ളത്. അതുകൊണ്ട് നിങ്ങൾ നോക്കേണ്ടത് ഇത്രേ ഉള്ളൂ: അറ്റ്മോസ്ഫിയർ, റോക്സ്, പ്രഷർ ബെൽറ്റ് ആൻഡ് വിൻസ്, ഇത്രയും കാര്യങ്ങളൊന്നും നോക്കുക. അന്തരീക്ഷത്തെ കുറിച്ചൊന്ന് പഠിക്കുക, ഭൂമിയിൽ കാണപ്പെടുന്ന റോക്സ്, പാറകളെ കുറിച്ച് പഠിക്കുക, കാറ്റിനെ കുറിച്ച്, പ്രഷർ ബെൽറ്റിനെ കുറിച്ചും കാറ്റിനെ കുറിച്ചും പഠിക്കുക. പിന്നെ അത്ര നിർബന്ധമാണെങ്കിൽ മാത്രം നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഓഷ്യൻ കറന്റ്സ്, ഓഷ്യൻസ് ആൻഡ് വേരിയസ് ഓഷ്യൻ കറന്റ്സ്. ഇത്രയും കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. ബാക്കി ഗ്ലോബൽ വാർമിങ്ങും മാപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എല്ലാം ചോദ്യ പേപ്പറുകളിലും കണ്ടിട്ടില്ല. പക്ഷെ അറ്റ്മോസ്ഫിയർ എല്ലായിടത്തും ഇടം പിടിക്കാറുണ്ട്. റോക്സ് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. കാറ്റുകളെ പറ്റി, പ്രധാനപ്പെട്ട വിൻഡ് സിസ്റ്റത്തിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. ഓഷ്യൻ കറന്റ്സിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ഈ വേൾഡ് ജോഗ്രഫിന്ന് ചോദിക്കുക. 1 മാർക്കിന് വേണ്ടി നമ്മൾ ഇതെല്ലാം കുത്തിപ്പിടിച്ചിരുന്ന് പഠിച്ച് സമയം കളയേണ്ട. അത്യാവശ്യം ഈ മേഖലകളിലേക്കൊന്ന് ശ്രദ്ധ കൊടുക്കുന്നത് നന്നായിരിക്കും. നമുക്ക് പിന്നീട് നമ്മൾ വർക്ക് ചെയ്താൽ എർത്ത് സ്ട്രക്ചർ വേണമെങ്കിൽ പഠിച്ചോ. എർത്ത് സ്ട്രക്ചർ, എർത്തിന്റെ സ്ട്രക്ചർ ഇതാണ്. എർത്തിന്റെ എന്താണ് ട്രോപ്പോസ്ഫിയർ, ഇതാണ് ലിത്തോസ്ഫിയറിനെ കുറിച്ചും അയണോസ്ഫിയർ, എന്താണ് നമ്മുടെ മാന്റിലിനെ കുറിച്ചും ക്രസ്റ്റിനെ കുറിച്ചും ഇന്നർ കോറിനെ കുറിച്ചും ഔട്ടർ കോറിനെ കുറിച്ചും ഒക്കെ വേണമെങ്കിൽ പഠിച്ചോ. ഡിസ്കണ്ടിന്യൂറ്റീസിനെ കുറിച്ചൊക്കെ പഠിച്ചു. പക്ഷെ അത്രയും സമയം നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ആ ചോദ്യം അവിടെ ചോദിക്കോ ഇല്ലയോ എന്ന് നമുക്ക് നിർബന്ധം പറയാൻ പറ്റില്ല. പക്ഷെ റോക്സിനെ കുറിച്ച്, അറ്റ്മോസ്ഫിയറിനെ കുറിച്ചും പ്രഷർ ബെൽറ്റിനെ കുറിച്ച്, ഓഷ്യൻ കറന്റ്സിനെ കുറിച്ചും ഒക്കെ ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട്. ഇതെല്ലാം പഠിക്കാൻ കേട്ടോ. ഞാൻ നിങ്ങളോട് പഠിക്കരുത് എന്ന് ഞാൻ പറയുന്നേ ഇല്ല. പക്ഷെ നമ്മുടെ സമയത്തിനനുസരിച്ച് നമുക്ക് ഈ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഏരിയാസ് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാം പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമുക്ക് ഒരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. എല്ലാം പഠിക്കേണ്ടവർക്ക് എല്ലാം പഠിക്കാം. പക്ഷെ സമയം തികയാതിരിക്കരുത് എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. നമുക്ക് സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മേഖല ഇന്ത്യൻ ജോഗ്രഫിയാണ്. നമുക്ക് സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മേഖല ഇന്ത്യൻ ജോഗ്രഫി. ഹിമാലയത്തെക്കുറിച്ചും ഹിമാലയങ്ങളിൽ കാണപ്പെടുന്ന പാസുകൾ, ചുരങ്ങളെ കുറിച്ചും നദികളെ കുറിച്ചും നമ്മുടെ പീഠഭൂമിയെക്കുറിച്ചും നമ്മുടെ കോസ്റ്റൽ പ്ലെയിനെ കുറിച്ചും ഇവിടെ കാണുന്ന മിനറൽസിനെ കുറിച്ചൊക്കെ അത്യാവശ്യം പഠിക്കാനുള്ള സമയം കൊടുത്തു കഴിഞ്ഞാൽ 3 ചോദ്യങ്ങളെങ്കിലും നമുക്ക് അവിടുന്ന് കിട്ടും. 2-3 ചോദ്യങ്ങൾ ഉറപ്പായിട്ട് നമുക്ക് അവിടുന്ന് കിട്ടും. ഹിമാലയത്തെ കുറിച്ച് ചോദിക്കാറുണ്ട്, നദികളെ കുറിച്ച് ചോദിക്കാറുണ്ട്, മിനറൽസിനെ കുറിച്ചും ചോദിക്കാറുണ്ട്.
ഏകദേശം ഒരു 3 ചോദ്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് ഉറപ്പായിട്ടും കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ, സമയം ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ ജോഗ്രഫിയിൽ കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്തുകൊള്ളുക. അവിടെയും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എവിടെയാണ്? നോർത്തേൺ മൗണ്ടൻ റീജിയൻ, ഹിമാലയൻ മലനിരകളെ കുറിച്ച്, റിവേഴ്സ്, ഇന്ത്യയിലെ നദികളെ കുറിച്ച്, അതുപോലെ നമ്മുടെ ഭൂമിയുടെ ഇന്ത്യയുടെ ഘടന, നോർത്തേൺ പ്ലെയിൻസ്, പെനിൻസുലർ പ്ലേറ്റ്, കോസ്റ്റൽ പ്ലെയിൻ, ഇത്രയും കാര്യങ്ങൾ ഒന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധ കൊടുക്കുക. പിന്നെ മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രീസ്, നമ്മുടെ എന്താണ് ഓരോ മിനറൽസിന്റെയും ഡെപ്പോസിറ്റുകൾ കാണപ്പെടുന്ന പ്രത്യേക സംസ്ഥാനങ്ങളെ കുറിച്ചൊക്കെ SCERT കൃത്യമായിട്ട് പറയുന്നു. അവിടെ കൂടി ഒന്ന് ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും. ക്ലൈമറ്റ് ഒക്കെ പിന്നെ നമ്മൾ മൺസൂൺ ക്ലൈമറ്റ് നമ്മൾ SCERT വായിച്ചു പോകുന്നതിന്റെ കൂടെ കൈകാര്യം ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള കണ്ടന്റ് ആണ്. അതുകൊണ്ട് അതിനുവേണ്ടി പ്രത്യേക സമയം കൊടുക്കണ്ട. പക്ഷെ ഹിമാലയങ്ങളെ കുറിച്ച്, ഹിമാലയത്തിന്റെ പ്രത്യേകത, അവിടെ കാണുന്ന ചുരങ്ങൾ, പാസുകൾ, അത് കൃത്യമായിട്ടൊന്ന് കവർ ചെയ്തോണം. പ്രധാനപ്പെട്ട നദികളും അവയുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്റ്റും കവർ ചെയ്തോണം. അതുപോലെ ഇന്ത്യയുടെ ജിയോഗ്രഫിക് ഡിവിഷൻ, ഓക്കെ, നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻസ്, പെനിൻസുലർ പ്ലേറ്റ്, കോസ്റ്റൽ പ്ലെയിൻ, ഇവയുടെ പ്രത്യേകതകളെ കുറിച്ച് ഒന്ന് സമയം എടുത്തൊന്ന് നോക്കിക്കോണം. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മിനറൽസും അതുമായിട്ട് ബന്ധപ്പെട്ട വ്യവസായങ്ങളും SCERT നിന്ന് കവർ ചെയ്തു. കേരള ജോഗ്രഫി എന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത് ഇവിടുത്തെ നദികളും ആ നദികളുമായിട്ട് ബന്ധപ്പെട്ട, നദികളിൽ കാണപ്പെടുന്ന ഡാം ആയിരിക്കാം, അല്ലെങ്കിൽ വെള്ളച്ചാട്ടമായിരിക്കാം, അത്തരത്തിൽ റിവേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് കൂടുതലും ചോദിച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ കേരളത്തിന്റെ ഒരു പ്രത്യേകതയെ പശ്ചിമഘട്ടം, വെസ്റ്റേൺ ഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വൈൽഡ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇത് വെറുതെ ചുമ്മാ നമുക്കൊന്ന് പഠിച്ചു വെക്കാൻ പറ്റുന്ന ഒരു കണ്ടന്റ് ആയത്. ഒരു ചോദ്യം കിട്ടിയ അത്ര ആയില്ലേ. അഗ്രികൾച്ചർ ആൻഡ് റിസർച്ച് സെന്റേഴ്സ് ഇൻ കേരള, കേരളത്തിലെ പ്രധാനപ്പെട്ട കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. 1 മാർക്ക് കിട്ടിയാൽ കിട്ടി എന്നുള്ളതാണ്. പലപ്പോഴും ഈ ചോദ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, അതുപോലെ ട്രാൻസ്പോർട്ട് സിസ്റ്റം, റോഡ്, വാട്ടർ, റെയിൽവേ, എയർ, ഇതൊക്കെ നമ്മൾ ജനറൽ ആയിട്ട് കാണുന്ന ഒരു ഭാഗമാണ്. പക്ഷെ ഇത്രയും കാര്യങ്ങളെങ്കിലും ഏകദേശം കേരളത്തിലെ പ്രധാനപ്പെട്ട നദികൾ, ആ നദികളിൽ കാണപ്പെടുന്ന ഡാമുകൾ, അതുപോലെ നമ്മുടെ ഇവിടുത്തെ വനങ്ങൾ, കേരളത്തിലെ വനങ്ങളിൽ വൈൽഡ് ലൈഫ്, അഗ്രികൾച്ചറൽ ആൻഡ് റിസർച്ച് സെന്റേഴ്സ്, ഈ ഒരു ഏകദേശം ഒരു ഐഡിയ ഒന്ന് ജോഗ്രഫിയിൽ ഉണ്ടാക്കിയെടുക്കുന്നത് നല്ലതായിരിക്കും. അതിന്റെ ഒരു ധാരണ നമുക്ക് SCERT നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് നല്ലതായിരിക്കും. ഇക്കണോമിക്സിനകത്ത് ഒരു സംശയമില്ല, ഇക്കണോമിക്സിനകത്ത് 5 ഇയർ പ്ലാൻ സ്ഥിരം വേട്ടമൃഗമാണ്. ഒരു ചോദ്യം ഉറപ്പായിട്ടുണ്ട്. 5 ഇയർ പ്ലാൻ നിർബന്ധമായിട്ട് ഒരു ചോദ്യമുണ്ട്. നീതി ആയോഗ് നിർബന്ധമായിട്ട് ഒരു ചോദ്യമുണ്ട്. ഇനി റിസർവ് ബാങ്ക് നിർബന്ധമായിട്ട് ഒരു ചോദ്യമുണ്ട്. റിസർവ് ബാങ്ക്. ഈ ടാക്സ്, നോൺ ടാക്സ് റവന്യൂ എന്നതിനകത്ത് നിങ്ങൾ ചിന്തിക്കേണ്ട, അതിന് GST എന്ന് മാത്രം ഓർത്താൽ. GSTക്കകത്തുനിന്നൊരു ചോദ്യം വരും. GST. പിന്നെ ഉപഭോക്തൃ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം വരും, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. ഇതിനപ്പുറത്തേക്ക് ഒരു ചോദ്യം അവർ ചോദിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ ചില ടേംസുകളാണ്. അതായത് GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, GDP, നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്, പേഴ്സണൽ ഇൻകം, അതുപോലെ പെർ ക്യാപിറ്റ ഇൻകം, ഇത്തരത്തിലുള്ള ചെറിയ നാഷണൽ ഇൻകവുമായിട്ട് ബന്ധപ്പെട്ട ടേമുകളും. ഈ ടേംസ് ചില ചോദ്യ പേപ്പറുകൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്. പക്ഷെ സ്ഥിരമായിട്ട് എല്ലാ ചോദ്യ പേപ്പറുകളിലും കാണുന്ന ഒരു ചോദ്യം 5 ഇയർ പ്ലാൻ ആണ്, ഒരു ചോദ്യം നീതി ആയോഗ് ആണ്, ഒരു ചോദ്യം GST ആണ്, ഒരു ചോദ്യം റിസർവ് ബാങ്ക് ആണ്. അങ്ങനെ 4 ചോദ്യം എന്താണെങ്കിലും വരും. അതിനപ്പുറത്ത് ഒരു ചോദ്യം എക്സ്ട്രാ ഞാൻ ഈ പറഞ്ഞ നാഷണൽ ഇൻകത്തിൽ നിന്നോ കൺസ്യൂമർ പ്രൊട്ടക്ഷനിൽ നിന്നോ ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. സോ 5 ഇയർ പ്ലാൻ മസ്റ്റ് ആണ്. ഉറപ്പായിട്ടും 5 ഇയർ പ്ലാൻ റിവൈസ് ചെയ്തിരിക്കണം. നീതി ആയോഗ് കൃത്യമായിട്ട് റിവൈസ് ചെയ്തിരിക്കണം. GST കൗൺസിൽ അല്ലെങ്കിൽ GST കൃത്യമായിട്ട് റിവൈസ് ചെയ്തിരിക്കണം. റിസർവ് ബാങ്ക് കൃത്യമായിട്ടും ഫോളോ അപ്പ് ചെയ്തിരിക്കണം. ഇനി സിവിക്സിന്റെ ഭാഗത്ത് നിന്ന് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഒരു ചോദ്യം ചോദിക്കും. അത് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവർ ചോദിക്കുന്നത്. ഇങ്ങനെ ഒരു സിലബസ് ഇട്ടത് കൊണ്ട് ചോദിക്കണമല്ലോ എന്നോർത്ത് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവർ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഒരു ചോദ്യം ചോദിക്കും. അതായത് എന്താണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ബ്യൂറോക്രസി, ഈ ടേം ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്, അല്ലെങ്കിൽ എന്താണ് ബ്യൂറോക്രസി കൊണ്ട് അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ജനറൽ തിയറിയിൽ നിന്ന് ഒരു ചോദ്യം എന്താണ് അവർ ചോദിക്കും. അതിനുവേണ്ടി ഇനി നമ്മൾ പ്രത്യേകം വേറെ ബുക്കൊന്നും വായിച്ച് സമയം കളയണ്ട, നമുക്ക് വേണമെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നുള്ളൂ. പിന്നെ വേറെ ഈ ഒരു സിവിക്സിന്റെ ഭാഗത്ത് പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ, ഇന്ത്യൻ സിവിൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ഇന്ത്യൻ സിവിൽ സർവീസ്, അതിൽ ഓൾ ഇന്ത്യ സർവീസിനെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റുകളെ കുറിച്ചായിരിക്കാം, UPSCയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യമായിരിക്കും. അതുപോലെ ഈ ഗവേണൻസ് വേണമെങ്കിൽ നമുക്ക് പരിഗണിക്കാവുന്നതാണ്. ഇൻഫർമേഷൻ കമ്മീഷൻ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്,
ഇതൊരു ചോദ്യം അവർക്ക് ഒഴിവാക്കാൻ നിർത്തില്ല. റൈറ്റ് ടു ഇൻഫർമേഷൻ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ഈ മേഖലയിൽ അവർ ചോദിച്ചേക്കും. പിന്നെ നമ്മുടെ കോടതിയുടെ അല്ലെങ്കിൽ ജുഡീഷ്യറിയിൽ അവർ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ജഡ്ജിമാരുടെയൊക്കെ അപ്പോയിന്റ്മെന്റ് അല്ലെങ്കിൽ ജഡ്ജിമാരുടെ ഒരു ടെന്യൂർ, അവരുടെ ഒരു കാലഗണന, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് കൂടുതൽ അവർ ചോദിക്കുന്നത്. ഇപ്പൊ സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും ജഡ്ജിമാരെ കുറിച്ചൊക്കെയുള്ള ഒരു ഏകദേശം ഒരു ഐഡിയ, അവരെയൊക്കെ എങ്ങനെ അപ്പോയിന്റ് ചെയ്യുന്നു എന്നൊക്കെയുള്ള ഒരു ധാരണ ഉണ്ടാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഇനി മറ്റൊരു ചോദ്യം നോക്കേണ്ടതായിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടീസ്, ഇന്ത്യയിലെ അറ്റ്ലീസ്റ്റ് നാഷണൽ പാർട്ടീസ് ഏതൊക്കെയാണെന്നും അത് എങ്ങനെയൊക്കെയാണ് ഒരു നാഷണൽ പാർട്ടി ഐഡന്റിഫൈ ചെയ്യുന്നത് എന്നുള്ളതെങ്കിലും ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, ലോക്പാൽ ലോകായുക്ത നിലവിൽ പ്രാധാന്യമുള്ള ഒരു മേഖലയാണ്. അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ലോക്പാൽ ലോകായുക്തയോടെ നമ്മൾ നോക്കേണ്ടി വരും. പിന്നെ ഉള്ളതാണ് സ്ഥിരം വേട്ടമൃഗം ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. എന്താണ് നമ്മുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞത് കൊണ്ട് ഇവിടെ ഞാൻ വീണ്ടും അത് എടുത്തു പറയുന്നില്ല. ഇത്രയും ഭാഗങ്ങളൊന്ന് സിവിക്സിനകത്ത് നിന്നൊന്ന് റിവൈസ് ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റണം കേട്ടോ. പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ഒരു ജനറൽ ആയിട്ടുള്ള കണ്ടന്റ്, ഇന്ത്യൻ സിവിൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, ലോക്പാൽ ലോകായുക്ത, ഇന്ത്യൻ ജുഡീഷ്യറി, പൊളിറ്റിക്കൽ പാർട്ടീസ്, ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശ കമ്മീഷൻ, ഇത്രയും കാര്യങ്ങളെങ്കിൽ ഇവിടെ ഒന്ന് കറങ്ങി ഒന്ന് നോക്കിക്കോണം. പിന്നെ ഉള്ളത് കോൺസ്റ്റിറ്റ്യൂഷനാണ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കൂടുതലും ചോദിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, ഒരു ജനറൽ ടോപ്പിക് ആണ്, ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്താൽ മതി. പ്രിയാമ്പിളിന്റെ ഫിലോസഫിയുമായിട്ട് ബന്ധപ്പെട്ട പല ചോദ്യങ്ങളും കണ്ടിട്ടുണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ്സും DPSPയും കമ്പൈൻ ചെയ്തുകൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അത് എല്ലാ പരീക്ഷയ്ക്കും എല്ലാവരും റിവൈസ് ചെയ്യാൻ പറയുന്ന രണ്ട് ടോപ്പിക്കാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പോളിസി. അത് ഒഴിവാക്കി നമുക്ക് ഒരു പരീക്ഷയ്ക്കും പോകാൻ പറ്റില്ല. ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. സിറ്റിസൺഷിപ്പ് വേണമെങ്കിൽ ചോദിക്കാം. ഇപ്പൊ നിലവില് സിറ്റിസൺഷിപ്പ് ഒക്കെ ഒന്ന് വാർത്തയിലേക്കൊക്കെ വന്ന് നിൽക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് സിറ്റിസൺഷിപ്പ് ഒരു പക്ഷേ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഉള്ളത് അമെൻമെന്റ് ആണ്, ഭേദഗതി. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ പല ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികളെ കുറിച്ച് ചോദ്യം നിർബന്ധമായിട്ടും വരാൻ ചാൻസ് ഉണ്ട്. പഞ്ചായത്ത് രാജ് ഒന്ന് നോക്കി വെച്ചോളൂ, കാരണം LSGS ഒക്കെ വരാനിരിക്കുന്നത് കൊണ്ട് പഞ്ചായത്ത് രാജ് അവരൊന്ന് എടുത്തിടാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഉള്ളത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇത് ഭരണഘടനാ സ്ഥാപനങ്ങൾ, ചിലപ്പോൾ UPSC കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ കുറിച്ചായിരിക്കും. ഇപ്പൊ പുതിയ ഇലക്ഷൻ കമ്മീഷണർമാരെയൊക്കെ അപ്പോയിന്റ് ചെയ്ത സ്ഥിതിക്ക് ഒരുപക്ഷെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ പറ്റി ഒരു ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഫിനാൻസ് കമ്മീഷനെ കുറിച്ചായിരിക്കും. അതുകൊണ്ട് പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ഒന്ന് നോക്കി വെച്ചേക്കും. പിന്നെ ഉള്ളത് എമർജൻസിയും യൂണിയൻ ലിസ്റ്റ്, അല്ലെങ്കിൽ എമർജൻസിയും 7th ഷെഡ്യൂളുമാണ്. എമർജൻസിയും 7th ഷെഡ്യൂളും. എമർജൻസിയിൽ നിന്ന് പലതവണയായിട്ട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. 7th ഷെഡ്യൂളിൽ നിന്ന് മിക്കപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുന്നു. സോ ഈ കാര്യം കൂടി നമുക്കൊന്ന് റിവൈസ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റും. സിവിക്സിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒഴിവാക്കാമെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് അങ്ങനെ ഒരുപാട് പോയിന്റുകൾ ഒഴിവാക്കാൻ നിവൃത്തിയില്ല. ഇനി കല, കായികം, സാഹിത്യ, സംസ്കാരം, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കണ്ടന്റ് ഉള്ള ഒരു മേഖലയാണ്. ഒരുപാട് കണ്ടന്റ്. പക്ഷെ ഇത് കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്നുള്ള ഒരു രീതിയിലാണ് ഇവിടെ പലപ്പോഴും നമ്മൾ ചോദ്യങ്ങൾ കണ്ടിട്ടുള്ളത്. പക്ഷെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പ്രശസ്തമായിട്ടുള്ള ഈ കല, അല്ലെങ്കിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട കലയുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ എന്നാ പറഞ്ഞിരിക്കുന്നത്. അതിൽ സ്ഥാപനങ്ങൾ ഒന്ന് നോക്കി വെച്ചേക്കുക. കേരളത്തിലെ കലാരൂപങ്ങൾ, കലയുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ ഒന്ന് നോക്കി വെച്ചേക്കുക. കലാകാരന്മാര് കറണ്ട് അഫയേഴ്സിൽ ആരെങ്കിലൊക്കെ റീസെന്റ് ആയിട്ട് വന്നിട്ടുണ്ടോ എന്നൊന്ന് നോക്കി അവർക്ക് കുറച്ചുകൂടെ പ്രാധാന്യം കൊടുത്തേക്കുക. പിന്നെ എഴുത്തുകാർ, ഈ 3 കാര്യങ്ങൾ ഒന്ന് നോക്കി വെച്ചേക്കുക. അതില് ഈ സ്ഥാപനങ്ങൾ കൃത്യമായിട്ട്, സ്ഥാപനങ്ങളിനകത്ത് ഒരു ചോദ്യം എന്താണെങ്കിലും വരാൻ ചാൻസ് ഉണ്ട്. പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ നോക്കി വെച്ചേക്കുക. കലാകാരന്മാർ, എഴുത്തുകാർ. കായിക രംഗത്ത് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനകത്ത് പ്രധാന അവാർഡുകൾ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ഇനി പ്രധാനപ്പെട്ട ട്രോഫികൾ വേണമെങ്കിൽ നോക്കാം. ഇതൊന്ന് നോക്കാം. പ്രധാനപ്പെട്ട കായിക ഇനങ്ങളും പങ്കെടുക്കുന്ന കളിക്കാരുടെ എണ്ണവും, പിന്നെ വേദികൾ, അതായത് 2022 ഒളിമ്പിക്സ് എവിടെ, അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന ഒളിമ്പിക്സ് എവിടെ, കഴിഞ്ഞ ഒളിമ്പിക്സ് എവിടെയായിരുന്നു, കഴിഞ്ഞ ഏഷ്യൻ ഗെയിംസ് എവിടെയായിരുന്നു, കഴിഞ്ഞ കോമൺവെൽത്ത് ഗെയിംസ് എവിടെയായിരുന്നു, ഇത്തരത്തിൽ വേദികളുണ്ടല്ലോ. ഇത് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട വേദികൾ, കഴിഞ്ഞു പോയ ഗെയിംസിന്റെ വേദികളും ഇനി വരാനിരിക്കുന്ന ഗെയിംസിന്റെ വേദികളും ഒന്ന് പഠിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ വിന്റർ ഒളിമ്പിക്സ്, പാരാ ഒളിമ്പിക്സ്, ഇതിന്റെയൊക്കെ വേദികളായിരിക്കും കൂടുതൽ ചോദിക്കുക കേട്ടോ. എവിടെ വെച്ചാണ് നടന്നത്, അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന എവിടെ വെച്ചാണ് എന്നൊക്കെ ഒന്ന് നോക്കി വെച്ചാൽ മതി. എല്ലാ ഗെയിംസിന്റെയും വേദികൾ ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. വേദികൾ
വേദികളൊന്ന് മനസ്സിലാക്കി വെക്കും നല്ലതായിരിക്കും. പിന്നെ ഉള്ളത് ഈ ഓരോ രാജ്യത്തിന്റെയും കായിക ഇനങ്ങൾ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. എങ്കിലും ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കിയാൽ മതി. പക്ഷേ ചില താരങ്ങൾ നേട്ടങ്ങൾ ഈ ഒരു കാര്യം പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അത് US ഓപ്പൺ, ഈ വർഷത്തെ US ഓപ്പൺ നേടിയത് ആര്, അല്ലെങ്കിൽ ഈ വർഷത്തെ IPL ട്രോഫി നേടിയത് ആര്, അല്ലെങ്കിൽ ഈ വർഷത്തെ ടെസ്റ്റ് ക്രിക്കറ്റ് അല്ലെങ്കിൽ ടെസ്റ്റ് വേൾഡ് കപ്പ് ജയിച്ചത് ആര്, അല്ലെങ്കിൽ ഏകദിന വേൾഡ് കപ്പ് ജയിച്ചത് ആര്, ഇത്തരത്തില് മത്സരങ്ങളിൽ താരങ്ങൾ അല്ലെങ്കിൽ മത്സരങ്ങളിൽ വിജയികളായവരെ പ്രത്യേകമായിട്ട് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് റീസെന്റ് ആയിട്ട് നടന്ന കുറച്ച് ടെന്നീസ്, ക്രിക്കറ്റ്, ഫുട്ബോൾ ഇത്തരത്തിലുള്ള ഗെയിമുകളിലെ പ്രധാനപ്പെട്ട അവാർഡുകളോ ചെറിയ വിജയങ്ങളോ ബാലൻഡിയർ അത്തരത്തിലുള്ള അവാർഡുകളൊക്കെ കിട്ടുമല്ലോ. അപ്പൊ ഇത്തരത്തില് ഇൻഡിവിജ്വലി അവാർഡുകളോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വിജയങ്ങളോ നേടിയ വ്യക്തികളുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് നോക്കി വെച്ചേക്കാം. ഇനി സാഹിത്യം, ഇതില് തൂലികാനാമം ഒന്ന് നോക്കി വെച്ചേക്കുക. കഥാപാത്രങ്ങൾ, കൃതികൾ ഒന്ന് നോക്കി വെച്ചേക്കുക. പ്രശസ്തമായ വരികൾ, കൃതികൾ, എഴുത്തുകാർ ഒന്ന് നോക്കി വെച്ചേക്കുക. പിന്നെ റീസെന്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള അവാർഡുകൾ, പ്രത്യേകിച്ച് മലയാളത്തില് കേരളത്തില് റീസെന്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള അവാർഡുകൾ, അതിനാരാണ് അർഹരായിരിക്കുന്നത് എന്നൊന്ന് ഓർത്തു വെച്ചുകൊള്ളുക. ജ്ഞാനപീഠം നേടിയ മലയാളികൾ അല്ലെങ്കിൽ ജ്ഞാനപീഠവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പോയിന്റുകൾ ഒന്നുകൂടെ നോക്കി വെച്ചേക്കും. ബാക്കി കാര്യങ്ങൾ നോക്കി നമ്മൾ സമയം കളയണ്ട. അവിടെ അങ്ങനെ ഒരു ചോദ്യം വന്നെങ്കിൽ പോലും നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്യാം. പക്ഷെ ഈ മേഖലയിൽ നിന്ന് ഉറപ്പായിട്ട് ചോദ്യം ഉണ്ടാവും. എഴുത്തുകാർ, തൂലികനാമം, കഥാപാത്രങ്ങളെ, കൃതികൾ, പ്രശസ്തമായ വരികൾ, അവാർഡ്, ജ്ഞാനപീഠം, ഇത് അത്യാവശ്യം പ്രാധാന്യത്തോടെ ഒന്ന് നോക്കി വെച്ചേക്കും. ഇനി കേരളത്തിലെ പ്രധാന ആഘോഷങ്ങൾ, സംസ്കാരത്തിൽ നിന്നും സാധാരണ ചോദിച്ച് കണ്ടിട്ടുള്ളത് ആഘോഷങ്ങളും അത് നടക്കുന്ന സ്ഥലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് കേട്ടോ. പലതരത്തിലുള്ള ആഘോഷങ്ങളുണ്ട്. തൃശ്ശൂർ പൂരം, അതുപോലെ മാരാമൺ കൺവെൻഷൻ ചോദ്യം ഉണ്ടായിരുന്നു, തൃപ്പൂണിത്തുറ അത്തച്ചമയം ചോദ്യം ഉണ്ടായിരുന്നു, അതുപോലെ പൂരങ്ങള്, ഇത്തരത്തിലുള്ള ആഘോഷങ്ങളുണ്ടല്ലോ. ആഘോഷവും അല്ലെങ്കിൽ വലിയ ഒരുപാട് ആൾക്കാർ കൂടിച്ചേരുന്ന ഫംഗ്ഷൻസും അത് നടക്കുന്ന സ്ഥലങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട 1-2 പോയിന്റുകൾ ചോദിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ അത് നോക്കിയില്ലെങ്കിലും നമുക്ക് അവിടെ 1 മാർക്കൊക്കെ സാധാരണ വരുള്ളൂ. അത് വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്താണെങ്കിലും പോകുന്നതിനകത്ത് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. പിന്നെ ബേസിക് കമ്പ്യൂട്ടറിനകത്ത് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഒരു സജഷൻ ഇതാണ്. വേറെ ഒന്നും നോക്കിയില്ലെങ്കിലും ഈ മേഖല മാത്രം ഒന്ന് പഠിച്ചിട്ട് പോകും. ബേസിക് കമ്പ്യൂട്ടറിനകത്ത് നിന്ന് 5 മാർക്കിന്റെ ആണെന്ന് ചോദ്യങ്ങൾ ചോദിക്കുക. ഇനിയിപ്പം വേറൊന്നും പഠിക്കാൻ നമുക്ക് സമയം കിട്ടിയില്ലെങ്കിലും സൈബർ ക്രൈം ആൻഡ് സൈബർ ലോ, ഇതിനകത്ത് നിന്ന് 1-2 ചോദ്യം ഉറപ്പായിട്ടും ചോദിക്കും. 2 ചോദിച്ചെങ്കിലും 1 ചോദ്യം ഉറപ്പായിട്ടും ചോദിക്കും. അപ്പൊ ഇതിനകത്ത് ഈ 5 ചോദ്യങ്ങളിൽ ഇതെല്ലാം പഠിക്കാൻ നമുക്ക് സമയം കിട്ടിയില്ലെങ്കിലും സൈബർ ക്രൈംസും സൈബർ ലോയുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റുകൾ കൃത്യമായിട്ട് നോക്കിയിട്ട് പോകുക. ഒറ്റ ചോദ്യം ഉറപ്പാണ്. 1 ചോദ്യം ഉറപ്പായിട്ടും വന്നിരിക്കും. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഇതാണ്, ഹാർഡ്വെയറിന്റെ ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്, മെമ്മറി ഡിവൈസ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മെമ്മറി ഡിവൈസ്. ഇൻപുട്ട് ഡിവൈസ് ചോദിക്കാൻ സാധ്യതയുണ്ട്, ഔട്ട്പുട്ട് ഡിവൈസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് മെമ്മറി ഡിവൈസ്. ഇത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ 2 മാർക്കായി. പക്ഷെ ഇതിൽ ഞാൻ റിസ്ക് എടുക്കാൻ പറയുന്നില്ല. സമയം ഉണ്ടെങ്കിൽ റിവൈസ് ചെയ്ത് പോവുക. അതല്ലാന്നുണ്ടെങ്കിൽ സൈബർ ക്രൈം, സൈബർ ലോ മാത്രം നോക്കിയിട്ട് പോവുകയാണെങ്കിലും 1 മാർക്ക് നമുക്ക് കിട്ടും. ബാക്കിയുള്ളത് ചോദ്യങ്ങളുടെ ഇതനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ട്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. സോഫ്റ്റ്വെയറിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നെറ്റ്വർക്കിലേക്കൊക്കെ പോയി കഴിഞ്ഞാലും കുറേയധികം കണ്ടന്റുകൾ ഉണ്ട്. അതുകൊണ്ട് അത്യാവശ്യം സൈബർ ലോയും സൈബർ ക്രൈമും നോക്കി വെക്കുക. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ്, മെമ്മറി ഡിവൈസ് ഒന്ന് നോക്കി വെച്ചാൽ അത്രയെങ്കിലും നമുക്ക് ഒരു ഗുണകരമായ ഒരു കാര്യമായിട്ട് ഇതിനകത്ത് മാറും എന്നുള്ളതാണ്. ഇനി സയൻസ് ആൻഡ് ടെക്നോളജി വലിയ ഒരു ടോപ്പിക്കാണ്. ഇതിനകത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യത്തിലേ ഉള്ളൂ. ISRO എന്ന് പറയുന്നൊരു ടോപ്പിക് ഉണ്ട്. ISROയുടെ പ്രധാനപ്പെട്ട ദൗത്യങ്ങളും നമ്മൾ ഇതുവരെ ലോഞ്ച് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട സാറ്റലൈറ്റുകളും നമ്മൾ കണ്ടെത്തിയിട്ടുള്ള മിസൈലുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ലോഞ്ചിങ് വെഹിക്കിളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബേസിക് കണ്ടന്റ്. ISROയുടെ ബേസിക് നോളജ്, നമ്മൾ ഇതുവരെ ലോഞ്ച് ചെയ്തിട്ടുള്ള സാറ്റലൈറ്റ്, അതിന്റെ പ്രത്യേകതകൾ, കുറച്ച് പ്രധാനപ്പെട്ട സാറ്റലൈറ്റുകൾ, അതിന്റെ പ്രത്യേകതകളും, അതുപോലെ DRDO നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ്. ഇതിനകത്തുനിന്ന് ISRO എന്നൊരു ചോദ്യം, DRDO എന്നൊരു ചോദ്യം, ഇതിൽ ഏതെങ്കിലും ഒരു ചോദ്യം മസ്റ്റാണ്. ഇതാണ് ഉറപ്പായിട്ടും ഈ സയൻസ് ആൻഡ് ടെക്നോളജിക്ക് അകത്ത് വരുന്ന ഒരു ചോദ്യം. ISRO ഒഴിവാക്കരുത്, DRDOയും ഒഴിവാക്കരുത്. പിന്നെ ഉള്ളത് എനർജി റിക്വയർമെന്റ് എന്നൊക്കെ പറയുന്ന ഒരു മേഖലയാണ്. അതിനകത്തുനിന്നൊക്കെ
ന്യൂക്ലിയർ എനർജി എത്രയാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ന്യൂക്ലിയർ എനർജി പ്രൊഡക്ഷൻ എത്രയാണ്, വിൻഡ് എനർജി പ്രൊഡക്ഷൻ എത്രയാണ്, അങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കാം. പക്ഷെ നിങ്ങൾ അതിന് ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ട. SCERTയുടെ ചാപ്റ്ററുകൾ ഉണ്ടല്ലോ, എനർജിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട SCERTയുടെ ചാപ്റ്ററുകളുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോക്കി പോയാൽ മാത്രം മതിയാവും എന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ SCERT ക്രാക്കർ ഒക്കെ ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ആഴ്ച നമ്മൾ ജോഗ്രഫിയാണ് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ജോഗ്രഫിയുടെ കൂടെ തന്നെ ഇത്തരത്തിൽ എനർജി റിക്വയർമെന്റുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്ററുകളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അതൊന്ന് വായിച്ചു വിട്ടാൽ മതി. അതിനപ്പുറത്തേക്ക് പ്രത്യേകമായിട്ട് വേറെ കണ്ടന്റ് ഒന്നും അതിനകത്ത് പഠിക്കാനായിട്ട് പോകേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഡിഗ്രി ലെവലിൽ കറന്റ് അഫയേഴ്സ് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ചോദിച്ച് നമ്മൾ കണ്ടിട്ടില്ല. ഈ സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കറന്റ് അഫയേഴ്സിനെ അവർ അതിലോട്ട് ഇന്റർകണക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് സാധാരണ കണ്ടുവരുന്നൊരു ട്രെൻഡ്. സോ അതുകൊണ്ട് സെപ്പറേറ്റ് കറന്റ് അഫയേഴ്സ് കുത്തിപ്പിടിച്ച് പഠിക്കാതെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കറന്റ് അഫയേഴ്സ് അങ്ങ് പഠിച്ചു തീർക്കുക കേട്ടോ. ഇപ്പം അവാർഡുകൾ കറന്റ് അഫയേഴ്സ് ആണ്, പ്രധാനപ്പെട്ട സ്പോർട്സ് വിജയം നേടിയവര് കറന്റ് അഫയേഴ്സ് ആണ്, പ്രധാനപ്പെട്ട കലാകാരന്മാര് വാർത്തകളിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് കറന്റ് അഫയേഴ്സ് ആണ്. ആരെങ്കിലും പുതിയ അവാർഡ് മേടിച്ചവരോ അല്ലെങ്കിൽ മരിച്ചുപോയ കലാകാരന്മാരോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കറന്റ് അഫയേഴ്സ് ആണ്. അതുപോലെ ISRO പുതിയ എന്തെങ്കിലും ദൗത്യം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കറന്റ് അഫയേഴ്സ് ആണ്. അങ്ങനെ ഈ ടോപ്പിക് നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെടുത്തി എന്തെങ്കിലും കറന്റ് അഫയേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് നോക്കുക എന്നുള്ളതുള്ളൂ കേട്ടോ. അല്ലാതെ ഇതിനുവേണ്ടി തന്നെ കറന്റ് അഫയേഴ്സ് ഇപ്പൊ LDCക്കൊക്കെ പഠിക്കുന്ന പോലെ തന്നെ കറന്റ് അഫയേഴ്സ് ഇരുന്ന് കുത്തിപ്പിടിച്ചിരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം LDCക്കൊക്കെ 20 മാർക്ക് കറന്റ് അഫയേഴ്സിനായിട്ട് തന്നെ ഉണ്ട്. പക്ഷെ ഇത് ഓരോ സിലബസിന്റെയും ഭാഗമായിട്ടാണ് കറന്റ് അഫയേഴ്സ് എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ പഠിക്കുന്ന ഭാഗത്തെ കറന്റ് അഫയേഴ്സുമായിട്ടൊന്ന് കണക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. ഇനി ഇതിന്റെ ഡീറ്റെയിൽ നോട്ട്സ് SCERT ടെക്സ്റ്റ് ഈ നോട്ട്സ് എന്ന് പറഞ്ഞത് നമ്മൾ ചെയ്യുന്ന കണ്ടന്റുകളുടെ ക്വസ്റ്റ്യൻ ആൻസറുകൾ നമ്മൾ ലൈവായിട്ട് ചെയ്തു പോവാണ്. അതിന്റെ കൂടെ ഓരോ ക്വസ്റ്റ്യനും ചെയ്യുകയും ഓരോ ക്വസ്റ്റ്യനും നമ്മൾ ചെയ്യും, അതിന്റെ ആൻസർ പറയും. ഇനി ആ ക്വസ്റ്റ്യനുമായിട്ട് നിങ്ങൾ ഇനി കണക്ട് ചെയ്ത് പഠിക്കേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് നിങ്ങളോട് പറയും. അതിനപ്പുറത്ത് നമുക്ക് റിട്ടൺ നോട്ടുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നോട്ടുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. പക്ഷെ SCERT ടെക്സ്റ്റിന്റെ PDF നമ്മൾ ഇപ്പം നമ്മുടെ ഹൈ ഫോക്കസ് ബാച്ചിന്റെയും CLP പ്രോഗ്രാമിന്റെ ഒക്കെ സബ്സ്ക്രൈബ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ഫ്രീ പ്രോഗ്രാമാണ് SCERT ക്രാക്കർ എന്ന് പറയും. SCERT ക്രാക്കർ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഈ റാപ്പിഡ് റിവിഷൻകാർക്കും പ്രധാനപ്പെട്ട SCERT പാഠഭാഗങ്ങൾ വേണമെങ്കിൽ നമുക്ക് ഷെയർ ചെയ്ത് തരാം കേട്ടോ, റാപ്പിഡ് റിവിഷനിലേക്കും. കാരണം ഹൈ ഫോക്കസ് ബാച്ചിലേക്ക് ഉള്ളവർ ഓൾറെഡി SCERT ക്രാക്കർ ചെയ്തു പോകുന്നുണ്ട്. അപ്പൊ റാപ്പിഡ് റിവിഷൻകാർക്ക് നമ്മൾ എന്ത് ചെയ്യാം, SCERTയുടെ പ്രധാനപ്പെട്ട പാഠഭാഗങ്ങൾ അനന്തകൃഷ്ണൻ എന്നോട് ചോദിച്ച് അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് ശ്രമിക്കാം കേട്ടോ, നമുക്ക് തരാം. ഓക്കെ, അപ്പൊ നാളെ മുതൽ നമ്മൾ ഫുൾ ഓൺ പവറിലേക്ക് കയറുകയാണ്. ലൈവ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നു. ആ ക്വസ്റ്റ്യന്റെ റിലേറ്റഡ് ഫാക്ടുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യുന്നു. നിങ്ങൾ ഒരു ദിവസം നമ്മൾ ഒരു 30-40 ക്വസ്റ്റ്യൻസ് ചെയ്തു എന്നിരിക്കട്ടെ. ആ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് 40ഓളം സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് വീണ്ടും നമ്മൾ സജഷൻ ആയിട്ട് തരും, നിങ്ങൾക്ക് ഇനിയും പഠിക്കാനുള്ള. അപ്പൊ ആ ഒരു സെഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ ഒന്ന് ഇരുന്നിട്ട് ഓരോ 5 മിനിറ്റ് ഒരു ടോപ്പിക്കിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്താൽ ധാരാളം. ഒരു ടോപ്പിക്കിന് വേണ്ടി ഒരു 5 മിനിറ്റ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ ധാരാളം. അപ്പൊ അന്ന് തന്നെ തീർക്കണമെന്നില്ല. പിറ്റേ ദിവസം വൈകുന്നേരം 8:30 ക്ലാസ്സിന് വരുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും ഈ ക്വസ്റ്റ്യന്റെ റിലേറ്റഡ് ഫാക്ട് റെഫർ ചെയ്ത് തീർത്താൽ മതി. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ സിസ്റ്റം മുമ്പോട്ട് പോവുക. ഇനി നാളത്തെ ക്ലാസ്സിലേക്ക് വരുന്നതിന് മുമ്പ് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസോ സംശയങ്ങളോ ഇതുമായിട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചോദിച്ചിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യും. കാരണം നമ്മൾ 8:30 തുടങ്ങിയതാണ്, എല്ലാവരും ഏകദേശമൊക്കെ മടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് നാളെ 8:30 ഇതേ സമയത്ത് വീണ്ടും കാണാം.